ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ടിട്ട് ഇത് കണ്ടാൽ എന്തെങ്കിലും മനസ്സിലാവും. എന്തായാലും നമുക്ക് ലാസ്റ്റ് പാർട്ട്, അതായത് സെക്കൻഡ് പാർട്ട് കേൾക്കാം, കഥയുടെ തുടക്കത്തിൽ തന്നെ. ഇതുമായി ഞാൻ പോയാൽ തീർച്ചയായും എൻ്റെ ജീവൻ നഷ്ടപ്പെടും, ചിലപ്പോൾ അമ്മയുടെയും. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവും കിട്ടിയില്ല. അതാണ് ഞാൻ ആ കത്ത് സാറിന് അയച്ചത്. എൻ്റെ ചിന്തയിൽ ആകെ ഒരു സ്ഫോടനം നടന്ന ലക്ഷണമായിരുന്നു. ഒരു കൊലപാതകം, ഇപ്പോൾ രാജ്യദ്രോഹത്തിൻ്റെ തലത്തിലേക്ക്. ഇതന്വേഷിക്കാൻ ഞാൻ മതിയാവില്ല. സുനിലിനിപ്പോൾ കാര്യങ്ങളറിയാം. കത്തിൻ്റെ ഒറിജിനലാണ് സുനിലിൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കൈവശം ഒരു കളർ ഫോട്ടോ കോപ്പി ഉണ്ട്. അറ്റ കൈക്ക് അവർക്ക് കൊടുക്കുകയോ മറ്റോ വേണ്ടി വന്നാൽ അതിനു വേണ്ടി മാത്രം വെച്ചതാണ്. അയാൾ എഴുന്നേറ്റ് ബാഗ് എടുത്തു. എന്നെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് സുനിലിന് ലാഭമൊന്നുമില്ല. എനിക്കെതിരെ ഒരു കേസ് നിലവിലില്ല. എൻ്റെ നമ്പർ സാറിൻ്റെ കയ്യിലുണ്ടല്ലോ. തപ്പി മെനക്കെടണ്ട. അതൊരു കള്ളപ്പേരിലുള്ളതാണ്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം. അയാൾ അതിവിദഗ്ധമായി എൻ്റെ പിസ്റ്റൾ അഴിച്ച് 6 കഷ്ണങ്ങളാക്കി. അതിനയാൾക്ക് 10 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ഇത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ സാറിന് 3 മിനിറ്റ് എടുക്കും. എനിക്ക് ആ സമയം ധാരാളവുമാണ്. ഫോണിൽ പോലീസിനെ വിളിച്ചു വരുത്തണമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ, പക്ഷെ എന്നെ കിട്ടില്ല. അയാൾ പുഞ്ചിരിച്ചു. അയാൾ കായലോരത്ത് നിർത്തിയിട്ടിരുന്ന ഒരു സ്പീഡ് ബോട്ടിൽ കയറി പോകുന്നത് നോക്കിയിരിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. നന്ദനെ കണ്ട ശേഷം 7:30 വീട്ടിൽ മടങ്ങിയെത്തിയ എന്നെയും കാത്ത് വേണുവും ജോസും മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖം മുറുകിയിരിക്കുന്നത് കൊണ്ടാവാം വന്നിറങ്ങിയപാടെ രണ്ടുപേരും എന്ത് പറ്റി സാർ എന്ന് ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ മുഴുവനും അവരോട് വിശദീകരിച്ചു. ഈ പുല്ലൻ കണക്കപ്പിള്ള ആൾ കൊള്ളാമല്ലോ, ആയുധക്കടത്തുമുണ്ടായിരുന്നു. വെറുതെ അല്ല ഇത്ര പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റിയത്. അവൻ്റെ ഭാര്യയെ ഇപ്പോൾ തന്നെ പൊക്കി 4 ചാമ്പിയ ബാക്കി കഥ അവൾ തന്നെ പറഞ്ഞു തരും സാർ. ജോസ് ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. അവർക്ക് എന്തെങ്കിലും അറിയാമെന്നും തോന്നുന്നില്ല ജോസേ. അവരുടെ കോളുകളും ബാങ്ക് കണക്കുകളും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. പിന്നെ അറിയാവുന്നവർ ആരാണ് സാർ എന്ന വേണുവിൻ്റെ ചോദ്യത്തിന് എനിക്കും ഉത്തരമില്ലായിരുന്നു. ആ കത്തിലെ ഫിംഗർ പ്രിന്റ് ആധാർ ഡേറ്റാബേസിൽ നോക്കി കണ്ടുപിടിക്കാനുള്ള ശ്രമവും പാതി വിജയിച്ചുള്ളൂ. എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇട്ട് നോക്കിയിട്ടും ഒരു ഫിംഗർ പ്രിന്റ് മനോമോഹൻ്റെ ആണെന്ന് മാത്രം കിട്ടി. ബാക്കിയുള്ളവയിൽ ഈ വിവരങ്ങൾ ശേഖരിക്കാനുള്ള അനുവാദം താങ്കൾക്കില്ല എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. SP സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു. ഇനി അദ്ദേഹം പറഞ്ഞിട്ട് മതി അടുത്ത നീക്കുമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ 9 മണിയോടെ ചങ്ങനാശ്ശേരി സ്റ്റേഷനിൽ നിന്നും എനിക്കൊരു കോള്. CI നൈനാനായിരുന്നു. എന്താണോ രാവിലെ? അല്ല സാറ്, വെറുതെ ഒരു കാര്യം. അത് താൻ പരത്താതെ കാര്യം പറ. അതായത് സാറേ, ഇന്ന് വെളുപ്പിനെ ബസ് സ്റ്റാൻഡിൽ എന്തോ കശപിശ ഉണ്ടാക്കി ഒരുത്തനെ ഞങ്ങൾ പൊക്കി. നല്ല വെള്ളമായിരുന്നു അവൻ. ഞങ്ങളോട് മുടയൊന്നും കാണിച്ചില്ല. സ്റ്റേഷനിൽ വന്ന് പേരും വിലാസവും എഴുതി വിടാമെന്ന് വെച്ചപ്പോൾ അവന് മേൽവിലാസമില്ല എന്നാണ് അവൻ്റെ മറുപടി. കയ്യിൽ 6000 രൂപയും ഒരു സെൽഫോണും മാത്രം. SI നമ്മുടെ ഭാഷയിൽ കയ്യും കാലും ഒക്കെ ഒന്ന് അനക്കി ചോദിച്ചു. അവൻ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ഇനി ഞാൻ വന്ന് ചോദ്യം ചെയ്യണോ? എനിക്ക് നന്നായി ദേഷ്യം വന്നു. അയ്യോ അതല്ല സാർ, അവൻ്റെ ഫോൺ ഞാനൊന്ന് നോക്കി. അതിലാകെ 2 നമ്പറുകളേ ഉള്ളൂ. ഒന്ന് സാറിൻ്റെ, പിന്നെ ഒരെണ്ണം. ആരുടേതായിരുന്നു രണ്ടാമത്തെ നമ്പർ? അതാണ് സാർ ഞാൻ സാറിനെ വിളിച്ചത്. രണ്ടാമത്തെ നമ്പറിൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്നും വിളിച്ചപ്പോൾ ഫോൺ എടുത്തയാൾ എൻ്റെ പേരും സർവീസ് നമ്പറും ഇങ്ങോട്ട് പറഞ്ഞിട്ട് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. ഹിന്ദിയിലായിരുന്നു. ഞാൻ കട്ട് ചെയ്തു. അവനെ വിടരുത്, ഞാനിതാ വരുന്നു. ഉടനെ ജോസിനെയും വേണുവിനെയും കൂട്ടി ഞാൻ ചങ്ങനാശ്ശേരിക്ക് പുറപ്പെട്ടു. 10 മണി കഴിഞ്ഞ് ചങ്ങനാശ്ശേരി സ്റ്റേഷനിലെത്തുമ്പോൾ CI ഞങ്ങളെയും കാത്തിരിക്കുകയാണ്. അവന് രാവിലെ ദോശയും ചായയും വാങ്ങിക്കൊടുത്തു സാർ. വൃത്തിഹീനമായൊരു ബെർമുട മാത്രമിട്ട് ലോക്കപ്പിൻ്റെ ഒരു മൂലയിൽ തല കുനിച്ച് അയാൾ ഇരിപ്പുണ്ടായിരുന്നു. താടി വളർന്ന ചെളി പിടിച്ച മുഖം കണ്ടപ്പോൾ ഒരു പരിചയം തോന്നി. എൻ്റെ നാട്ടുകാരെങ്കിലും? അയാളെ റൂമിലേക്ക് കൊണ്ടുപോവാ, അവൻ്റെ വസ്ത്രങ്ങൾ കൊടുത്തേക്ക്. DYSPയുടെ മുറി തുറന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. ജോസിനോടും വേണുവിനോടും പുറത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞു. അയാളെ മുറിയിലാക്കിയിട്ട് CI സല്യൂട്ട് അടിച്ചിട്ട് പുറത്തേക്ക് പോയി. റൂമിൻ്റെ പരിസരത്ത് ആരെയും നിൽക്കരുതെന്ന് ഞാൻ വേണുവിനോടും ജോസിനോടും പറഞ്ഞിരുന്നു. അയാൾ അപ്പോഴും മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. ഞാൻ സുനിൽ എബ്രഹാം IPS, ഇവിടുത്തെ ASP ആണ്. ആരാണ് നിങ്ങൾ? എൻ്റെ സ്വകാര്യ ഫോൺ നമ്പർ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മുന്നോട്ടാഞ്ഞിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. അയാൾ ചിരിച്ചു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൻ്റെ മുഖത്ത് ചെളി മനഃപൂർവ്വം വരച്ചതാണെന്ന് എനിക്ക് വ്യക്തമായി. എന്താടാ, മനസ്സിലായില്ലേ എന്ന പതുക്കെയുള്ള ശബ്ദം കേട്ടപ്പോൾ എനിക്ക് അയാളെ മനസ്സിലായി. അത്ര പെട്ടെന്ന് മറക്കാവുന്ന ശബ്ദമല്ലായിരുന്നു അത്. 1.5 വർഷം മുമ്പ് എല്ലാ ദിവസവും കേട്ടിരുന്ന ഒരു ശബ്ദം. അത് അവനായിരുന്നു. എന്നോടൊപ്പം അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ വിവേക് കൃഷ്ണൻ IPS. എടാ, നീ എന്താ ഈ കോലത്തില്? എൻ്റെ ശബ്ദത്തിൽ അത്ഭുതത്തോടൊപ്പം കുറെ ചോദ്യങ്ങളും ഒളിച്ചിരിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ചുണ്ടിൽ കൈവച്ചു. പതുക്കെ, എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. നേരായ വഴിയിൽ പറ്റില്ല, അതിനാണ് ഇങ്ങനൊരു ഡ്രാമ. കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാം. നമുക്ക് കുറെ സംസാരിക്കാനുണ്ട്. ആദ്യം നീ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അല്പം പ്രൈവസിയുള്ള എവിടെയെങ്കിലും. പിന്നെ ASI എൻ്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തിരുന്നു, അതൊന്ന് മായ്ക്കണം. എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തതും അറസ്റ്റ് ചെയ്തതുമായ മുഴുവൻ കടലാസുകളും നീ എടുത്തേക്കണം. ഞാനിവിടെ വന്നെന്ന് പോലും ആരും അറിയരുത്. ഓക്കെ. ഞാൻ എഴുന്നേറ്റ് വാതിലിൻ്റെ അടുത്ത് ചെന്ന് ജോസിനെ വിളിച്ചു. ആ SIയുടെ ഫോണിൽ നിന്നും എൻ്റെ ഫോട്ടോ മായ്ച്ച് കളയാൻ പറഞ്ഞു.
ഒപ്പം ഇവൻ്റെ സകല സാധനങ്ങളും ശേഖരിച്ച് ജീപ്പിൽ വയ്ക്കാനും ആവശ്യപ്പെട്ടു. വേണു, ഇവനെ നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റിക്കോ, നമുക്ക് ആവശ്യമുള്ളവനാ. ഇവൻ ചാടിപ്പോകാതെ നോക്കണം. വിവേകിനെ പുറത്തേക്ക് ഉന്തിത്തള്ളി ഞാൻ പറഞ്ഞു. വേണുവിന് ഒന്നും മനസ്സിലായില്ലെങ്കിലും നടക്കടാ പിന്നെ പൂ മോനെ എന്നെല്ലാം പറഞ്ഞ് അവനെയും കൊണ്ട് വേണു പോയി. ആരാ സാറേ അത്? CI നൈനാന് കൗതുകം സഹിക്കാൻ വയ്യ. ആരോടും പറയണ്ട, എൻ്റെ ഒരു അകന്ന ബന്ധുക്കാരനാ. ലേശം തലയ്ക്ക് പ്രശ്നമുണ്ട്. ഈ കോലത്തിൽ കണ്ടപ്പോൾ ആദ്യം എനിക്ക് പോലും മനസ്സിലായില്ല. അത്യാവശ്യം അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനാ നോക്കുന്നത്. അതാ എൻ്റെ നമ്പർ മാത്രം അവൻ്റെ കയ്യിൽ. മറ്റേ നമ്പർ ഞാൻ ട്രെയിനിങ്ങിന് അഹമ്മദാബാദിലായിരുന്നപ്പോഴുള്ള പോലീസ് ട്രെയിനിങ് അക്കാദമിയുടെ നമ്പറാ. അവിടെ മൊബൈൽ പറ്റില്ലല്ലോ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാൻ കൊടുത്തതാണ്. ആ നുണ അയാൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. അയ്യോ സാറേ, സാറിൻ്റെ ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ ASI രാജനാണെങ്കിൽ ആ പയ്യനിട്ട് 2 പൊട്ടിക്കുകയും ചെയ്തു. നൈനാൻ പതുക്കെ പറഞ്ഞു. സാരമില്ല, അവന് 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ ജീപ്പിൽ കയറി. നമ്മൾ എങ്ങോട്ടാണ് സാർ? ജീപ്പ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ വേണു ചോദിച്ചു. ജോസേ, തനിക്കറിയാവുന്ന റിസോർട്ട് വല്ലതുമുണ്ടോ? കോട്ടയത്തിനടുത്ത്. ഞാൻ ജോസിനെ നോക്കി. അതിപ്പോൾ സാറ് കാര്യം പറഞ്ഞാൽ അതനുസരിച്ച് നോക്കാം. എനിക്കും ഇവനോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിൻസീറ്റിൽ എൻ്റെ ഒപ്പം ഇരിക്കുന്ന വിവേകിനെ ആംഗ്യം കാണിച്ചാണ് ഞാനത് പറഞ്ഞത്. നമ്മുടെ കുളക്കാട്ടുകാരുടെ ഒരു റിസോർട്ടുണ്ട്, കുറച്ചുള്ളിലേക്ക് പോകണം. അതിപ്പോൾ പൂട്ടിയിരിക്കുക. 3 മുറിയുടെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ജോസ് ഒരു ചമ്മിയെ ചിരിച്ചു. തനിക്ക് എവിടെ നിന്ന് അതിൻ്റെ താക്കോല്? ഞാൻ ജോസിനോട് ചോദിച്ചു. അതെ, നമ്മുടെ രാജഗോപാൽ സാറിന് മുൻപ് ഇവിടെ ഇരുന്ന SP ജോസഫ് ചെറിയാൻ സാറ് തന്നതാ. ഇടയ്ക്ക് ചില വിശേഷപ്പെട്ട പ്രതികളെ സൂക്ഷിക്കാനും ചോദ്യം ചെയ്യാനുമൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. റിസോർട്ടിന് തീപിടിച്ച് നശിച്ച് അതിൻ്റെ ഉടമസ്ഥർ ഉപേക്ഷിച്ചു പോയതാ. വെള്ളവും കറണ്ടുമുള്ള 3 മുറിയേ ഉള്ളൂ. ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ വിവേകിനെ നോക്കി. അവൻ കണ്ണിറുക്കി. കിടങ്ങൂരിനടുത്തായി ജോസഫ് പറഞ്ഞ സ്ഥലം. മുന്നിലും പിന്നിലുമായി 2 കെട്ടിടങ്ങൾ. മുൻപിലുള്ളത് കാട് പിടിച്ച നിലയിലായിരുന്നു. പിന്നിലെ കെട്ടിടത്തിൻ്റെ താഴെ പാർക്കിംഗ്. മുകളിലായി 3 വലിയ മുറികൾ. വേണുവിനോടും ജോസഫിനോടും ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങാൻ പറഞ്ഞ് ഞാൻ അവരെ അടുത്ത കവലയിലെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വിട്ടു. ജോസ് അരയിലുണ്ടായിരുന്ന പിസ്റ്റൾ എനിക്ക് തരാൻ ശ്രമിച്ചു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരാളാണെന്നും സംഭവം ഒരല്പം സ്വകാര്യമാണെന്നും പറഞ്ഞപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ വഴങ്ങി. മടങ്ങിയെത്തിയ ഞാൻ പുറത്തുനിന്ന് ആരും കാണാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്ത് റൂമിൽ വന്നു. വിവേക് ബാത്റൂമിലായിരുന്നു. മടങ്ങിയെത്തിയ അവൻ്റെ മുഖത്തിന് പഴയ തെളിച്ചമുണ്ടായിരുന്നു. ഒരു കവിളിൽ ലേശം നീരും. ആ SI ഒന്ന് തന്നതാ. അവൻ്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നിനക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ വരുമായിരുന്നല്ലോ. ഞാൻ അവനോട് പറഞ്ഞു. ഏയ്, അങ്ങനെ വന്നാൽ ഈ കൂടിക്കാഴ്ച മറ്റാരെങ്കിലും അറിയും. അത് ഒഴിവാക്കാൻ ഈ വഴിയെ കണ്ടുള്ളൂ. അവൻ കസാരയിലേക്ക് ഇരുന്നു. നിന്റെ ഈ പോലീസുകാരെങ്ങനെ വിശ്വസിക്കാമോ? ജോസിനെയും വേണുവിനെയുമാണ് അവൻ ഉദ്ദേശിച്ചത്. എന്ത് വിശ്വസിക്കാമോ എന്ന്? നീ എൻ്റെ ഒരു ബന്ധു, അത്രയും പറഞ്ഞാൽ പോരെ? ലേശം കഞ്ചാവാണ് നീ എന്ന് കൂടി പറഞ്ഞേക്കാം. ജോലിയിൽ എനിക്ക് അവരെ വിശ്വാസമാണ്. കഴിഞ്ഞ 1 മാസമായി എൻ്റെ ഒപ്പമാണ് അവർ താമസം. ഒരു കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ടീമിൽ ഇവർ 2 പേരേ ഉള്ളൂ. ഞാൻ മറുപടി കൊടുത്തു. ആരെയാണ് കൂടുതൽ വിശ്വാസം? അത് വേണുവിനെ. ഞാൻ അറിയാതെ പറഞ്ഞു. അവൻ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഒരാളെ വിശ്വാസക്കുറവുണ്ട് അല്ലേടോ? അതെ. എങ്കിൽ ഈ വേണുവിനെ ഒന്ന് വിളിക്ക്. എനിക്കല്പം സാധനങ്ങൾ വേണം. ഒന്ന് എത്തിച്ചു തരാൻ പറഞ്ഞാൽ അവൻ ചെയ്യുമോ? ഞാൻ തലകുലുക്കി. ജീൻസ്, ടീഷർട്ട്, സോപ്പ്, തോർത്ത്, പേസ്റ്റ്, ബ്രഷ്, സിഗരറ്റ്, ബിയർ, ഭക്ഷണം, ഷൂസ്, സോക്സ്, അടിവസ്ത്രങ്ങൾ. വിവേക് തന്നത് ഒരു നീണ്ട ലിസ്റ്റായിരുന്നു. ഞാൻ വേണുവിനെ വിളിച്ചു. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങളെ വന്ന് കാണാൻ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. 1 മണിക്കൂർ കൂടി എടുത്തു വേണു വരാൻ. ഡാ സുനിലേ, നീ പതുക്കെ ബിയർ തുടങ്ങിക്കോ. അതിൻ്റെ തണുപ്പ് കളയണ്ട. ഞാനൊന്ന് കുളിച്ചു വരാം. വേണുവിൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അവൻ കുളിക്കാൻ പോയി. സാറെന്താ ജോസ് സാറിനെ ഒഴിവാക്കിയത്? വേണു രഹസ്യം ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിച്ചു. അല്ല, ആരാ സാറേ ഇയാൾ? എൻ്റെ ഒരു പരിചയക്കാരനാണ് വേണു. തൽക്കാലം ഇത്രയും, ബാക്കി ഞാൻ പിന്നീട് പറയാം. സാറ് കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു. ബിയർ പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് എനിക്ക് നീട്ടുമ്പോൾ വേണു പറഞ്ഞു. വല്ലപ്പോഴും മാത്രം. ഇത് തന്നെ കേരളത്തിൽ വന്നിട്ട് 2ാം തവണ. ഞാൻ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. വിവേക് കുളിച്ചിറങ്ങിയ ഉടൻ വേണുവിനെ പറഞ്ഞു വിട്ടു. ഇക്കാര്യം നമ്മൾ തമ്മിലാണെന്നും പണം പിന്നീട് തരാമെന്നും വേണുവിനോട് ഞാൻ പറഞ്ഞിരുന്നു. രാവിലെ ഓഫീസിൽ കാണാമെന്ന് പറഞ്ഞ് വേണുപോയി. ആഹാരം കഴിക്കുമ്പോൾ പഴയ ബാച്ചിലെ ആളുകളുടെ കാര്യവുമൊക്കെ സംസാരിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞൊരു സിഗരറ്റ് കൊളുത്തിയിട്ട് അവൻ എന്നെ നോക്കി. നമുക്കെന്നാൽ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ മൂളി. നീ 3 ഫിംഗർ പ്രിന്റ് സെർച്ച് ചെയ്തിരുന്നോ? എടുത്തടിച്ചതുപോലെയായിരുന്നു അവൻ്റെ ചോദ്യം. 3 അല്ല 4 എണ്ണം. ഞാൻ മറുപടി കൊടുത്തു. എന്തിനായിരുന്നു? നിനക്ക് ആ ഫിംഗർ പ്രിന്റ് എവിടെ നിന്നാണ് കിട്ടിയത്? അവനൊരു സിഗരറ്റ് കത്തിച്ച് കസാരയിലേക്ക് ചാഞ്ഞിരുന്നു. ഞാൻ തുടക്കം മുതൽ എല്ലാം പറഞ്ഞു. മനോമോഹൻ തുടങ്ങി രാജു, മല്ലിക്, മധുമതി, രേണുക, നന്ദൻ. ഏകദേശം 1/2 മണിക്കൂർ എടുത്തു എല്ലാം പറഞ്ഞു തീർക്കാൻ. അവനൊരക്ഷരം പോലും പറയാതെ കേട്ടിരുന്നു. നിന്റെ ആദ്യത്തെ കേസാണല്ലോ, പ്രൊബേഷന്റെ ഭാഗം. എല്ലാം പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു. അതേ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ, നിന്റെ, ആ ഊള സിൻഹയുടെ 3 പേരുടെയും ആദ്യത്തെ കേസുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വാട്ട് എ കോയിൻസിഡൻസ്. അവൻ ചിരിച്ചു. അവൻ അവൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. എൻ്റെ ആദ്യ പോസ്റ്റിംഗ് റോയിലായിരുന്നു. റോ അറിയില്ലേ?
റിസർച്ച് ആൻഡ് അനലൈസിംഗ് അവിടുത്തെ 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കേസ് വല്ലാത്തൊരു തലവേദന പിടിച്ചൊരെണ്ണമായിരുന്നു. അവൻ വീണ്ടും സിഗരറ്റ് എടുത്തു. ഒട്ടുമിക്കവാറും രാജ്യങ്ങളിൽ നമ്മുടെ നാടിന് സ്ഥാനാപതികളുണ്ടെന്ന് അറിയാമല്ലോ. സൗഹൃദപരമാണ് നമ്മുടെ എംബസിക്കാരുടെ പ്രവൃത്തി. പക്ഷേ എല്ലാ എംബസികളിലും കൗണ്ടർ ഇൻ്റലിജൻസ് സ്റ്റാഫ് ഉണ്ടാവും. റോ ആണ് കൗണ്ടർ ഇൻ്റലിജൻസ് സാധാരണ കൈകാര്യം ചെയ്യാറ്. കൗണ്ടർ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ എംബസിയിലെ ആളുകളുടെ കുഴപ്പം കൊണ്ട് വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കലാണ്. നിസാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിവരങ്ങൾ പോലും അന്യരാജ്യങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഉദാഹരണത്തിന്, കാനഡയിലെ നമ്മുടെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ അവിടെയുള്ളൊരു വെള്ളക്കാരനോട് വെറുതെ വീട്ടുകാര്യം പറഞ്ഞപ്പോൾ അച്ഛന് കൃഷിയാണെന്നൊന്ന് പറഞ്ഞുപോയി. കാനഡക്കാരൻ വിശേഷം ചോദിക്കുന്നത് പോലെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു. ഇക്കൊല്ലം മോശമാണെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് മറുപടി പറഞ്ഞ് നമ്മുടെ പഞ്ചാബി സ്ഥലം വിട്ടു. അടുത്ത ഇറക്കുമതി കരാറിൽ ഗോതമ്പിന്റെ വില കിലോയ്ക്ക് $4 കൂടുതലാണ് കാനഡയിൽ സർക്കാർ നമ്മളോട് പറഞ്ഞത്. കൃഷി മോശമെങ്കിൽ നമ്മുടെ നാടിന് ഗോതമ്പ് ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ. അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് വരാം. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോയ ഒരു കപ്പൽ എപ്പോഴും പുറംകടലിൽ വെച്ച് അമേരിക്കൻ നാവികസേന തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ടായിരുന്നു. കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തുവെന്ന സംശയത്തിന്റെ പേരിലായിരുന്നു പരിശോധന. അതിലുണ്ടായിരുന്നത് ഗ്രനേഡുകളും AK-47 തോക്കുകളും 10 ലക്ഷത്തിന്റെ അടുത്ത് വെടിയുണ്ടകളുമായിരുന്നു. കപ്പലിന്റെ യാത്രാരേഖകൾ പരിശോധിച്ച അവർക്ക് അതിൽ തെറ്റായി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കപ്പൽ യാത്ര തുടരുകയും ചെയ്തു. അവൻ സിഗരറ്റ് ആഞ്ഞു വലിച്ചു. നമ്മുടെ ഒരു ഡെലിഗേഷൻ അമേരിക്കയിലെത്തിയപ്പോൾ ഉണ്ടായ ഒരു സംഭാഷണത്തിൽ യാദൃശികമായി ആ കപ്പൽ പരിശോധിച്ചതിന്റെ പേരിൽ അമേരിക്കൻ നാവികസേന ഇന്ത്യയോട് ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. അതവിടെ കൊണ്ട് തീർന്നേനെ. പക്ഷേ ആ സന്ദർശനത്തിന്റെ മിനിറ്റ്സ് വായിച്ച ഒരു ഭാരതീയ ഡിഫൻസ് മിനിസ്ട്രി ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. അങ്ങനെ ഒരു ഓർഡർ കൊടുത്തതിൻ്റെയോ പണം കൈമാറിയതിൻ്റെയോ രേഖകളൊന്നും കാണാതെ വന്നപ്പോൾ അയാൾക്ക് സംശയം തോന്നി. ഞങ്ങളെ അറിയിച്ചതാണ്. ആ അന്വേഷണം ചെന്നെത്തിയത് ഓസ്ട്രിയ ആംസ് എന്ന കമ്പനിയിലായിരുന്നു. അവരാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത്. അവരുടെ ഭാഗത്തു നിന്നും യൂസർ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ രേഖകളും കൃത്യമായിരുന്നു. പണം കൊടുത്തത് ഒരു സ്വിസ് ബാങ്കിൽ നിന്നും. ആ അക്കൗണ്ട് വിവരങ്ങൾ കിട്ടുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യവും. യൂസർ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഉപ്പും സീലും ലെറ്റർ ഹെഡും നമ്മുടേത് തന്നെയായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ സ്ഥാനാപതിമാർ എമർജൻസി ആവശ്യങ്ങൾക്കായി ബ്ലാങ്ക് ലെറ്റർ ഹെഡ് ഒപ്പിട്ട് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നൊരു പരിപാടിയുണ്ട്. സ്ഥാനാപതി സ്ഥലത്തില്ലാത്ത സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു കീഴ്വഴക്കം. അങ്ങനെ സൂക്ഷിച്ചിരുന്ന 20 ലെറ്റർ ഹെഡുകളിൽ 4 എണ്ണം മിസ്സിംഗ് ആയിരുന്നു. അതിൽ ഒരെണ്ണമാണ് നിന്റെ കൈവശം വന്നു ചേർന്നത്. കേന്ദ്ര സർവീസിലുള്ള ഒരു നയതന്ത്രജ്ഞന്റെ വിരലടയാളം നീ നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയത്. ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അല്ല വിവേക്, ഒരു സംശയം. ഈ സ്ഥാനാപതിയുടെ മുറിയിൽ കയറി ചെല്ലാൻ മാത്രം അധികാരമുള്ളവർ ആരെങ്കിലും ആവില്ലേ ഈ പണിയൊപ്പിച്ചത്? അല്ലാതെ അവിടെയുള്ള എല്ലാവർക്കും ആ മുറിയിൽ കടന്നു ചെല്ലാൻ പറ്റില്ലല്ലോ. ഞാൻ എൻ്റെ സംശയം പറഞ്ഞു. വിവേക് എന്തോ ആലോചിച്ചു. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് ഉലാത്താൻ തുടങ്ങി. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞങ്ങളും തുടങ്ങിയത്. ആകെ 3 പേർക്കാണ് അവിടെ ആ കടലാസുകൾ കൈക്കലാക്കാൻ പറ്റുക. ഒന്ന് പർവീൺ മാത്തൂർ, പിന്നൊന്നൊരു വിനായകമൂർത്തി, മൂന്നാമത്തെയാൾ കരുണാകരൻ നമ്പ്യാർ. എല്ലാവരും 20-ൽ പരം വർഷങ്ങളായി IFS സർവീസിലുള്ളവരാണ്. നാളിതുവരെ പേരുദോഷം ഉണ്ടാകാത്തവർ. മൂവരുടെയും ബാങ്ക് ഇടപാടുകൾ, യാത്രകൾ, ഫോൺ കോളുകൾ, സൗഹൃദങ്ങളെല്ലാം ഞങ്ങൾ പരിശോധിച്ചു. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്രയും സീനിയറായ ഓഫീസർമാരെ വെറുതെ വിളിച്ച് നമ്മുടെ സ്റ്റൈലിൽ ഇടിച്ചു പറയിപ്പിക്കാൻ പറ്റില്ല. നയതന്ത്ര ബന്ധങ്ങൾ പലപ്പോഴും രാജ്യത്തെക്കാൾ ഉപരി വ്യക്തിപരമാണെന്ന കാരണം കൊണ്ട്, വിരലടയാളം കൊണ്ട് ഒന്നും ചെയ്യാനായില്ല. എപ്പോഴെങ്കിലും ലെറ്റർ ഹെഡുകൾ എടുത്തപ്പോൾ പതിഞ്ഞതാവാം. നീ നോക്കിയ 3 വിരലടയാളങ്ങൾ ഇവർ 3 പേരുടേതാണ്. നിന്നെപ്പോലെ ഞാനും വഴി മുടങ്ങി നിൽക്കുകയാണ്. ഇനി എന്താണ് അടുത്ത വഴി? നിനക്കെന്തെങ്കിലും സജഷൻ? അവൻ പുരികമുയർത്തി. പർവീൺ മാത്തൂറിന്റെ ഭൂതകാലം നേരത്തെ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഒരു കണ്ണി പോലും വിടാതെ എല്ലാം ലിങ്കാവുന്നുണ്ട്. ചെലവുകളും വരുമാനവും കോളുകളും യാത്രകളും എല്ലാം. ഇനി 2 പേർ. കരുണാകരൻ നമ്പ്യാരുടെ ഫയൽ എനിക്കാണ് കിട്ടിയത്. കരുണാകരൻ നായരുടെ വിശദമായ സർവീസ് ഹിസ്റ്ററി ആ ഫയലിലുണ്ടായിരുന്നു. കാസർഗോഡ് ഉപ്പളയിൽ ജനനം, സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം, ഉപ്പള ഗിരിദീപം ഹൈസ്കൂളിൽ SSLC, തൃക്കരിപ്പൂർ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ മരണം. പിന്നീട് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ മൂലം പട്ടാള സർവീസിലേക്ക്. ഡിഗ്രി പൂർത്തിയാക്കിയ കരുണാകരൻ നമ്പ്യാർ 5 കൊല്ലത്തെ ഷോർട്ട് സർവീസ് കമ്മീഷൻ പദവിയിൽ ഇരുന്ന് തന്നെ ഉപരിപഠനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതി. ആ വർഷത്തെ പരീക്ഷയിൽ 1ാം റാങ്കായിരുന്നു. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഒരു അസിസ്റ്റന്റ് അറ്റേഷിയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കരുണാകരൻ നമ്പ്യാർ 11 വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. 1987 സിയാച്ചിൻ ഗ്ലോസിയർ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിന്റെ ഇടയിൽ കരുണാകരൻ നമ്പ്യാർക്ക് അതിവിശിഷ്ടമായ സേവാ മെഡൽ ലഭിച്ചിരുന്നു. പട്ടാളത്തിലെ ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ച
വളരെ ചുരുക്കം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് അദ്ദേഹം. കരുണാകരൻ നമ്പ്യാരുടെ മിലിറ്ററി സേവനത്തിൻ്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണം. അതിനുശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല. സ്ഥിരമായി ഡൽഹിയിൽ തന്നെ സെറ്റിലായി. നാട്ടിലുണ്ടായിരുന്ന വസ്തുക്കൾ വിറ്റ് കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ നമ്പ്യാർ ഡൽഹിയുടെ സന്തതിയായി. അദ്ദേഹത്തിൻ്റെ ആർമി സർവീസ് ഹിസ്റ്ററി അല്പം വിശദമായി തന്നെ ഉണ്ടായിരുന്നു. മഹാവീരചക്രം, സേനാ മെഡൽ, അങ്ങനെ ഒട്ടനേകം ബഹുമതികൾ, ഒരു ഫീൽഡ് പ്രമോഷനും. ആർമിയുടെ ബാലികേറാമലയായിരുന്നു സിയാച്ചിനിലെ ബില്ല ഫോൺല എന്ന ഖൈദി പോസ്റ്റ്. ആ യുദ്ധത്തിൽ കാട്ടിയ ധീരതയ്ക്കാണ് അദ്ദേഹത്തിന് മഹാവീരചക്രം രാഷ്ട്രം സമ്മാനിച്ചത്. അതേ വർഷം സെപ്റ്റംബറിൽ 1987 സെപ്റ്റംബറിൽ നടന്ന ഓപ്പറേഷൻ ഉജ്ജ്വൽ ശക്തിയിലേക്ക് അദ്ദേഹത്തിന് സേനാ മെഡൽ നൽകുകയുണ്ടായി. കരുണാകരൻ നമ്പ്യാർ ജനിച്ച ഉപ്പളയിലെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് എൻ്റെ അന്വേഷണം തുടങ്ങിയത്. പൂരത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ നമ്പ്യാരുടെയും ഭാര്യയായിരുന്ന ഗോമതിയുടെയും ഏകമകൻ. ആശുപത്രിയിൽ നിന്നും ജനന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച ശേഷം അടുത്ത നീക്കം കരുണാകരൻ നമ്പ്യാരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ കണ്ടെത്തുകയായിരുന്നു. ആ തിരച്ചിലിൻ്റെ ഒടുവിൽ എനിക്ക് കിട്ടിയത് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ അനുജനായിരുന്ന കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരുടെ മകൻ രാമൻ നമ്പ്യാരെയായിരുന്നു. ആ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കൊപ്ര വ്യവസായിയായിരുന്ന രാമൻ നമ്പ്യാരെ കാണാൻ എന്നോടൊപ്പം സിൻഹയും വന്നിരുന്നു. കരുണേട്ടൻ പട്ടാളത്തിൽ പോകുമ്പോൾ എനിക്ക് 12 വയസ്സാണ്, ഏട്ടന് 21. അതൊക്കെ വർഷങ്ങളായി. ഇപ്പോൾ അങ്ങനെ ഓർമ്മയില്ല. അതിനുശേഷം പിന്നെ കണ്ടിട്ടുമില്ല. സിയാച്ചിൻ യുദ്ധരംഗത്ത് പരിക്കേറ്റ കരുണേട്ടൻ കിടപ്പിലായിരുന്ന സമയത്താണ് ഗോമതി വല്യമ്മയുടെ മരണം. തെന്നി വീണ് കട്ടിലപ്പടിയിൽ തലയിടിച്ചാണ് വല്യമ്മ മരിച്ചത്. കരുണേട്ടൻ ബോഡി കാണാൻ പോലും വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. യുദ്ധത്തിൽ പരിക്കുപറ്റി ഡൽഹിയിൽ ചികിത്സയിലായിരുന്നു. അവിടേക്ക് പോയി കരുണേട്ടനെ കാണാൻ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഒട്ടേറെ തടസ്സങ്ങൾ, ഭാഷ ഉൾപ്പെടെ. മിലിറ്ററി ആശുപത്രിയിൽ അങ്ങനെ എളുപ്പത്തിൽ സന്ദർശകരെ അനുവദിക്കില്ല എന്നതുകൂടി കേട്ടതോടെ ആ ആശയം വിട്ടു. അതിനുശേഷം കരുണേട്ടൻ എൻ്റെ അച്ഛന് ഒരു കത്തെഴുതിയിരുന്നു. ഈ നാട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമില്ലെന്നും കഴിയുമെങ്കിൽ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വിറ്റ് പണം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനുമായിരുന്നു മുഖ്യമായും ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അയാൾ അകത്തുപോയി ഒരു പഴയ കത്തെടുത്തുകൊണ്ട് വന്നു. ഞാനത് വായിച്ചു. നീല നിറമുള്ള ഇല്ലൻഡിൽ പോയ കാലത്തെ വാക്കുകൾ. എത്രയും പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണൻ ചെറിയച്ഛന്. ഇപ്പോൾ ആരോഗ്യം വളരെ ഭേദമുണ്ട്. മുഖത്തും കൈയുടെ പേശികളിലും ഉണ്ടായിരുന്ന പരിക്കുകൾ കുറേയേറെ ഭേദമായി. എഴുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആശുപത്രിയിൽ തന്നെയാണ്. ഇപ്പോഴും ഡിസ്ചാർജ് ആയില്ല. അമ്മയുടെ ബലിതർപ്പണം രാമുവിനെ കൊണ്ട് നടത്തിയത് കാര്യമായി. അമ്മയ്ക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയില്ലാത്ത നാട്ടിലേക്ക് എനിക്ക് മടങ്ങാൻ തോന്നുന്നില്ല. ചെറിയച്ഛൻ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. അച്ഛൻ്റെ പേരിലുള്ള തെങ്ങിൻതോപ്പും ഞങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലവും വിൽപ്പന ചെയ്ത് പണം എൻ്റെ ബാങ്കിലേക്ക് ഇടാൻ ദയവുണ്ടാകണം. രേഖകളെല്ലാം വീട്ടിൽ അമ്മയുടെ കാൽപ്പെട്ടിയിൽ ഇരിപ്പുണ്ട്. വിലയൊന്നും എനിക്ക് പ്രശ്നമല്ല. കിട്ടുന്ന വിലയ്ക്ക് കൊടുത്തേക്ക്. ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഉടൻ ഞാൻ ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിലേക്കാണ് എനിക്ക് പണം വേണ്ടി വരിക. രാമുവിനും ലക്ഷ്മിയിടത്തേക്കും സുഖമാണെന്ന് കരുതുന്നു. ശരീരത്തിലെ മുറിവുകൾ പൂർണ്ണമായും ഭേദമാകാൻ ഇനിയും 2 മാസത്തോളം എടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുവരെ കത്തുകൾ ആശുപത്രി മേൽവിലാസത്തിൽ അയച്ചാൽ മതി. ഞാൻ പുറത്തിറങ്ങിയ ശേഷം സ്ഥിരം മേൽവിലാസം അയച്ചു തരാം. സ്ഥലം വിൽപ്പനയുടെ കാര്യം മടികൂടാതെ ചെയ്യുമെന്ന് കരുതട്ടെ. ആരോഗ്യം നേരെയായാൽ തീർച്ചയായും ഞാൻ നാട്ടിൽ വരും. നിറസ്നേഹത്തോടെ കരുണാകരൻ നമ്പ്യാർ. എൻ്റെ മകൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അവനിതെല്ലാം സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും കളയാതെ ഞാനിത് സൂക്ഷിച്ചു. ആ കത്തിനോടൊപ്പം കരുണാകരൻ നമ്പ്യാരുടെ പഴയ കുറച്ച് ചിത്രങ്ങളും ഡയറി കുറിപ്പുകളും ഞങ്ങൾക്ക് കിട്ടി. സ്ഥലം വിറ്റ രേഖകളും അത് ബാങ്കിൽ അടച്ച സ്ലിപ്പും പോലും അയാൾ സൂക്ഷിച്ചിരുന്നു. പ്രാഥമിക വിദ്യാലയത്തിൽ നിന്ന് അധികം വിവരങ്ങൾ കിട്ടിയില്ലെങ്കിലും ഹൈസ്കൂളിലെ പഴയ ഹെഡ്മാസ്റ്റർ ജീവനോടെ ഉണ്ടായിരുന്നു. കരുണാകരൻ നമ്പ്യാരെ കുറിച്ച് നല്ലത് മാത്രമേ അദ്ദേഹത്തിന് ഞങ്ങളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. പഠനത്തിൽ അതിസമർത്ഥനും ബാഡ്മിൻ്റണിൽ ജില്ലാ ജേതാവുമായിരുന്ന നമ്പ്യാർ സ്കൂൾ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അടുത്ത നീക്കം കോളേജിലേക്കായിരുന്നു. അവിടെയും അദ്ദേഹത്തെ പറ്റി മോശമായൊന്നും കേട്ടിരുന്നില്ല. ഡിഗ്രി പഠനം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കി അദ്ദേഹം നേരെ ആർമിയിൽ ചേരുകയായിരുന്നു. പിന്നീടുള്ളതെല്ലാം ഔദ്യോഗിക രേഖകളിലുണ്ടായിരുന്നു. സൈന്യത്തിൻ്റെ ചെലവുകളിൽ ഉപരിപഠനം പൂർത്തിയാക്കി അദ്ദേഹം സിവിൽ സർവീസ് എഴുതി. ആദ്യ ശ്രമത്തിൽ തന്നെ അദ്ദേഹത്തിന് 3ാം റാങ്ക്. 1990 അദ്ദേഹം സിവിൽ സർവീസിലേക്ക്. നാട്ടിലെ വസ്തുവകകൾ വിറ്റുകിട്ടിയ പണവും ശമ്പളത്തിൽ ബാക്കിയുണ്ടായിരുന്നത് ഒരു ബാങ്ക് ലോണും സ്വരൂപിച്ചാണ് ബസ്തി മാർഗിലെ 12ാം നമ്പർ വീട് അദ്ദേഹം വാങ്ങിയത്. അദ്ദേഹത്തോടൊപ്പം ആർമിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ആളുകളെ കണ്ടെത്താനായി പിന്നീട് എൻ്റെ ശ്രമം. സൈനിക മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച മേൽവിലാസങ്ങൾ ഉപയോഗിച്ച് കുറേയേറെ ശ്രമിച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന 9 പേരെ എനിക്ക് കണ്ടെത്താനായി. ബാരക്കിലെ തമാശക്കാരൻ, കലാകായിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യം. എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രമേ നമ്പ്യാരെ കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിൻ്റെ അവസാന കമാൻഡിംഗ് ഓഫീസറായിരുന്ന റിട്ടയർഡ് ബ്രിഗേഡിയർ രാഘവനെ കാണാൻ ഞാൻ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. എല്ലാ പട്ടാളക്കാർക്കും ഒരു സ്ഥിരം സ്വഭാവമുണ്ടല്ലോ, കഥ പറയുക എന്നത്.
ഇവിടെയും അനുഭവം മറിച്ചായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം പൂന്തോട്ടത്തിലിരുന്ന് കാപ്പിയും സമൂസയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കഥ തുടങ്ങി. 87 സാർ, സിയാച്ചിൻ ഒരു പ്രശ്നമേഖലയാകുന്നത് തന്നെ. അന്ന് പാകിസ്ഥാൻ സേന സിയാച്ചിൻ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ആവശ്യത്തിലേക്കായി അവർ യൂണിഫോമുകൾ ഓർഡർ ചെയ്തത് ലണ്ടനിലെ ഒരു കമ്പനിയിൽ നിന്നായിരുന്നു. ഈ മഞ്ഞ് പുതച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ തൂവെള്ള നിറത്തിലുള്ള തണുപ്പിനെ പ്രതിരോധിക്കുന്ന പ്രത്യേകതരം യൂണിഫോമുകളാണ് പാകിസ്ഥാൻ സേന ലണ്ടനിൽ നിന്നും ഓർഡർ ചെയ്തത്. അത് പാകിസ്ഥാൻ സേനയ്ക്ക് പറ്റിയൊരു വലിയ അബദ്ധമായിരുന്നു. ഇന്ത്യൻ സേനയും അതേ യൂണിഫോമുകൾ ആ സ്ഥാപനത്തിൽ നിന്നാണ് ആവശ്യമായ യൂണിഫോമുകൾ വാങ്ങിയിരുന്നത്. അതവരറിഞ്ഞില്ല. ആ കടയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഇന്ത്യക്കാരൻ ആർമി മന്ത്രാലയത്തെ വിവരമറിയിക്കുകയും ഇന്ത്യൻ സേന ഉടനെ തന്നെ അടിയന്തരമായി 1000ഓളം യൂണിഫോമുകൾ വാങ്ങി നമ്മുടെ സേനയെ പാകിസ്ഥാന് മുമ്പ് തന്നെ സിയാച്ചിനിൽ വിന്യസിക്കുകയും ചെയ്തു. അന്ന് ഈ കരുണാകരൻ നമ്പ്യാർ ഒരു വെറും ഓഫീസറായിരുന്നു. അയാൾ ഷോർട്ട് സെലക്ഷൻ കമ്മീഷനിലാണ് വന്നത്. അക്കാലമൊക്കെ 5 വർഷം മാത്രമേ നിർബന്ധിത സേവനമുണ്ടായിരുന്നുള്ളൂ. സിയാച്ചിൻ ഖൈദി പോസ്റ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൽ കരുണാകരൻ നമ്പ്യാർ ഉൾപ്പെടെ 24 പട്ടാളക്കാരുടെ പ്ലാറ്റൂൺ ചെന്നുപെട്ടത് ഏകദേശം 100ഓളം വരുന്ന പാക് സേനയുടെ മുന്നിലായിരുന്നു. അതികഠിനമായ മഞ്ഞുവീഴ്ചയായിരുന്നു ആ സമയത്ത്. കൂടുതൽ സേനയെ അവിടെ എത്തിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അന്നത്തെ ദിവസം 22 ഭാരതപുത്രന്മാർ സിയാച്ചിനിൽ മരിച്ചു വീണു. കൂടെയുള്ളവരുടെ ശരീരാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കരുണാകരൻ നമ്പ്യാർ ധീരമായി പൊരുതി. ഗ്രേനേഡ് ആക്രമണത്തിൽ പരിക്കേറ്റെങ്കിലും 100ഓളം വരുന്ന പാക് സേനയെ മുഴുവൻ അയാൾ പൊരുതി തോൽപ്പിച്ചു. പിറ്റേ ദിവസം ഉച്ചയോടെ അവിടെ എത്തിയ ഞങ്ങളുടെ ഫോർവേഡ് ബറ്റാലിയൻ കണ്ടത് പരിക്കേറ്റ നമ്പ്യാരെയും ഏകദേശം 100 പാകിസ്ഥാനികളുടെ മൃതശരീരങ്ങളുമാണ്. ഈ നമ്പ്യാരും പിന്നെ അയ്യൂബ് എന്ന ജലന്ധർക്കാരന് മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത്. അയ്യൂബ് പരിക്കുകൾ മൂലം ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. മുഖത്തും ശരീരത്തിലുമെല്ലാം ഗ്രാനേഡ് ചീളുകൾ തറച്ച് പരിക്കേറ്റിരുന്ന നമ്പ്യാരെ അന്ന് തന്നെ കാശ്മീർ ആർമി ആശുപത്രിയിലേക്കും പിന്നീട് ഡൽഹി സഫ് ദർജംഗ ആർമി ആശുപത്രിയിലേക്കും മാറ്റി. കരുണാകരൻ നമ്പ്യാരുടെ പരിക്കുകളും സാരമുള്ളവയായിരുന്നു. തുടയിലും മുഖത്തും തോളിലും വയറിലുമൊക്കെ ഗ്രാനേഡ് കഷ്ണങ്ങൾ തറച്ചു കയറിയിരുന്നു. ഞാൻ കാണാൻ ചെല്ലുമ്പോൾ മുഖവും ശരീരവും മുഴുവനും ബാൻഡേജ് ചെയ്ത് ഡൽഹി ആർമി ആശുപത്രിയിലെ ICUയിലായിരുന്നു അയാൾ. അയാളുടെ അമ്മ മരിച്ച വിവരം അറിയിക്കാൻ വേണ്ടിയാണ് കമാൻഡിംഗ് ഓഫീസർ കൂടിയായ ഞാൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, അത്ര ക്ഷീണിതനായിരുന്നു. ബ്രിഗേഡിയർ രാഘവന്റെ ശരീരം ഇവിടെ എൻ്റെ മുന്നിലായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിപ്പോഴും സിയാച്ചിനിൽ ആണെന്ന് തോന്നും ആ മുഖം കണ്ട. അതിനുശേഷം ഒരു മാസത്തോളം കഴിഞ്ഞു. മറ്റൊരു ആവശ്യത്തിനായി സഫ് ദർജംഗ് മിലിറ്ററി ആശുപത്രിയിലെത്തിയ ഞാൻ നമ്പ്യാരെ അന്വേഷിച്ചപ്പോൾ അയാൾ ഡിസ്ചാർജായി പോയി എന്നറിയാൻ കഴിഞ്ഞു. 1 വർഷത്തോളം അവധിയിലായിരുന്ന അയാളെക്കുറിച്ച് പിന്നീട് ഞാൻ കേൾക്കുന്നത് സിവിൽ സർവീസ് റാങ്ക് കിട്ടിയ വാർത്തയാണ്. സാധാരണ നിലയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ 5 വർഷത്തേക്ക് നിർബന്ധിത സേവനമാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ താല്പര്യം മുൻനിർത്തി സൈന്യം ഒരു പ്രത്യേക ഓർഡർ വഴി അദ്ദേഹത്തെ ആർമിയിൽ നിന്ന് റിലീസ് ചെയ്യുകയായിരുന്നു. ചെറുതായി തണുപ്പ് തുടങ്ങിയിരുന്നു. ബ്രിഗേഡിയർ വടികുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലിൽ ഒരു പഴയ മുറിവുണ്ട്. തണുപ്പ് കൂടി കഴിയുമ്പോൾ അവൻ പ്രശ്നമുണ്ടാകും. എഴുന്നേറ്റ് എന്നെയും കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ രാഘവൻ സാർ ചിരിച്ചു. വിവേക് എന്നെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു. പരസ്പരം ഇമെയിൽ മാത്രം ബന്ധപ്പെട്ടാൽ മതിയെന്നുള്ള അവൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ അവനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറയാതിരുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ 2 തവണ ഞാൻ മധുമതിയെ വിളിച്ച് രേണുകയെ പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. രേണുകയുടെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങുന്നു, ഫ്ലാറ്റിലേക്ക് മടങ്ങുന്നു. അവർക്ക് സന്ദർശകരോ ഫോൺ കോളുകളോ ഇല്ല. ലീവിലായിരുന്ന SP സാറിനെ ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ രാജഗോപാൽ സാറിനോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. താൻ ശരിയായ വഴിയിൽ തന്നെയാണ് മുന്നേറുന്നത് സുനിൽ. അന്വേഷണം തുടർന്നോളൂ. ഞാൻ ഇനിയും ഒരാഴ്ച ലീവിൽ തന്നെയായിരിക്കും. റിട്ടയർമെൻറ്റിന് മുമ്പായി അവധികൾ എടുത്തു തീർക്കണം. ജോസിനെയും വേണുവിനെയും വിളിച്ച് ഞാൻ വേറെ ഒരു അന്വേഷണത്തിലാണെന്നും അധികം വൈകാതെ മനോമോഹൻ കേസിലേക്ക് തിരിച്ചെത്താമെന്ന് ഞാൻ അവരെ സമാധാനിപ്പിച്ചു. ഞാൻ നമ്പ്യാർക്ക് പിന്നാലെ ചുറ്റിത്തിരിയുമ്പോൾ ജോസും വേണുവും വെറുതെ ഇരുന്നില്ല. ഓട്ടോറിക്ഷ വിറ്റ വിമലിൻ്റെ കയ്യിൽ നിന്നും ആ ഒറിജിനൽ കരാറെടുത്ത് ഫിംഗർ പ്രിൻ്റ് വിദഗ്ധർക്ക് അയച്ചു കൊടുത്തു. ആധാർ ഡാറ്റാബേസിൽ നിന്ന് ഫിംഗർ പ്രിൻ്റ് വഴി ആ വാഹനം വാങ്ങിയത് ഒരു മോഹനൻ നായരാണെന്ന് മനസ്സിലായി. അയാൾ ഇന്നലെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നാളെ രാവിലെ ജോസ് അങ്ങോട്ട് പോകുന്നു. വിവരങ്ങൾ അറിയിക്കാൻ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കേസിൽ ചെറിയൊരു ചലനം ഉണ്ടായിട്ടുണ്ടെന്ന വസ്തുത എന്നെ സന്തോഷിപ്പിച്ചിരുന്നു. കരുണാകരൻ നമ്പ്യാർ ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ എനിക്ക് സാധിച്ചില്ല. നന്ദൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ആ ഒരു കടലാസിന് 10 കോടി രൂപ വിലയുണ്ട്. ഇത്രയും പണം അയാൾ എവിടെ ഒളിപ്പിക്കുന്നു? വിനായകമൂർത്തിയെ പറ്റിയുള്ള വിവേകിൻ്റെ അന്വേഷണം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരുന്നു. അയാളുടെ വീടിൻ്റെ ലോണും മകന് കാർ വാങ്ങിയതിൻ്റെ ലോണും ഇപ്പോഴും അടയ്ക്കുന്നുണ്ട്. അത്ര ആഡംബര ജീവിതമൊന്നുമല്ലെങ്കിലും അത്യാവശ്യം കടങ്ങളുള്ള വ്യക്തിയാണ് വിനായകമൂർത്തി എന്നറിഞ്ഞതോടെ അയാളെയും സംശയത്തിൽ നിന്നും ഒഴിവാക്കാൻ വിവേക് തീരുമാനിച്ചു. പിന്നെ ആര്? ഈ 3 പേരിൽ ഒരാളെന്ന് വിവേക് തീർച്ചയായും പറയുമ്പോൾ ഇതിൽ ആരെങ്കിലും തന്നെയായിരിക്കണം ആ ലെറ്റർ
ഹെഡ് എംബസിയിൽ നിന്ന് കൈവശപ്പെടുത്തി പുറത്തുവിട്ടിരിക്കുന്നത്. പർവീൻ മാത്തൂർ അവിവാഹിതയാണ്. അവരുടെ ശമ്പളത്തിലെ ഏറിയ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് പോകുന്നതെന്ന് അന്വേഷിച്ചറിഞ്ഞതോടെ അവരെയും തുടർന്ന് സംശയിക്കാൻ നിവൃത്തിയില്ലാതെയായി. കരുണാകരൻ നമ്പ്യാർ, അയാളിലേക്കാണ് എപ്പോഴും തെളിവുകൾ മടങ്ങിയെത്തുന്നത്. വീണ്ടും അയാളുടെ വിശദാംശങ്ങൾ എടുത്ത് പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ അയാൾ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രാമൻ നമ്പ്യാർ തന്ന കരുണാകരൻ്റെ ഡയറിയിലെ എഴുത്തുകൾക്ക് ഒരു ഇടങ്കയ്യൻ്റെ പോലെയായിരുന്നു. എഴുതുമ്പോൾ അല്പം പടർന്നു പോകുന്ന എഴുത്തുകൾ. പക്ഷേ സ്കൂൾ ക്രിക്കറ്റ് ടീമിൻ്റെ ഫോട്ടോകൾക്കിടയിൽ വലതു കൈയിൽ ബാറ്റ് പിടിച്ചു നിന്ന കരുണാകരൻ നമ്പ്യാരെ കണ്ടപ്പോൾ എനിക്ക് സംശയങ്ങൾ കൂടി വന്നു. ഞാൻ ജോണിനെയും വേണുവിനെയും ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു, ഒപ്പം ഡയറിയും. ഇത് ഇടത് കൈക്ക് സ്വാധീനമുള്ള ഒരാൾ എഴുതിയതാണ് സാറേ. അപ്പോഴാണ് അക്ഷരങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് പടരുന്നത്. വേണു ഡയറി നോക്കി അസന്നിഗ്ധമായി പറഞ്ഞു. ഞാൻ ആ ഫോട്ടോകൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴാണ് ആ ക്രിക്കറ്റ് കളിക്കുന്ന ഫോട്ടോയുടെ പിന്നിലായി സ്കൂൾ ഗ്രൗണ്ടിൽ അകലെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലെ രജിസ്ട്രേഷൻ നമ്പറുകൾ ഞാൻ ശ്രദ്ധിച്ചത്. അത് തലതിരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അക്കാലങ്ങളിൽ ഫോട്ടോ ഫിലിമുകൾ അധികം ഇല്ലാതിരുന്ന സമയത്ത് പല സ്റ്റുഡിയോയിലെ ഫോട്ടോഗ്രാഫർമാരും പ്ലേറ്റുകളിലായിരുന്നു ഫോട്ടോകൾ എടുക്കാറുള്ളത്. പിന്നീട് സ്വന്തം സ്റ്റുഡിയോയിലെത്തി അത് ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് അടിക്കുമ്പോൾ പലപ്പോഴും തലതിരിഞ്ഞു പോകാറുണ്ടായിരുന്നു. ഡാർക്ക് റൂമിൽ പറ്റുന്ന ഒരു കയ്യബദ്ധം. നമ്പ്യാർ വീട്ടിലേക്ക് എഴുതിയ അവസാന കത്തിൽ ഇടതുകൈയിൻ്റെ ഒരു അടയാളവും കണ്ടില്ല. ആ സംശയം തീർക്കാൻ രാമൻ നമ്പ്യാരെ ഒരിക്കൽ കൂടി ഞാൻ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു. കരുണാകരൻ നമ്പ്യാർ ഒരു ഇടങ്കയ്യനാണെന്ന് അയാൾ തീർത്തു പറഞ്ഞു. ക്രിക്കറ്റ് ടീമിൻ്റെ വിവരണത്തിലും ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ, ബൗളർ എന്ന് എഴുതിയിരുന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നമ്പ്യാർ ഇടങ്കൈ കൊണ്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു ചിത്രവും അദ്ദേഹം എനിക്ക് ഇമെയിൽ ചെയ്തു തന്നു. വിവേകിനോട് സംസാരിക്കവേ ഞാൻ ഇക്കാര്യം പറഞ്ഞു. അവൻ കളിയാക്കുന്നത് പോലെ ചിരിച്ചു. പക്ഷേ 2 മണിക്കൂറിന് ശേഷം വിവേക് എന്നെ വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ സന്തോഷമുണ്ടായിരുന്നു. സുനിൽ, താങ്ക്സ്. ലണ്ടനിൽ ഫസ്റ്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന കരുണാകരൻ നമ്പ്യാർ ഒരു വലങ്കയ്യനാണ്. അടുത്ത 2 ദിവസങ്ങൾ എൻ്റെ അന്വേഷണം ഏറെ മുന്നോട്ട് കൊണ്ടുപോയി. അടുത്ത നീക്കം തന്നത് ബാംഗ്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടായിരുന്നു. രേണുകയിൽ പ്രകടമായ മാറ്റങ്ങൾ. വളരെ സന്തോഷവതിയാണ് അവരിപ്പോൾ. 2 ആഴ്ച കൊണ്ട് അവരാകെ മാറി. കോളുകളൊന്നും വിളിച്ചിട്ടില്ല. അടുത്തവനെ തപ്പിയെടുത്ത് കാണും സാറേ, അല്ലാതെന്ത് എന്നായിരുന്നു രേണുകയുടെ കാര്യം പറഞ്ഞപ്പോൾ വേണുവിൻ്റെ മറുപടി. പിന്നെ ഉണ്ടായൊരു നേരിയ പുരോഗതി ആ വാഹനം വാങ്ങിയ മോഹനെ കണ്ടെത്തിയതായിരുന്നു. അയാളെ കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴ സ്റ്റേഷനിൽ ജോസ് നേരിട്ട് പോയി അയാളെ ചോദ്യം ചെയ്തു. 2 വണ്ടി വാങ്ങിയത് അവൻ തന്നെയാണ്. അവൻ്റെ പരിചയക്കാരൻ ഒരു സുഭാഷിന് വേണ്ടി. വാങ്ങാൻ പണം കൊടുത്തതും സുഭാഷ് തന്നെയാണ്. വാങ്ങിയ 3-ാം തീയതി രാത്രി തന്നെ സുഭാഷ് വണ്ടിയുമായി പോയെന്നും അയാൾ പറഞ്ഞു. ഫോണിലൂടെ അത്രയും പറയുമ്പോഴും ജോസ് ഉത്സാഹഭരിതനായിരുന്നു. ഈ സുഭാഷ് എന്ന് പറയുന്നവൻ ചിറ്റാറുകാരനാ സാറേ. അന്വേഷിച്ചപ്പോൾ അവൻ അധികം നാട്ടിലൊന്നും വരാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരതാമസം വടക്കെവിടെയാണ് എന്നതിനപ്പുറം നാട്ടുകാർക്ക് ഒന്നും അറിഞ്ഞുകൂടാ. നാട്ടിൽ കുടുംബമോ കൂടപ്പിറപ്പുകളോ ചങ്ങാതിമാരോ ഇല്ല. എന്തായാലും അവന് വേണ്ടിയിട്ട് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം സാർ. ജോസ് നിർത്തി. രേണുകയെ വാച്ച് ചെയ്യുന്ന റിപ്പോർട്ട് ഒന്നുകൂടി വായിച്ചു. അവർ പഴയ മ്ലാനത ഉപേക്ഷിച്ചിരിക്കുന്നു. കടയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളിൽ ഐസ്ക്രീം, പിസ്സ ഓർഡർ ചെയ്യുന്നു. അവർക്ക് ഫോൺ കോളുകൾ ഒന്നും തന്നെ വന്നിരുന്നില്ല. കത്തുകൾ പോലും പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകതകൾ ഒന്നും തന്നെ കണ്ടില്ല. എന്തുകൊണ്ടാണ് അവരുടെ സ്വഭാവത്തിന് ഇത്രയും വേഗം ഒരു മാറ്റം വന്നത്? വേണു പറഞ്ഞതുപോലെ വേറെ ആരെയെങ്കിലും? സുഭാഷിനെ കണ്ടുപിടിക്കാൻ പോലീസ് രാജ്യവ്യാപകമായി തന്നെ നോട്ടീസ് കൊടുത്തിരുന്നു. ഇനി അവനെ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ബാക്കി. അവൻ്റെ ഫോൺ നമ്പർ വെച്ച് ട്രേസ് ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നു. വിവേകിന് അയച്ച ഇമെയിൽ അവൻ വായിച്ചിട്ടുണ്ട്. പിന്നെ കാണാമെന്നൊരു മറുപടി മാത്രം അവൻ്റെ വക. SP സാർ 1-2 തവണ വിളിച്ച് അന്വേഷിച്ചിരുന്നു. എല്ലാം എവിടെയോ തടഞ്ഞു നിൽക്കുന്നു. മുന്നോട്ട് പോകാൻ എന്തോ ഒരു ചെറിയ തടസ്സം. അത് തിരിച്ചറിഞ്ഞ് നീക്കിയാൽ മതി, കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമാകും. മധുമതിയുടെ അടുത്ത കോൾ എൻ്റെ കേസിലേക്ക് ഒരു പുതിയ പ്രശ്നം കൂടി സമ്മാനിച്ചു. സുനിൽ, മധുമതിയാണ്. പറയൂ മാഡം. ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ്. താങ്കളുടെ കേസുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. എന്താണ്? ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ കണ്ടു, ലോകേഷ് K എന്ന പേരിൽ. അയാൾ നിങ്ങളുടെ മനോമോഹൻ്റെ മാനേജറാണ് ഇവിടെ ബാംഗ്ലൂരിൽ. ലോകേഷിനെ അറിയാം. ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ B2 സ്റ്റേഷനിൽ പോയപ്പോൾ യാദൃശികമായി കണ്ടതാണ്. എന്തായാലും FIRൻ്റെ കോപ്പി ഞാൻ ഇമെയിൽ ചെയ്യാം. താങ്ക് യു മാഡം. ലോകേഷിൻ്റെ തിരോധാനം മനോമോഹൻ്റെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഇമെയിലിൽ വന്ന FIR കോപ്പി ഞാൻ പ്രിന്റ് ചെയ്തെടുത്തു. ഭവാനി ലോകേഷ് ഫയൽ ചെയ്ത ആ പരാതിയിൽ അവർ പറഞ്ഞത് ഭർത്താവിനെ 2 മാസത്തോളമായി കാണുവാനില്ല എന്നായിരുന്നു. TB സാനിറ്റോറിയത്തിൽ 2 മാസം ചികിത്സയ്ക്ക് ജനുവരി 5-ന് പോയ ലോകേഷ് മടങ്ങി വരാൻ വൈകിയപ്പോൾ അവർ അവിടെ പോയി അന്വേഷിച്ചു. അയാൾ അവിടെ അഡ്മിറ്റ് ആയിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവർ ഉടനെ തന്നെ പോലീസിൽ പരാതി നൽകി. സ്ഥിരമായി അങ്ങനെ പോകാറുണ്ടായിരുന്നു എന്നതിനാലാണ് നേരത്തെ അന്വേഷിക്കാഞ്ഞത്. 5 അടി 10 ഇഞ്ച് പൊക്കം, വെളുത്ത നിറം, ഏകദേശം 72 കിലോ തൂക്കം. അവസാനം കാണുമ്പോൾ ധരിച്ചിരുന്നത് ബ്രൗൺ നിറമുള്ള സഫാരി സൂട്ട്. വലത് കാൽമുട്ടിന് താഴെയുള്ള സർജറി ചെയ്ത പാട്.
അതിനോടൊപ്പം ഉണ്ടായിരുന്ന ഫോണിലേക്ക് ഞാൻ വിളിച്ചു. ലോകേഷിൻ്റെ മകനാണ് എടുത്തത്. ഞാൻ സുനിൽ എബ്രഹാം, IPS ഫ്രം കേരള പോലീസ്. പറയൂ സാർ. ലോകേഷിൻ്റെ കാലിൽ എന്തിനായിരുന്നു സർജറി നടത്തിയത്? അച്ഛൻ മുൻപൊരിക്കൽ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞിരുന്നു. അന്ന് സർജറി ചെയ്ത് പിന്നിട്ടതാണ്. ഓക്കെ പറഞ്ഞ് ഞാൻ വെച്ചു. എവിടെയോ ഇങ്ങനെയൊന്ന് വായിച്ച ഓർമ്മയിൽ ഞാൻ മനോമോഹൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തപ്പിയെടുത്തു. മനോമോഹൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടിലും 5 അടി 10 ഇഞ്ച് പൊക്കം, വെളുത്ത നിറം, വലതുകാലിൽ സർജറിയുടെ പാട്. ഉടൻ തന്നെ പ്രീതിയെ കാണാൻ പോയി. ആചാരപ്രകാരം ദഹിപ്പിച്ചു കഴിഞ്ഞ മനോമോഹൻ്റെ ചിതാഭസ്മങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ അത് കണ്ടെടുത്തു. 2 ലോഹപ്പിന്നുകൾ. അപ്പോൾ മനോമോഹൻ എന്ന പേരിൽ ഇവിടെ കൊല്ലപ്പെട്ടതും ദഹിപ്പിച്ചതുമൊക്കെ ലോകേഷാണ്. ആ പിന്നുകൾ കയ്യിലെടുത്ത് ഞാൻ മടങ്ങി. പ്രീതിയോട് പിറ്റേന്ന് എൻ്റെ ഓഫീസിൽ വരാൻ ആവശ്യപ്പെട്ടു. ആ പിന്നുകളിലെ സീരിയൽ നമ്പറുകൾ ബാംഗ്ലൂരിലേക്ക് ഇമെയിൽ ചെയ്ത് എനിക്ക് തെറ്റിയില്ല. ആശുപത്രി രേഖകൾ പ്രകാരം ആ പിന്നുകൾ ലോകേഷിൻ്റെ കാലിൽ പിടിപ്പിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് സംസാരിച്ച ലോകേഷ് ആരാണ്? മനോമോഹൻ എവിടെ? പിറ്റേന്ന് രാവിലെ പ്രീതി, മനോമോഹനും മകളും ഒരു ബന്ധുവിനോടൊപ്പം സ്റ്റേഷനിലേക്ക് എത്തി. മൊഴി റെക്കോർഡ് ചെയ്യാൻ സൗകര്യമുള്ള ആ മുറിയിലിരുന്നായിരുന്നു ഞങ്ങളുടെ സംഭാഷണം. ചില സാധാരണ ചോദ്യങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, മരിച്ചത് മനോമോഹനാണെന്ന് പ്രീതി എങ്ങനെ ഉറപ്പിച്ചു? ഏട്ടൻ്റെ ഉയരം, മനുവേട്ടൻ ധരിച്ചിരുന്ന സഫാരി സൂട്ട്, കടും നീല നിറമുള്ള ആ സൂട്ട് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കയ്യിലെ വാച്ച്, മോതിരം, ഷൂസ്. അല്ലാതെ വേറെ എന്തെങ്കിലും? അവർ പകപ്പോടെ എന്നെ നോക്കി. വല്ല മറുകോ മുറിവിൻ്റെ പാടുകളോ? ഞാൻ വീണ്ടും ചോദിച്ചു. ഇല്ല സാർ, മരിച്ചത് മനുവേട്ടൻ തന്നെയാണ്. ആ കാഴ്ച എൻ്റെ കണ്ണിൽ നിന്നും ഒരിക്കലും ആയില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പിന്നീട് എപ്പോഴെങ്കിലും മനോമോഹൻ പ്രീതിയെ വിളിച്ചിരുന്നു? ഇല്ല. എങ്ങനെയാണ് സാർ? അവരുടെ ശബ്ദം ദുർബലമായിരുന്നു. അവർ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാമായിരുന്നു. മനോമോഹൻ അവരെ കോണ്ടാക്ട് ചെയ്താലോ എന്ന ഊഹത്തിൽ ഞാൻ തൽക്കാലം മരിച്ചത് ലോകേഷാണെന്ന് പറയാൻ പോയില്ല. എല്ലാം ഒന്നുകൂടി ക്ലിയർ ആവട്ടെ, എന്നിട്ട് വെളിപ്പെടുത്താം. മനോമോഹൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അയാൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ള 2 പേരേ ഉള്ളൂ. ഒന്നുകിൽ പ്രീതി, അല്ലെങ്കിൽ രേണുക. രേണുകയുടെ മേലുള്ള പോലീസിന്റെ കണ്ണുകൾ അല്പം കൂടി കൃത്യമായി വേണമെന്ന് ഞാൻ മധുമതിയോട് ആവശ്യപ്പെട്ടു. അവർ നഗരം വിട്ടു പോവുകയാണെങ്കിൽ അവരെ പിന്തുടരാൻ ആവശ്യമായ ഏർപ്പാടുകൾ വരെ ചെയ്തിട്ടുണ്ടെന്ന് മധുമതി പറഞ്ഞു. രേണുക പുറത്തേക്ക് വിളിച്ച 2 നമ്പറുകളിൽ ഒരെണ്ണം ഒരു ബ്യൂട്ടി പാർലറും ഒരെണ്ണം ഗ്യാസ് ബുക്ക് ചെയ്യാനുമാണെന്ന് ഞാൻ കണ്ടെത്തി. അപ്പോൾ അവർ ഏത് നമ്പറിൽ നിന്നും വിളിച്ചാണ് പിസ്സ ഓർഡർ ചെയ്തത്? പിസ്സ അവിടെ ഡെലിവറി ചെയ്യുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ പിസ്സ കടക്കാർ അവിടെ പിസ്സ ഡെലിവറി ചെയ്തിട്ടില്ല. കടയിൽ നിന്ന് പിസ്സ വാങ്ങിയവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ഒത്തുകൂടി, ഞാനും വേണുവും ജോസും. ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ അവരോട് പറഞ്ഞു. മനോമോഹൻ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് ഒരു ഞെട്ടലോടെയാണ് അവർ കേട്ടത്. ആളറിയാതിരിക്കാൻ തന്നെയാണ് തല വെട്ടിയെടുത്തത്. മനോമോഹൻ അവനാവണം എല്ലാത്തിൻ്റെയും പിന്നിൽ. അവനെ തപ്പിയെടുത്ത് ചവിട്ടിക്കൂട്ടിയാൽ സത്യം പുറത്തു വരും സാറേ. ജോസ് പല്ലിഞ്ഞെരിച്ചു. അവൻ രേണുകയെ കാണാനെത്തും സാർ, അല്ലെങ്കിൽ അവൾ അവൻ്റെ അടുത്തേക്ക് പോകും. ഇപ്പോൾ സ്വാതന്ത്ര്യമാണല്ലോ. അയാൾക്ക് ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. അവരുടെ നീക്കങ്ങൾ വാച്ച് ചെയ്താൽ മനോമോഹനെ കണ്ടെത്താം. വേണുവിൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു എനിക്കും. സംസാരത്തിൻ്റെ ഇടയിൽ ജോസിൻ്റെ ഫോൺ അടിച്ചു. ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ജോസ് വളരെ സന്തോഷത്തോടെയാണ് മടങ്ങി വന്നത്. സുഭാഷിനെ പൊക്കി സാർ. കക്ഷി കൊല്ലം കാവനാട് പോലീസ് സ്റ്റേഷനിലുണ്ട്. രാവിലെ ബീവറേജിൻ്റെ മുന്നിൽ നടന്ന വഴക്കിൽ ആളുകളെടുത്ത് പഞ്ഞിക്കിട്ടതാ. പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് ലുക്കൌട്ട് നോട്ടീസ് വായിച്ചിരുന്ന SI അവനെ ശ്രദ്ധിച്ചത്. പരിക്കുകൾ ഉള്ളതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പോലീസ് കാവലുണ്ട്. ഏത് ആശുപത്രിയിൽ? ഗവൺമെൻറ് ആശുപത്രി, കാവനാട്. SI അടക്കം ആശുപത്രിയിൽ വേണമെന്ന് വിളിച്ചു പറ ജോസേ. നമ്മൾ ഉടനെ പുറപ്പെടുമെന്നും. ഞാൻ യൂണിഫോം ഇടാൻ അകത്തേക്ക് നടന്നു. കോട്ടയത്ത് നിന്നും കൊല്ലം വരെ എത്താൻ 3 മണിക്കൂർ എടുത്തത് ഒരു ശകനപ്പിഴയായിരുന്നു. കാവനാട് ആശുപത്രിയിൽ ഞങ്ങളെത്തുമ്പോൾ ഡ്യൂട്ടി SI ഷാജഹാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടയുടൻ സല്യൂട്ട് ചെയ്ത് അയാൾ അടുത്തേക്ക് വന്നു. അവൻ പോയി സാറേ, അയാൾ പരുങ്ങലോടെ പറഞ്ഞു. എവിടെ പോയെന്ന്? താനിവിടെ എന്നാ കൂപ്പുണ്ടാക്കുമായിരുന്നു? ജോസ് അലറി. ഹോം മിനിസ്റ്റർ നേരിട്ട് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു സാർ വിടാൻ. അയാൾ പതുക്കെ പറഞ്ഞു. ഹോം മിനിസ്റ്ററോ? ചോദ്യം എൻ്റേതായിരുന്നു. ആ സാറേ, ഒരു 15 മിനിറ്റ് മുമ്പാണ്. എന്നെ ആരോ ഫോണിൽ വിളിച്ചു. ഹോം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ മിനിസ്റ്ററുടെ ഓഫീസ് നമ്പർ തപ്പിയെടുത്ത് തിരിച്ചു വിളിച്ചു. മിനിസ്റ്റർ തന്നെയായിരുന്നു ഫോൺ എടുത്തത്. അവനെ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു നിർബന്ധിച്ചു. ഞാൻ വിലങ്ങഴിച്ചു. അയാൾ പോയി എന്ന് പറഞ്ഞ ശേഷമാണ് മിനിസ്റ്റർ ഫോൺ വെച്ചത്. എന്നിട്ട് അയാൾ എങ്ങോട്ട് പോയി? വേണു ചോദിച്ചു. ഒരു വെള്ള സുമോ വന്നു. അയാൾ അതിൽ കയറിപ്പോയി. അതാണ് ആ വണ്ടിയുടെ നമ്പർ. ഷാജഹാൻ ഒരു കഷ്ണം കടലാസ് നീട്ടി. KL 14, കാസർഗോഡ് രജിസ്ട്രേഷൻ. ജോസേ, വേണു കിക്ക്. ഹൈവേ പെട്രോൾ, ലോക്കൽ സ്റ്റേഷനുകളിൽ എല്ലാത്തിലേക്കും മെസ്സേജ് കൊടുക്കണം. ഈ വണ്ടി എവിടെ കണ്ടാലും കസ്റ്റഡിയിലെടുക്കണം. എന്നിട്ട് നേരിട്ട് എന്നെ അറിയിക്കാൻ പറയണം. സ്റ്റേഷനിൽ കൊണ്ടുപോകരുത്. സാറ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇങ്ങോട്ടേക്ക്. ബാക്കി ഞങ്ങൾ ശരിയാക്കാം. വണ്ടി ഡീറ്റെയിൽസ്, എൻ്റെ ഫോൺ നമ്പർ എല്ലാം അടക്കം. ഞാനിട്ട മെസ്സേജ് വാട്സപ്പ് വഴി എല്ലാ സ്റ്റേഷനിലേക്കും എത്താൻ 2 മിനിറ്റിൽ താഴെ സമയമേ എടുത്തുള്ളൂ.
മെസ്സേജ് ഇട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് വന്ന കോൾ ചവറ SP അശ്വിൻ്റേതായിരുന്നു. നിനക്കെന്തിനാ ഈ വണ്ടി? മുഖവരിയില്ലാതെ അവൻ ചോദിച്ചു. അശ്വിൻ, ഞാൻ അന്വേഷിക്കുന്ന കേസിലെ ഒരു പ്രധാന കണ്ണിയാണ് ആ വണ്ടിയിൽ പോയത്. അവൻ എനിക്ക് ജസ്റ്റ് മിസ്സായി. ആഭ്യന്തരം ഇടപെട്ടു. അവൻ പോയി. എനിക്ക് അവനെ കിട്ടണം. ഞാൻ അവനോട് പറഞ്ഞു. നീ എവിടെയാണിപ്പോൾ? കാവനാട് ഗവൺമെൻറ് ആശുപത്രിയിൽ. ഞാനിതാ വന്നു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. സൈറൺ ഓണാക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. അശ്വിനെത്താൻ 10 മിനിറ്റ് എടുത്തു. വന്നിറങ്ങിയ ഉടൻ അവൻ എന്നെയും കൂട്ടി അല്പം മാറി നിന്നു. സുനിൽ, നീ അന്വേഷിക്കുന്നത് ഒരു സുഭാഷിനെയാണോ? അവൻ ചോദിച്ചു. അതെ, നിനക്കെങ്ങനെ അവനെ അറിയാം? ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ കേസിലെ പ്രൈം സസ്പെക്റ്റ് അവനാണ്. ഈ വാഹനം അന്ന് കൊല നടന്ന ചവറ ഏരിയയിലുണ്ടായിരുന്നു. ഈ വാഹനം തേടി ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു മെസ്സേജ് എല്ലാ സ്റ്റേഷനിലും പാസ് ചെയ്തിരുന്നു. വണ്ടിയുടമ ഒരു പ്രായമുള്ള മനുഷ്യൻ. അയാളുടെ കയ്യിൽ നിന്നും വാടകയ്ക്ക് ഈ വണ്ടി എടുത്ത് ഓടിക്കുന്നത് സുഭാഷ് എന്നൊരാളാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. ഇപ്പോൾ നിന്റെ മെസ്സേജ് കണ്ട ഒരു SI എന്നെ വിളിച്ചു പറഞ്ഞതാണ് നീ ഈ വാഹനം തേടുന്ന കാര്യം. ഇപ്പോൾ അശ്വിനും ഞങ്ങളോടൊപ്പം. വിവേക്, ഞാൻ അശ്വിൻ സിൻഹ. 4 പേരും അന്വേഷിക്കുന്ന കേസുകളുമായി ബന്ധം. യാദർച്ഛികതകൾ കൂടി വരുന്നുവോ? എൻ്റെ ഫോൺ അടിച്ചു. വടവാതൂർ SI ജേക്കബ് പോൾ. വണ്ടി കിട്ടി. പോളെ, അവൻ്റെയും വാഹനത്തിലുള്ള എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ വാങ്ങി വെക്കണം. ഓഫ് ചെയ്യണ്ട. ആരാണ് വിളിക്കുന്നതെന്ന് അറിയണം. ഞാൻ ഫോണിലൂടെ പറഞ്ഞു. അതൊക്കെ അപ്പോഴേ വാങ്ങിച്ചു സാർ. മെസ്സേജിലുണ്ടായിരുന്നല്ലോ. അവരാരും ഫോണിൽ ആരോടും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്തു. SI മറുപടി തന്നു. വാഹനം ആരും കാണാതെ ഒരിടത്തേക്ക് മാറ്റിയിടണം. ഞങ്ങൾ വരുന്നത് വരെ. അവർ എത്ര പേരുണ്ട്? 2 പേർ. ഉമ്മർ എന്ന ഡ്രൈവറും പിന്നെ സുഭാഷ് എന്നൊരുത്തനും. 2 പേരെയും മാറ്റിയിരുത്തിയിട്ടുണ്ട്. സുഭാഷ് വണ്ടിയിലും ഡ്രൈവർ പോലീസ് ജീപ്പിലും. എൻ്റെ ജീപ്പിൽ അശ്വിനും ഞാനും ജോസും വേണു. അവൻ്റെ വാഹനവുമായി ഡ്രൈവർ ഞങ്ങളുടെ പിന്നാലെയും. 2 മണിക്കൂർ കൊണ്ട് കോട്ടയം എത്തി. പോൾ വാഹനം ഒതുക്കാൻ കണ്ടെത്തിയ സ്ഥലം നല്ലതായിരുന്നു. ഒരു നഴ്സറി സ്കൂളിൻ്റെ പിന്നിലെ ഗ്രൗണ്ട്. സ്കൂളിന് അവധിയായതുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അടുത്ത നീക്കം എന്തെന്ന് ഞങ്ങൾ ആലോചിച്ചു. സുഭാഷിനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ പറ്റില്ല. 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് വിടാൻ പറഞ്ഞ് ഫോൺ വരുമെന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നു. ഇങ്ങനെയൊരു വാഹനം കണ്ടിട്ടില്ല, കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് SI ജേക്കബ് പോളിനോട് കർശനമായി പറഞ്ഞു. അയാളെ ജോസിന് പരിചയമുണ്ടായിരുന്നു. ആര് ചോദിച്ചാലും നിങ്ങൾ പെട്രോൾ ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു. ഇനി ഇവനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നതായിരുന്നു അടുത്ത പ്രശ്നം. ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനൊക്കില്ല. അതിനും ജോസ് തന്നെ പരിഹാരം കണ്ടു. കുറച്ച് ഓട്ടമുണ്ട്, പക്ഷേ സ്ഥലം സേഫാണ്. സാർ കയറിയാട്ടെ. ജോസ് ജീപ്പിൽ കയറി. അശ്വിൻ്റെ ഡ്രൈവർ കാറുമായി നേരെ പോയത് എൻ്റെ ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അശ്വിൻ എത്തുന്നതുവരെ അവിടെ നിൽക്കാൻ അയാളോട് നിർദ്ദേശിച്ചിരുന്നു. വേണു, താനൊരു ഓട്ടം പോകണം, അല്പം ദൂരേക്ക്. ഞാൻ വേണുവിനെ നോക്കി. എങ്ങോട്ടാ സാറേ? കാസർഗോഡ് വരെ. ഉമ്മർ വണ്ടി ഓടിക്കും. ഇടയിലെങ്ങും ഒരു ആവശ്യത്തിന് നിർത്തരുത്. ഇവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ വെടിവെച്ചിട്ടേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഉമ്മർ കേൾക്കെയാണ് ഞാനത് പറഞ്ഞത്. അയാളുടെ മുഖം ഭയം കൊണ്ട് വിളറുന്നത് ഞാൻ കണ്ടു. ഞാൻ വേണുവിനെ അല്പം മാറ്റി നിർത്തിയിട്ട് തുടർന്നു. ഇവനെ നേരെ സിൻഹയുടെ കയ്യിൽ ഏൽപ്പിക്കുക. എന്തെങ്കിലും പറഞ്ഞ് 2 ദിവസം ഇവനെ സൂക്ഷിക്കാൻ പറയണം. ഞാൻ വിളിച്ചു പറയാം. എന്നിട്ട് ഈ വാഹനവുമായി ബോർഡർ കടന്ന് മംഗലാപുരം വരെ പോവുക. ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിങ്ങിൽ വാഹനം ഉപേക്ഷിക്കുക. തൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്നും ആ വാഹനത്തിൽ കാണരുത്. എന്നിട്ട് വേണു മടങ്ങുക. കഴിയുന്നതും ട്രാഫിക് ക്യാമറകളിൽ വേണുവിൻ്റെ മുഖം പതിയാതെ നോക്കണം. വേണു തലകുലുക്കി. ഞാനും ജോസും മുൻസീറ്റിലും വിലങ്ങിട്ട സുഭാഷും അശ്വനും പിൻസീറ്റിലും. ബൊലേറോ മുന്നോട്ട് നീങ്ങി. ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ച് ഞങ്ങളെത്തിയത് റബ്ബർ മരങ്ങൾക്കിടയിലെ ഒരു വീട്ടിലേക്കാണ്. ജോസ് ഹോണടിച്ചപ്പോൾ ഒരു 60 വയസ്സ് തോന്നിക്കുന്ന ആൾ വന്ന് ഗേറ്റ് തുറന്നു. ഡേവിച്ചനുണ്ടോ മാത്തച്ച? ഇല്ല ജോസ് സാറേ, അച്ചായൻ കഴിഞ്ഞ മാസം തിരിച്ചുപോയി ദുബായിക്ക്. വാഹനം അകത്ത് കടന്നയുടൻ അയാൾ ഗേറ്റ് പൂട്ടിയത് ഞാൻ ശ്രദ്ധിച്ചു. എൻ്റെ ഒരു കസിൻ്റെ വീടാണ്. അവൻ ദുബായിലാണ്. ചിലപ്പോഴൊക്കെ പോലീസ് ആവശ്യങ്ങൾക്ക് ഞാൻ ആ വീട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്തെങ്ങും വീടില്ല. എല്ലാം കൂടി 30 ഏക്കർ റബ്ബറാണ്. ആകെ ഗേറ്റിലെ മാത്തച്ഛൻ മാത്രം. അയാൾ ആരോടും ഒന്നും പറയില്ല, വിശ്വസ്തനാ. ഇതിനു മുന്നേ ഇവിടെ വന്നത് നമ്മുടെ മറ്റേ പീഡനക്കേസിലെ പ്രതിയെ ചോദ്യം ചെയ്യാനാ. നമ്മുടെ VIP. അന്ന് 3 ദിവസം ഞാൻ ഇവിടെയായിരുന്നു. ഗേറ്റിൽ നിന്നും കുറേ ദൂരം ഉള്ളിലേക്ക് മാറിയായിരുന്നു വീട്. 3 നിലയിൽ ഒരു അടിപൊളി ലക്ഷറി വില്ല. വീടിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ്. മാത്തച്ഛൻ വളരെ പണിപ്പെട്ട് ഒരു പാർക്കിങ്ങിൻ്റെ റോളിംഗ് ഷട്ടർ തുറന്ന് വാഹനം ഉള്ളിൽ കയറ്റിയിട്ട ഉടൻ അയാൾ അതും അടച്ചു. ജോസ് പുറത്തിറങ്ങി ലൈറ്റർ കത്തിച്ച് ഭിത്തിയിൽ തപ്പി ഒരു സ്വിച്ച് ഇട്ടു. ഗ്യാരേജിൽ വെളിച്ചം നിറഞ്ഞു. ഇറങ്ങടാ, നിന്റെ ടൂറ് കഴിഞ്ഞു. ജോസ് സുഭാഷിനെ വലിച്ചിറക്കി. ഗ്യാരേജിന് പിന്നിലുള്ള കതക് തുറന്ന സുഭാഷിനെ അയാൾ മുന്നോട്ട് തള്ളി. ഒരു ചെറിയ ഇടനാഴി കടന്ന് ഞങ്ങൾ എത്തി നിന്നത് ഒരു ഹാൾ പോലെയുള്ള മുറിയിലേക്കായിരുന്നു. അതിൻ്റെ അടുത്ത് കണ്ട ചെറിയ സ്റ്റോർ റൂമിൻ്റെ വാതിൽ വെറുതെ ഓടാമ്പൽ ഇട്ടിരിക്കുകയാണ്. നിനക്ക് കക്കൂസിലോ മറ്റോ പോണോടാ? ജോസ് സുഭാഷിനോട് ചോദിച്ചു. വേണ്ടെന്നവൻ തലയാട്ടി. പോകണമെങ്കിൽ കതകിൽ തട്ടണം, അല്ലാതെ ഇതിനകം വൃത്തികേടാക്കിയാൽ നിന്നെക്കൊണ്ട് ഞാനത് തീറ്റിക്കും, കേട്ടോടാ മോനെ, ജോസ് പറഞ്ഞു. ഞാൻ ആ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ കയറി നോക്കി. മുകളിലായി 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു വെന്റിലേഷൻ മാത്രം.
കുറേ കോൺക്രീറ്റ് ഷെൽഫുകൾ, അധികവും കാലിയായിരുന്നു. വിലങ്ങോട് തന്നെ അവനെ അതിനകത്തേക്ക് തള്ളി ജോസ് കതക് കുറ്റിയിട്ടു. അവൻ അവിടെ കിടക്കട്ടെ സാറേ, കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അവനെ ആലോചിക്കാൻ സമയം കിട്ടും. അപ്പോൾ നമ്മുടെ ചോദ്യം ചെയ്യൽ എളുപ്പമാകും. ജോസ് ഹാളിലേക്ക് വന്ന് AC ഓൺ ചെയ്തു. നിങ്ങൾ പോയി ഫ്രഷായി വാ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ജോസ് ഒരു മുറി ചൂണ്ടി പറഞ്ഞു. എൻ്റെ കിടപ്പുമുറിയോളം വലിപ്പമുള്ള ബാത്റൂം, ഉള്ളിലെ ഷെൽഫിൽ ടവലുകൾ, ബ്രഷുകൾ, സോപ്പ്, പേസ്റ്റ് എല്ലാം പുതിയവ. പുറത്തിറങ്ങുമ്പോൾ പാക്കറ്റിൽ പുതിയ ടീഷർട്ടുകളും അടിവസ്ത്രങ്ങളും ബെർമുടകളുമായി ജോസ്. അവൻ്റെ ഒരു ശീലമാ, ഇടയ്ക്കൊക്കെ മൂപ്പര് നാട്ടിൽ വന്നാൽ പിന്നെ ഇവിടെ മദ്യം കൊണ്ടൊരു പൂരമാണ്. ചിലപ്പോൾ 3-4 ദിവസം കൂടെ ഗസ്റ്റും കാണും. അവന്മാർ ഉപയോഗിക്കാൻ പുള്ളി മേടിച്ചു വച്ചിരിക്കുന്നതാ, നമുക്ക് ഉപകാരമായി. അശ്വിൻ സാർ അപ്പുറത്തെ മുറിയിൽ കുളിക്കുന്നു. സാർ ഇതങ്ങോട്ട് ഇട്ടിട്ട് ആ യൂണിഫോമിങ്ങതാ, മാത്തച്ഛനെ കൊണ്ട് കഴുകിച്ചിടാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കോൾ വന്നത് എനിക്കായിരുന്നു. SP രാജഗോപാലൻ. സുനിലേ, താനൊരു വണ്ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അദ്ദേഹം വണ്ടി നമ്പർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഇല്ല സാർ, ഞാൻ അന്വേഷിച്ചു പോയതാണ്, പക്ഷേ അവൻ രക്ഷപ്പെട്ടുപോയി. എല്ലാ സ്റ്റേഷനിലും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അവനെ കിട്ടിയാൽ ഞാൻ സാറിനെ വിളിക്കാം. ഞാൻ അശ്വിനെ നോക്കി കണ്ണിറുക്കി. DGP വിളിച്ച് അന്വേഷിച്ചതാണ്. താൻ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സാർ. അവൻ ദുബായിൽ നിന്ന് വന്ന വഴി വെറുതെ ഒന്ന് കാണാൻ 2 എണ്ണം കഴിക്കാനുള്ള പരിപാടിയാണ് സാർ. ഞാൻ ശബ്ദത്തിൽ മനഃപൂർവ്വം അല്പം ചമ്മൽ വരുത്തി. തുടങ്ങിയോ? യെസ് സാർ. ഇല്ലെങ്കിൽ ഞാൻ കമ്പനി തരാമായിരുന്നു. അദ്ദേഹം ചിരിച്ചു. ആ വണ്ടിയുടെ വിവരം വല്ലതും കിട്ടിയാൽ ഞാൻ അറിയിക്കാം സാർ. നാളെ ഞാനൊന്ന് വീട്ടിൽ പോകും, പിന്നെ തിങ്കളാഴ്ച മടങ്ങും. ഓക്കെ സുനിൽ, ഓവറാവണ്ട. അദ്ദേഹം ചിരിച്ചുകൊണ്ട് കട്ട് ചെയ്തു. സുനിൽ എന്താ SP-യോട് സ്മോൾ അടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്? അശ്വിൻ ചോദിച്ചു. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കെട്ടിയെടുത്ത് ചെല്ലാൻ പറയും. ASP വെള്ളമടിച്ച് സ്റ്റേഷനിൽ ചെല്ലുന്നത് മോശമല്ലേ? അതാ അങ്ങനെ തട്ടിവിട്ടത്. അടുക്കളയിൽ നിന്ന് ഫിഷ് ഫ്രൈഡ് കൊതിപ്പിക്കുന്ന മണം. സാറേ, മേൽ പറഞ്ഞ സാധനം വേണമെങ്കിൽ സംഘടിപ്പിക്കാം. ഇവിടെ എപ്പോഴും 5 ലിറ്ററെങ്കിലും സ്റ്റോക്ക് കാണും. നോക്കണോ? ജോസ് ചിരിച്ചു. 2 ലിറ്ററിൽ കൂടുതൽ കയ്യിൽ വയ്ക്കാൻ പാടില്ല ജോസേ, അശ്വിൻ പറഞ്ഞു. നിയമമൊക്കെ നോക്കിയാൽ ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. വേണോ വേണ്ടയോ അത് പറ. ജോസ് വീണ്ടും ചിരിച്ചു. എന്നാൽ പിന്നെ ആവാം, അല്ലേ സുനിൽ? അവനിട്ട് 2 എണ്ണം കൊടുക്കേണ്ടി വന്നാൽ ഒരു ഊർജ്ജമാവും. അശ്വിൻ എന്നെ നോക്കി. കൂടുതൽ ചോദിക്കാതെ ജോസ് 2 ഗ്ലാസും സോഡയും ഐസും ഒരു ബോട്ടിലുമായി വന്നു. തനിക്ക് വേണ്ടേ? ഞാൻ ജോസിനോട് ചോദിച്ചു. നിങ്ങളെ തുടങ്ങി വയ്ക്കേ, അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ, എന്നിട്ട് ഞാൻ കൂടാം. ഫിഷ് ഫ്രൈ ഇപ്പോൾ എത്തിക്കാം. മാത്തച്ഛൻ നല്ല പുഴമീൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജോസ് അടുക്കളയിലേക്ക് നടന്നു. ആദ്യത്തെ ഡ്രിങ്ക് ഒഴിച്ച് പാതിയായപ്പോൾ അടുത്ത കോള്. നമ്പർ ബ്ലോക്ക് ചെയ്ത് വരണം. ഞാനെടുത്തു. ഹലോ, നീ എവിടാ? വാഹനങ്ങളുടെ ഹോണടികൾക്കിടയിലൂടെ വിവേകിൻ്റെ ശബ്ദം. നീ എവിടെയാണ്? ഞാൻ കോട്ടയം. ഒരു പ്രതിയുണ്ട് കൂടെ. നമ്മുടെ അന്നത്തെ ആ സ്ഥലം നമുക്ക് വേണ്ടി വരും. വിശദമായി ചോദ്യം ചെയ്യേണ്ട ആളാണ്. നീ കൃത്യമായി എവിടെയാണ് അത് പറ. സ്ഥലമൊക്കെ റെഡിയാക്കാം. ഞാൻ റൗണ്ടിനടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. ഒരു ടെമ്പോ ട്രാവലറിൻ്റെ പിന്നിൽ മിനിമോൾ എന്ന സ്റ്റിക്കറുണ്ട്. വണ്ടി നമ്പർ KL8. നീ വെയിറ്റ് ചെയ്യ്, ഞാൻ ആളെ വിടാം. ജോസിനെ വിളിച്ച് വിവേകിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ജോസ് മടങ്ങിയെത്താൻ 1 മണിക്കൂർ എടുത്തു. ഹാളിലേക്ക് കടന്നു വന്ന വിവേക് അശ്വിനെ കൂടി കണ്ടപ്പോൾ സന്തോഷവാനായി. വല്ല സ്റ്റേറ്റ് പോലീസിലുമായിരുന്നെങ്കിൽ എനിക്കും ഇതേപോലെ സെലിബ്രേറ്റ് ചെയ്യാമായിരുന്നു. മേരാ ടൈം ഖ്യാ ബോലു. കൂടെ ഉണ്ടായിരുന്ന ആളെ അവൻ പരിചയപ്പെടുത്തി. ഇത് കരുണാകരൻ നമ്പ്യാർ, IFS ഫസ്റ്റ് സെക്രട്ടറി ടു ദ ഹോണറബിൾ അംബാസഡർ ഓഫ് ഇന്ത്യ ഇൻ ലണ്ടൻ. ഇങ്ങേരെ ഒന്ന് സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം. അവൻ എന്നെ നോക്കി. ജോസേ, ഞാൻ വിളിച്ചു. 2ാം നിലയിലുള്ള ഒരു സ്റ്റോർ മുറിയിൽ കരുണാകരൻ നമ്പ്യാരെ അടച്ചിട്ടു. വിവേക് കൂടി കുളി കഴിഞ്ഞ് വന്നതോടെ ഞങ്ങൾ ഉത്സാഹത്തിലായി. ഇനി 24 മണിക്കൂർ കൊണ്ട് കേസ് തെളിയുമെന്നൊരു തോന്നൽ. രാത്രി 9 കഴിഞ്ഞപ്പോൾ വേണുവിൻ്റെ വാട്സപ്പ് മെസ്സേജ്. ഉമ്മർ സിൻഹയുടെ കയ്യിൽ ഭദ്രം. ചെക്ക് പോസ്റ്റിൽ ക്രോസ് ചെയ്ത് കർണാടക കയറാൻ ഇനി 6 കിലോമീറ്റർ. വണ്ടി പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് മെസ്സേജ് ഇടാൻ പറഞ്ഞ് ഞാൻ ഫോൺ താഴെ വെച്ചു. നമുക്ക് തുടങ്ങാം, ഞാൻ 3 പേരോടായി ചോദിച്ചു. വെയിറ്റ്, ഞാനൊരെണ്ണം കഴിക്കട്ടെ. വിവേക് ഗ്ലാസ് എടുത്തു. താഴത്തെ നിലയിലെ ഒരു മുറി ഏതാണ്ട് ശൂന്യമായിരുന്നു. സുഭാഷിനെ ആ മുറിയിലേക്ക് കൊണ്ടുവന്ന ഒരു കസാരയിലേക്ക് ഇരുത്തി. ഞാനും ജോസും മാത്രമായിരുന്നു മുറിക്കുള്ളിൽ. അശ്വിൻ വാതിലിൽ ചാരി നിന്നതേയുള്ളൂ. വിവേക് ഹാളിൽ ഇരുന്നതേയുള്ളൂ. അപ്പോൾ തുടങ്ങാം അല്ലേ സുഭാഷ്? ഞാൻ ചോദിച്ചു. അവൻ എന്നെ രൂക്ഷമായി നോക്കി. ലോകേഷിനെ കൊന്നത് സുഭാഷല്ലേ? അവൻ പുച്ഛത്തിലിരുന്നു. ഞാൻ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. അവനിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ പിന്നെ ജോസ് ചോദിക്കട്ടെ. ഞാൻ ജോസിനെ കണ്ണു കാണിച്ചു. ജോസ് ഒന്നും ചോദിച്ചില്ല. വന്ന വഴി അവനെ കസാരയിൽ നിന്ന് നിലത്തേക്ക് തള്ളിമറിച്ചിട്ടു. ജോസ് ആ കസാരയിൽ കയറി മുകളിൽ ഫാനിന് വേണ്ടി വെച്ച ഹുക്കിലൂടെ ഒരു പ്ലാസ്റ്റിക് കയർ കോർത്തെടുത്തു. അപ്പോഴും നിലത്ത് വീണ് കിടക്കുന്ന സുഭാഷിനെ ഒറ്റക്കൈ കൊണ്ട് പൊക്കിയെടുത്ത് ആ കയർ വിലങ്ങിനിടയിലൂടെ കോർത്ത് വലിച്ചു പൊക്കി. അവൻ്റെ കാലിൻ്റെ പെരുവിരലുകൾ മാത്രം തറയിൽ തൊടുന്ന രീതിയിൽ അവനെ നിർത്തിയിട്ട് കയറിൻ്റെ മറ്റേ അറ്റം ജനാലയിലേക്ക് കെട്ടി നിർത്തി. അശ്വിൻ എന്നോട് പതിയെ ചെവിയിൽ പറഞ്ഞു. ഇതാണ് സംസ്ഥാന പോലീസ് ട്രെയിനിങ്ങും IPS ട്രെയിനിങ്ങും തമ്മിലുള്ള അന്തരം. 1 മിനിറ്റ് സാറേ, നിങ്ങളവിടെ പോയിരുന്നോ? ഞാനിപ്പോൾ വരാം. ജോസ് മുറിക്ക് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നത് 3 അടി നീളമുള്ള ഒരു റബ്ബർ പൈപ്പിൻ്റെ കഷ്ണവുമായിരുന്നു. ഒക്കോ സാറേ, എന്തിനാ നിങ്ങളിത് കാണുന്നത്? ജോസ് ഞങ്ങളുടെ നേരെ തിരിഞ്ഞു.
ജൂനിയർ ഉദ്യോഗസ്ഥൻ പറയുന്നത് സീനിയർ ഓഫീസർമാർ അനുസരിക്കുന്ന ഒരു അപൂർവ നിമിഷം. ഞാൻ പുറത്തിറങ്ങിയോടെ ജോസ് കഥക് കുറ്റിയിട്ടു. ഡോ, അവൻ തട്ടിപ്പോകരുത്, ഞാൻ വിളിച്ചു പറഞ്ഞു. സോഫയിൽ വന്നിരുന്ന് ഒരെണ്ണം കൂടി ഒഴിച്ചു. മുറിയുടെ ഉള്ളിൽ നിന്ന് അടിയുടെ ശബ്ദവും സുഭാഷിൻ്റെ നിലവിളിയും പുറത്ത് കേൾക്കാമായിരുന്നു. ഞങ്ങൾ ഗ്ലാസുകളും എടുത്ത് ലൈറ്റിടാതെ സിറ്റൗട്ടിൽ പോയിരുന്നു. വാഹനം മംഗലാപുരത്ത് സേഫായി ഉപേക്ഷിച്ച് വേണു ട്രെയിനിൽ കയറിയെന്ന മെസ്സേജ് ഞാൻ അപ്പോഴാണ് കണ്ടത്. സംസ്ഥാന അതിർത്തിയിലെ ടോൾ ഗേറ്റിൽ ഒന്ന് വിളിച്ച് ആ വാഹനം കടന്നുപോയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ SP സാറിനെ വിളിച്ചു. ആ വാഹനം കേരളം വിട്ടുപോയി എന്നറിയിച്ചു. താങ്ക്സ് പറഞ്ഞ് സാറ് നിർത്തി. 10 മിനിറ്റ് കഴിഞ്ഞ് ജോസ് വന്നു. അയാളാകെ വിയർത്തിരുന്നു. അനുവാദം ചോദിക്കാതെ തന്നെ ജോസ് ഒരു ഗ്ലാസ്സിൽ പാതിയോളം മദ്യമൊഴിച്ച് ഒറ്റ വിഴുങ്ങിന് കുടിച്ചു. അവൻ വല്ലതും പറഞ്ഞോ ജോസേ? അശ്വിൻ ചോദിച്ചു. ഞാൻ അവനോടൊന്നും ചോദിച്ചില്ല സാറേ. ചോദിക്കാം, കുറച്ച് കഴിയട്ടെ. 1/2 മണിക്കൂർ. അവനല്ല, അവൻ്റെ അപ്പൂപ്പൻ മറുപടി പറയും. ഇടിയം പോലീസ്. വിവേക് ചിരിച്ചു. ജോസും. സീനിയറിനെ ചോദ്യം ചെയ്യണോ സാറേ? ജോസിൻ്റെ ചോദ്യം വിവേകിനോടായിരുന്നു. കരുണാകരൻ നമ്പ്യാരെയാണ് ജോസ് ഉദ്ദേശിച്ചത്. ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് സുഭാഷിനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അയാൾ മുഴുവനും തുറന്നു പറയും. വിവേക് എന്തോ ആലോചിച്ചിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ജോസിനൊപ്പം സുഭാഷിനെ കെട്ടിയിട്ട മുറിയിൽ ഞങ്ങളെത്തുമ്പോൾ അവനെ വലിച്ചുപൊക്കി തന്നെ നിർത്തിയിരിക്കുകയാണ്. അവൻ പൂർണ്ണ നഗ്നനായിരുന്നു. മുറിയിൽ മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയും ദുർഗന്ധം. സോറി സാറന്മാരെ, ഈ ഡാഷ് മോനോട് ഞാൻ ചോദിച്ചതാ കക്കൂസിൽ പോണോ എന്ന്. അന്നേരം അവൻ ധീരത കാണിച്ചു. അവനെ കൊണ്ട് തന്നെ ഞാനത് വൃത്തിയാക്കിക്കാം. ജോസ് ഞങ്ങളെ നോക്കി. സുഭാഷിൻ്റെ മുഖത്തൊരു പാട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ്റെ നെഞ്ചും പുറവും തുടകളുമെല്ലാം കറുത്ത് കരിനീരിച്ച് കിടക്കുന്നു. ജോസ് കെട്ടഴിച്ച് കസേര നേരെയാക്കി അവനെ അതിലിരുത്തി. ഇരുന്നപ്പോൾ വേദന കൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞു. അവൻ്റെ ചന്തിക്കിട്ടും ഞാൻ 4 എണ്ണം കൊടുത്തിരുന്നു. റബ്ബർ പൈപ്പ് കൊണ്ടടിച്ചാൽ പാട് വീഴില്ല, പക്ഷെ ഉള്ളിൽ ചതയും. തൊട്ടാൽ അസഹനീയ വേദനയും ഉണ്ടാകും. ജോസ് കയ്യിലിരുന്ന ലാത്തി കൊണ്ട് അവൻ്റെ തോളിലൊന്ന് തൊട്ടു. ഹാ എന്നൊരു നിലവിളി അവനിൽ നിന്നുമുണ്ടായി. മൃഗങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത് പോലൊരു ശബ്ദം. ഇനി സാറ് ചോദിച്ചു നോക്ക്. സുഭാഷ് മോൻ നല്ല മണിയായി ഉത്തരം പറയും. ജോസ് എന്നോട് പറഞ്ഞു. ലോകേഷിനെ കൊന്നത് നീയാണോ? ഞാൻ ചോദിച്ചു. നിറ കണ്ണുകൾ ഉയർത്തി അവൻ എന്നെ നോക്കി. ജോസ് ലാത്തി കൊണ്ട് അവൻ്റെ അടിവയറ്റിൽ ചെറുതായി ഒന്ന് തൊട്ടു. അവൻ്റെ നിലവിളി ആരെങ്കിലും കേട്ട് കാണുമോ എന്നുപോലും ഞാൻ ഭയന്നു. ഞാനാ അവൻ അലറി വിളിച്ചു. പതുക്കെ പതുക്കെ അവൻ സംസാരിച്ചു തുടങ്ങി. ജോസ് ഒരു ഗ്ലാസ്സിൽ അല്പം മദ്യം കൊണ്ടുവന്ന് അവന് കൊടുത്തു. മര്യാദക്ക് ചോദിച്ചപ്പോൾ ഇതങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടാവുമായിരുന്ന സുഭാഷേ. ഇതിപ്പോൾ ആർക്കെങ്കിലും മെച്ചമുണ്ടോ? നിന്റെ മേലു നിന്നു. എൻ്റെ കൈയുടെ വേദന വേറെ. ഈ സാറന്മാരുടെ സമയം പോയി. അങ്ങനെ എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഗ്ലാസ്സിലേക്ക് അല്പം കൂടി മദ്യം പകർന്നുകൊണ്ട് ജോസ് അവനോട് പറഞ്ഞു. സുഭാഷ് സംസാരിച്ചു തുടങ്ങി. അവന് പറയാൻ ഏറെയുണ്ടായിരുന്നു. കരുണാകരൻ നമ്പ്യാരും മനോമോഹനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയത് ഡൽഹിയിൽ നിന്നാണ്. വൻകിട ക്ലയൻറ്റുകളെ വല വീശിപ്പിടിക്കാൻ മനോമോഹൻ ആദ്യകാലങ്ങളിൽ ഡൽഹിയിൽ നടത്തുന്ന പാർട്ടികൾ പ്രസിദ്ധമായിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസുമാരും MP-മാരും നയതന്ത്രജ്ഞരുമൊക്കെ അയാളുടെ ദിശാ പാർട്ടിയിലെ സ്ഥിരം സന്ദർശകരായിരുന്നു. മനോമോഹൻ ഒരിക്കൽ പോലും ഒരു കാര്യത്തിലും അവരാരെയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല എന്നതും കൂടുതൽ പേരെ അയാളുടെ സുഹൃത്തുക്കളാക്കി. ചില കാര്യങ്ങളിൽ ചില്ലറ കൈക്കരുത്ത് ഉപയോഗിക്കേണ്ടി വന്നിരുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ അവിടെ തന്നെയുള്ള ഒരു ലോക്കൽ ഗുണ്ടാ സംഘത്തെയാണ് അതിനായി അയാൾ ഉപയോഗിച്ചിരുന്നത്. ആ സംഘത്തിലെ ഏക മലയാളിയായിരുന്നു സുഭാഷ്. അങ്ങനെയാണ് സുഭാഷും മനോമോഹനും പരിചയപ്പെടുന്നത്. കരുണാകരൻ നമ്പ്യാർ പലതവണ ഡൽഹിയിൽ മനോമോഹൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് കണ്ടാണ് സുഭാഷിന് കരുണാകരൻ നമ്പ്യാരെ പരിചയം. അയാളുടെ ഓഫീസ് ഫ്ലാറ്റിൽ വെച്ചാണോ? ഞാൻ ചോദിച്ചു. അല്ല സാർ, മോഹൻ സാറിന് മായൂർ വിഹാറിൽ ഒരു വലിയ വീടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഈ പാർട്ടികൾ നടക്കാറുള്ളത്. അയാൾ ജോസിനെ നോക്കി, എന്നിട്ട് ഗ്ലാസ്സിലേക്ക് നോക്കി. അടിച്ച് ഓഫായാൽ നിന്റെ അന്ത്യമാ, മറക്കണ്ട. ജോസ് അല്പം കൂടി മദ്യം ഒഴിച്ചു കൊടുത്തു. ഈ രാജുമല്ലിക്കെന്നൊരു പേര് മനോമോഹൻ ഉള്ളതായി നിനക്കറിയാമോ? ഞാൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. അറിയാം. ആ പേരിലൊരു പാസ്പോർട്ടും അയാൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് പുതിയ അറിവായിരുന്നു. വിവേക് അത് കേട്ടയുടൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് പുറത്തേക്ക് പോയി. ലോകേഷിൻ്റെ കഥ ബാക്കി പറ. വിശദാംശങ്ങൾ നമുക്ക് പതുക്കെ പറയാം, ഞാൻ അവനോട് പറഞ്ഞു. ജനുവരി ആദ്യത്തെ ആഴ്ച മോഹൻ സാർ എന്നെ വിളിച്ചു. കയ്യിലുണ്ടായിരുന്ന ഒരു വില പിടിച്ച കടലാസ് നഷ്ടപ്പെട്ടുവെന്നും അത് വീണ്ടെടുക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞു. ബാംഗ്ലൂർ എത്തി ഞാൻ അയാളെ കണ്ടു. 10 ലക്ഷം രൂപ എനിക്ക് തന്നു. ആ കടലാസ് കയ്യിലുള്ളത് ഒരു നന്ദനാണെന്ന് പറഞ്ഞു. അയാളുടെ മേൽവിലാസവും എന്നെ ഏൽപ്പിച്ചു. ആ മേൽവിലാസത്തിൽ ഒരു സ്ത്രീ മാത്രമായിരുന്നു താമസം. ഒരു ദിവസം രാത്രി ഞാനും 3 കൂട്ടുകാരും കൂടി അവിടെ എത്തി. അവരെ ബലമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. മകനെ വരുത്തി ആ കടലാസ് കൈക്കലാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ആ സ്ത്രീ തന്ന ഫോൺ ഞാൻ മെസ്സേജ് അയച്ചു. പക്ഷെ അയാൾ പ്രതികരിച്ചില്ല. അവരിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ചോദിച്ചു. അവൻ അവ്യക്തമായൊരു ശബ്ദം പുറപ്പെടുവിച്ചു. ജോസ് ലാത്തി നീട്ടി. തൊടുന്നതിന് മുമ്പ് തന്നെ അവൻ വിളിച്ചു പറഞ്ഞത് മംഗലാപുരം അല്പം ഉള്ളിലേക്ക് മാറിയുള്ള ഒരു ഗ്രാമത്തിലെ ഒരു വീടിൻ്റെ മേൽവിലാസമായിരുന്നു. ജോസിനോട് അപ്പോൾ തന്നെ സിൻഹയെ വിളിച്ച് ആ വിവരം കൈമാറാൻ ഞാൻ നിർദ്ദേശിച്ചു. വിവേക് അപ്പോഴേക്കും തിരിച്ചു വന്നിരുന്നു. ആ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്തെന്ന് അവൻ്റെ മുഖത്ത് നിന്നും ഞാൻ വായിച്ചെടുത്തു. ബാക്കി പറ സുഭാഷേ, ഞാൻ നിർബന്ധിച്ചു.
ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ അടുത്ത ദിവസം മനോമോഹൻ വീണ്ടും വിളിച്ചു. അടുത്ത 72 മണിക്കൂറിൽ താൻ കൊല്ലപ്പെടുമെന്നും അതിനു മുമ്പായി എങ്ങനെയും ആ കടലാസ് തിരിച്ചു വാങ്ങിയെടുക്കണമെന്നുമാണ് അയാൾ പറഞ്ഞത്. തീവ്രവാദികളുടെ ഭീഷണി ഉണ്ടെന്നാണ് അന്ന് അയാൾ എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ അയാൾ എന്നെ കാണാൻ മംഗലാപുരത്ത് വന്നു. ലോകേഷും അയാളുമായുള്ള ആകാരസാദൃശ്യം ചൂണ്ടിക്കാട്ടി അയാൾ തന്നെ നിർമ്മിച്ച പ്ലാനായിരുന്നു തനിക്ക് പകരം ലോകേഷിനെ കൊലപ്പെടുത്തി മരിച്ചത് താനാണെന്ന ധാരണ പരത്തുക എന്നത്. എങ്ങനെ നടന്നത് മുഴുവൻ പറയൂ. കൊല്ലപ്പെടുന്ന അന്ന് രാത്രി ലോകേഷിനെ ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. തനിക്ക് നാളെ തന്നെ മടങ്ങണമെന്നും ആശുപത്രിയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അയാൾ മോഹൻ സാറിനോട് ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അത്യാവശ്യ കാര്യമാണെന്നും രാവിലെ ആദ്യ ഫ്ലൈറ്റിൽ തന്നെ മടങ്ങാമെന്നും മോഹൻ സാർ പറഞ്ഞെന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാളുമായി തിയേറ്ററിൽ എത്താനാണ് എന്നോട് പറഞ്ഞത്. അവിടെ 8 മണിയോടെ എത്തിയ ഞാൻ മോഹൻ സാർ പറഞ്ഞ പ്രകാരം ലോകേഷിനെ തലക്കടിച്ച് ബോധം കെടുത്തി മോഹൻ സാറിൻ്റെ കാറിൻ്റെ ഡിക്കിയിലേക്ക് ഇട്ടു. ഞാൻ വന്ന സുമോ എൻ്റെ ഓട്ടോ പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ഇട്ടിട്ട് ഓട്ടോയിൽ അവിടെ നിന്നും നേരെ മോഹൻ സാറിൻ്റെ വീട്ടിലെത്തി. സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഓട്ടോ വാങ്ങിപ്പിച്ചത്. വീടിൻ്റെയും ഗേറ്റിൻ്റെയും താക്കോൽ സാർ നേരത്തെ തന്നിരുന്നു. ഭാര്യയെയും മകളെയും ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാൻ ചെയ്തത് പ്രകാരം ഞാൻ അവരുടെ മുന്നിൽ വെച്ച് മോഹൻ സാറിനെ തോക്ക് ചൂണ്ടി പുറത്തേക്ക് നടത്തി. പുറത്തെത്തിയ ഉടൻ സാറിൻ്റെ വാഹനത്തിൽ നിന്നും ലോകേഷിനെ വലിച്ച് പുറത്തിട്ടു. കാറിൻ്റെ ഡിക്കിയിൽ സാറ് നേരത്തെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിച്ചിരുന്നു. അതിൽ കിടത്തി അയാളെ വലിച്ച് പുൽത്തകടിയിൽ കൊണ്ടുവന്നു. അയാളുടെ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി പകരം മോഹൻ സാർ അപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അയാളെ ഉടുപ്പിച്ചു. അടിവസ്ത്രം പോലും മോഹൻ സാർ അപ്പോൾ ധരിച്ചിരുന്നതായിരുന്നു. വേഷം മാറാൻ കാറിൽ വേറെ വസ്ത്രം അയാൾ കരുതിയിരുന്നു. അതിനുശേഷം അയാളെ കഴുത്തറുത്ത് കൊന്നു. തലയും പ്ലാസ്റ്റിക് ഷീറ്റും അയാളുടെ വസ്ത്രങ്ങളും ഞാൻ എൻ്റെ ബാഗിലാക്കി. പിന്നിലെ മതിൽ ചാടി വയലിലൂടെ നടന്ന് ഞങ്ങൾ ഓട്ടോ ഇട്ട സ്ഥലത്ത് വന്നു. എന്നോടൊപ്പം ആ ഓട്ടോറിക്ഷയിൽ കയറിയ സാറ് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി. വേറൊരു കാറ് വന്ന് നിർത്തി. അതിൽ കയറി സാറ് പോയി. ഞാൻ പിന്നെ അയാളെ കണ്ടിട്ടില്ല. സുഭാഷ് കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഓട്ടോ ഒരു മരച്ചുവട്ടിൽ ഉപേക്ഷിച്ച് ഞാൻ കുറേ ദൂരം നടന്നു. അവിടെ പാർക്ക് ചെയ്തിരുന്ന എൻ്റെ വാടകയ്ക്കെടുത്ത സുമോയിലെത്തി. വഴിയിൽ പല സ്ഥലങ്ങളിലായി ലോകേഷിൻ്റെ വസ്ത്രങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു. പ്ലാസ്റ്റിക് ഷീറ്റ് ഒരു കശാപ്പുശാലയ്ക്ക് അടുത്തുള്ള തോട്ടിൽ കളഞ്ഞു. തല മംഗലാപുരം എത്തുന്നതിന് മുമ്പ് റോഡ് സൈഡിലുള്ള ഒരു കാനയിലിട്ടു. അയാൾ അവശനായിരുന്നു. ചവറയിലെ പാരിജാതനെ കൊന്നതും നീയല്ലേ? ഇത്തവണ ചോദ്യം അശ്വിൻ്റെ വകയായിരുന്നു. ഞാനല്ല, ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കൊന്നവരെ എനിക്കറിയാം. മാരകം നാഗേഷ് എന്ന ഒരു ഗുണ്ടയുണ്ട് മംഗലാപുരം ബേസ് ചെയ്തത്. അയാളോട് ചോദിച്ച വിശദ വിവരമറിയാം. കൊട്ടേഷനാണെന്നും വിശ്വസ്തനായ ഡ്രൈവറെ വേണമെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്. എനിക്ക് അയാളെ നേരത്തെ പരിചയമുണ്ടായിരുന്നു. എൻ്റെ വണ്ടിയിലാണ് പോയത്. ആരെയാണ്, എന്തിനാണ്, എപ്പോഴാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. രാത്രി നടന്നുപോയ ഒരാളുടെ പിന്നിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തി. കൂടെ ഉണ്ടായിരുന്ന ചിലർ ഇറങ്ങി അയാളെ വെട്ടുകയും കുത്തുകയും ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് അവർ വണ്ടിയിൽ കയറി. വിട്ടോ എന്ന് പറഞ്ഞു. അവരെ പിറ്റേന്ന് രാവിലെ ഷൊർണൂർ ഇറക്കി ഞാൻ മംഗലാപുരത്തിന് മടങ്ങി. അവർ 1 ലക്ഷം രൂപയും തന്നു. അയാളുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. വേദനയോടൊപ്പം മദ്യം കൊടുക്കുന്ന ഒരു വല്ലാത്ത ലഹരിയിലായിരുന്നു അയാൾ. ഇനി ചോദിച്ചിട്ട് കാര്യമില്ല സാറേ, ബാക്കി നമുക്ക് നാളെ ചോദിക്കാം. ജോസഫിൻ്റെ മുന്നിലിരുന്ന ഗ്ലാസ് എടുത്ത് മാറ്റി. എന്നിട്ട് അവൻ്റെ കൈയും കാലും ചേർത്ത് വിലങ്ങിട്ടു. എൻ്റെ കേസ് പൂർണ്ണമാക്കണമെങ്കിൽ എനിക്ക് മനോമോഹനെ കണ്ടെത്തണം. വിവേക് ഞങ്ങളെ 2 പേരെയും നോക്കി. ജോസ് കുളിക്കാൻ പോയിരുന്നു. എൻ്റെ കേസ് ബാക്കിയാണ്, നിന്റെ കേസിലെ പാതിയും. എന്നോടായിരുന്നു അവൻ പറഞ്ഞത്. നമ്പ്യാരെ നാളെ രാവിലെ ചോദ്യം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അശ്വിൻ അപ്പോൾ തന്നെ മംഗലാപുരത്ത് വിളിച്ച് ഈ നാഗേഷ് എന്ന ഗുണ്ടയെ കസ്റ്റഡിയിലെടുക്കാൻ റിക്വസ്റ്റ് ചെയ്തു. സുഭാഷ് പറഞ്ഞ സ്ഥലത്തായി ലോകേഷിൻ്റെ തലയുണ്ടോ എന്ന് നോക്കാനും ഏൽപ്പിച്ചു. ആഹാരം കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങാൻ സമയം 12 ആവേണ്ടി വന്നു. രാവിലെ ഉണർന്നുവിടാൻ 2 പ്രതികളും സുരക്ഷിതരാണോ എന്ന് നോക്കുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. നമ്പ്യാർ ഉണർന്നിരിക്കുകയാണ്. അയാളുടെ മുഖം കണ്ടപ്പോൾ ഉറങ്ങിയതായി തോന്നിയില്ല. കനം വെച്ച കൺപോളുകൾ. വിവേക് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ഫോൺ ചെയ്യുകയാണ്. എന്നെ കണ്ടപ്പോൾ ഒന്ന് കൈ ഉയർത്തിയിട്ട് അവൻ കോളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഫോണിൽ മധുമതിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ടായിരുന്നു. രേണുകയുടെ ഫ്ലാറ്റിൽ പിസ ഡെലിവറി ചെയ്ത പയ്യനെ പോലീസ് തപ്പിയെടുത്തിരുന്നു. വേറെ ആർക്കോ പിസയുമായി പോയ അവനെ ഒരാൾ കൈ കാണിച്ചു നിർത്തി 25,000 രൂപ കൊടുത്തു. എന്നിട്ട് ആ പിസ അയാൾ പറയുന്ന മേൽവിലാസത്തിൽ എത്തിക്കാൻ പറഞ്ഞു. പിസയുടെ ബോക്സിൻ്റെ ഉള്ളിൽ അയാൾ ഒരു കുറിപ്പും വച്ചു. പണം കിട്ടാനായി ആ പയ്യൻ കൊണ്ടുപോയ പിസ രേണുകയുടെ ഫ്ലാറ്റിൽ കൊടുത്തിട്ട് മടങ്ങി വന്ന് വേറെ പിസ വാങ്ങി ആദ്യത്തെയാൾക്ക് കൊടുത്തു. പണം കൊടുത്തയാളുടെ ഒരു രേഖാചിത്രം പോലീസ് വരച്ചതും അവർ എനിക്ക് അയച്ചു തന്നു. അത് മനോമോഹൻ്റെ ചിത്രവുമായി വളരെ സാമ്യമുണ്ടായിരുന്നു. മാത്തച്ഛൻ ഒരു കാപ്പി കൊണ്ടുവന്നു തന്നു. ഞാൻ പതുക്കെ അത് കുടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വിവേകൻ്റെ അടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ്. ഫോൺ പോക്കറ്റിലേക്കിട്ട് അവനും കാപ്പി കുടിക്കാൻ തുടങ്ങി. രാജു മല്ലിക് എന്നൊരാൾ ആ പാസ്പോർട്ടുമായി എങ്ങും പോകില്ല. സംഭവം വ്യാജനല്ല, ഒറിജിനലാണ്. സർക്കാർ ഇഷ്യൂ ചെയ്ത പാസ്പോർട്ട്. ഈ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ആകെയുള്ള പരിശോധന ആ മേൽവിലാസത്തിൽ ആളുണ്ടോ എന്നൊരു പോലീസുകാരൻ പോയി തിരക്കും. കുറച്ച് പൈസ കൊടുത്താൽ ഉണ്ടെന്നവൻ റിപ്പോർട്ട് ചെയ്യും. ഇത് അങ്ങനെ എടുത്ത ഒന്നാണ്. കൃത്യമായി പുതുക്കിയിട്ടുണ്ട്.
മേൽവിലാസം വ്യാജം. ഇപ്പോൾ നിലവിലില്ലാത്തൊരു ചേരി പ്രദേശമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അവൻ എന്നെ നോക്കി. അശ്വിൻ എഴുന്നേറ്റില്ലേ? അശ്വിൻ സാർ ഓടാൻ പോയി, ജോസാണ് പറഞ്ഞത്. വിയർത്ത് കുളിച്ച അശ്വിൻ അപ്പോഴേക്കും അവിടെ എത്തി. നീ ഫ്രഷ് ആയിട്ട് വാ, നമ്പ്യാരെ മയപ്പെടുത്തണം, നമുക്കധികം സമയമില്ല. വിവേക് കാപ്പി തീർത്ത് ഗ്ലാസ് താഴെ വെച്ചു. അശ്വിൻ അകത്തേക്ക് പോയപ്പോൾ വിവേക് ജോസിനോട് പറഞ്ഞു, ആ സുഭാഷിന് വല്ലതും കഴിക്കാൻ കൊടുക്കണം. നമ്പ്യാർക്കൊരു കാപ്പി മാത്രം, ഭക്ഷണം കൊടുക്കരുത്. സുഭാഷിനെ ഇട്ടിരുന്ന മുറി ഒന്ന് വൃത്തിയാക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിവേക് തടഞ്ഞു. വേണ്ട, നമ്പ്യാർ ആ കോലത്തിൽ ആ മുറി ഒന്ന് കാണട്ടെ, പിന്നീട് മതി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജോസ് നമ്പ്യാരെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അയാൾ ഞങ്ങളെ കടുത്ത ദേഷ്യത്തോടെ നോക്കി. ഞാനൊരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എന്നെ ഇങ്ങനെ തടങ്കലിൽ വയ്ക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇതിന് നിങ്ങളെല്ലാവരും വലിയ വില കൊടുക്കേണ്ടി വരും, മനസ്സിലാക്കിക്കോളൂ. നല്ല ഇംഗ്ലീഷിൽ അയാൾ ഞങ്ങളോട് പിറുപിറുത്തു. വിവേകൊന്നും മന്ദഹസിച്ചു. നീ എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. 10 ദിവസത്തെ പേഴ്സണൽ അവധിയെന്ന് നീ എഴുതി കൊടുത്തത് കോപ്പി എൻ്റെ കയ്യിലുണ്ട്. നീ കൊച്ചിയിലേക്ക് ടിക്കറ്റ് എടുത്തത് പോലും അറിഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു. നീ ഇവിടുന്ന് ജീവനോടെ പോയാലല്ലേ ഞങ്ങളെ ഉണ്ടാക്കൂ, അപ്പോൾ നോക്കാം. വിവേക് ഹിന്ദിയിൽ അയാളോട് പ്രതികരിച്ചു. ജോസ് അതിൻ്റെ ഇടയിൽ സുഭാഷിനെ വിളിച്ച് റൂമിൽ നിന്ന് വെളിയിലിറക്കി. നമ്പ്യാരുടെ മുന്നിലൂടെയാണ് അവനെ അയാൾ കൊണ്ടുപോയത്. പരിചയത്തിൻ്റെയും പരിഭ്രമത്തിൻ്റെയും ഒരു ചെറിയ ഭാവം പോലും നമ്പ്യാരുടെ മുഖത്ത് കണ്ടില്ല. സുഭാഷിൻ്റെ ശരീരം മുഴുവനും നീര് വന്ന് വീർത്തിരുന്നു. അവൻ നമ്പ്യാരെ കണ്ടുപോലുമില്ല. നമ്പ്യാരുടെ തോളിൽ പിടിച്ച് വിവേക ആ മുറിയിലേക്ക് അയാളെ നടത്തി. അശ്വിനും ഞാനും ജോസും കാഴ്ചക്കാരായി നിന്നതേയുള്ളൂ. കസാര ചൂണ്ടിക്കാട്ടിയെങ്കിലും അയാൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. ഇരിയോടോ ഇന്നാര മോനെ. ജോസ് മുഷ്ടി ചുരുട്ടി. അയാൾ ജോസിനെ ഒന്ന് നോക്കി. ബലമായി തന്നെ ജോസ് അയാളെ ആ കസാരയിലിരുത്തി. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങൾ ആ ലെറ്റർ ഹെഡുകൾ മോഷ്ടിച്ചിരുന്നോ? വിവേക് ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് ചോദിച്ചു. പാക്കറ്റ് അയാൾക്ക് നേരെ നീക്കി വെച്ചു. താങ്ക്സ്, ഞാൻ പുക വലിക്കില്ല. ബ്രിട്ടീഷ് ചുവയുള്ള ഇംഗ്ലീഷിൽ അയാൾ മറുപടി. ഓക്കെ, വലിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അത് നിർബന്ധമാണ്. നിങ്ങൾ പറയും, അതെനിക്ക് ഉറപ്പാണ്. എപ്പോൾ പറയുമെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. വിവേക് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ക്രൂരമായ ഒരു ചിരിയോടെയാണ് പറഞ്ഞത്. നിനക്ക് ശ്രമിക്കാം എന്നെക്കൊണ്ട് പറയിക്കാൻ, പറയാതിരിക്കാനും ഞാനും ശ്രമിക്കാം. അയാൾ കൂസലില്ലാതെ വിവേകിനെ നോക്കി. നിങ്ങൾ രണ്ടും പോയിക്കോ, ജോസ് ഇവിടെ നിൽക്കട്ടെ. വിവേക് ഞങ്ങളെ നോക്കി. കുറച്ച് സമയം കഴിഞ്ഞ് അവർ പുറത്തെത്തി. ജോസിൻ്റെ മുഖത്തൊരു നിരാശയായിരുന്നു. കുറേ നോക്കിയിട്ടും അവനൊരു അക്ഷരം മിണ്ടിയില്ല. സാറേ, എന്തോ മാനക്കേട് പോലെയാണ് ജോസ് അത് പറഞ്ഞത്. ഇതാണ് ജോസ്, ഇടിച്ചിട്ട് വലിയ കാര്യമില്ല എന്നെല്ലാവരും പറയുന്നത്. അതൊക്കെ ഈ ലോ ക്ലാസ് ചട്ടമ്പികളുടെ അടുത്ത് നടക്കും. അയാളൊരു പട്ടാളക്കാരനായിരുന്നു എന്നത് ഓർക്കണം. അതും യുദ്ധം കണ്ട ഒരാൾ, മരണം അടുത്ത് കണ്ട ഒരാൾ. വേദന കുറച്ചു കഴിഞ്ഞാൽ ലഹരിയാണെന്ന് മനസ്സിലാക്കിയവരോട് ഈ മൂന്നാം മുറ ഒരു പാഴ്വേലയാണ്. എംബസികളിലും മറ്റ് ജോലി ചെയ്യുന്നവരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് രഹസ്യങ്ങൾ ചോർത്താനുള്ള ശ്രമം മുൻപ് നടന്നിട്ടുണ്ട്. ഇവരുടെ പരിശീലനത്തിൻ്റെ ഒരു ഭാഗം തന്നെ അത്തരം മർദ്ദന മുറകൾ നേരിടുക എന്നതാണ്. വേദന എന്നത് ഇത്രമാത്രം എന്നൊരു തിരിച്ചറിവ് വന്ന ആളെ ഒരിക്കലും മർദ്ദിച്ച് വിവരങ്ങൾ നേടാനാകില്ല. വിവേക് ഞങ്ങളെല്ലാവരെയും മാറി മാറി നോക്കി. അപ്പോൾ ഇനി ചോദിക്കാൻ പഠിച്ച ആ ചോദ്യം അശ്വിനായിരുന്നു തൊടുത്തുവിട്ടത്. അതിന് വഴികളൊക്കെ ഉണ്ട് അശ്വിൻ, ഒരല്പം തയ്യാറെടുപ്പ് വേണമെന്ന് മാത്രം. ജോസി കൊറിയർ കമ്പനിയിലൊന്ന് പോകണം. അവിടെ ജോസിൻ്റെ പേരിൽ ഒരു ബാഗ് പാർസൽ വന്നിട്ടുണ്ട്. അതെടുത്ത് ഇവിടെ തിരിച്ചു വന്നിട്ട് ബാക്കി നോക്കാം. വിവേക് ഒരു കടലാസ് കൊണ്ട് ജോസിന് നേരെ നീട്ടി. ജോസ് എന്നെ നോക്കി. പോയിട്ട് വരാൻ ഞാൻ ആംഗ്യം കാണിച്ചു. തിരിച്ചു വരുമ്പോൾ വേണുവിനെ കൂട്ടണോ? ജോസ് വീണ്ടും ചോദിച്ചു. വേണു മടങ്ങിയെത്തിയ കാര്യം മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ വിവേകിനെയും അശ്വിനെയും നോക്കി. നോ പ്രോബ്ലം എന്ന് വിവേക് പറഞ്ഞതോടെ ജോസ് പോയി. ജോസ് പോയപ്പോൾ ഞാൻ വെറുതെ ആ മുറിയിൽ പോയി നമ്പ്യാരെ ഒന്ന് നോക്കി. ചില്ലറ പരിക്കുകളുണ്ടെങ്കിലും അയാളുടെ ഭാവത്തിന് മാറ്റമില്ലായിരുന്നു. അശ്വിൻ്റെ കേസിലെ പ്രതികളായ നാഗേഷിനെയും കൂട്ടരെയും മംഗലാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സുഭാഷിൻ്റെ മൊഴിയിൽ പറഞ്ഞിരുന്നത് പോലെ സീത ടീച്ചർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവരെ ശാരീരിക ബുദ്ധിമുട്ട് മൂലം അവിടെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരവും സിൻഹ എന്നെ അറിയിച്ചു. ഉമറിനെ സൂക്ഷിക്കാൻ അധികം മെനക്കെടേണ്ടി വന്നില്ല. നേരത്തെ കള്ളനോട്ട് കേസ് ഉൾപ്പെടെ 6ഓളം കേസുകളിൽ പ്രതിയായിരുന്നു ഉമറിനെ കിട്ടിയത്. സിൻഹയുടെ വിജയമായി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടു. അതിലെനിക്ക് പരാതിയുമില്ലായിരുന്നു. ടീച്ചറെ രക്ഷിച്ചുവെങ്കിലും പ്രതിയെ കിട്ടാഞ്ഞത് സിൻഹയ്ക്ക് ഒരല്പം ക്ഷീണമായെങ്കിലും ഉമ്മറൊരു ആശ്വാസമായിരുന്നു. സുഭാഷിനെ എങ്ങനെ വിട്ടുകിട്ടുമെന്ന അയാളുടെ ചോദ്യത്തിന് ഞാൻ പിന്നെ പറയാമെന്ന് മറുപടി കൊടുത്തു. സത്യത്തിൽ എനിക്ക് അതിനുത്തരം അറിയില്ലായിരുന്നു. അശ്വിനും തിരക്കിലായിരുന്നു. നാഗേഷിനെ കേരള പോലീസിന് കൈമാറി തൻ്റെ കസ്റ്റഡിയിൽ കിട്ടുന്നതുവരെ അവൻ ടെൻഷൻ തന്നെയാവും. സുഭാഷിൻ്റെ മൊഴിയുടെ പുറത്താണ് അവൻ്റെ കേസ് നിൽക്കുന്നത് തന്നെ. ആ വാഹനം എവിടെയുണ്ടെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. സുഭാഷിനെ നിയമപരമായി കസ്റ്റഡിയിൽ കിട്ടിയാലുടൻ കൂടുതൽ തെളിവുകൾക്കായി ആ വാഹനം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും. അതുവരെ അത് ഭദ്രമായി ഞങ്ങൾക്കറിയാവുന്ന സ്ഥലത്ത് തന്നെ കിടക്കട്ടെ. നാഗേഷുമായി ചവറ CIയും ടീമും യാത്ര തിരിച്ചു എന്നറിഞ്ഞപ്പോൾ അശ്വിനും പോകാൻ തയ്യാറായി. വിവേകിനും അതിൽ എതിർപ്പില്ലായിരുന്നു. അവൻ ജോസ് മടങ്ങി വന്നാലുടൻ പോകാൻ തയ്യാറായി നിന്നു. TV-യിൽ വാർത്തയ്ക്കിടയിൽ സിൻഹയുടെ മുഖം കണ്ടപ്പോൾ വിവേക് ഉറക്കെ എന്നെ വിളിച്ചു. സുനിലേതാ സിൻഹ TV-യിൽ.
ടീച്ചറുടെ തിരോധാനം അന്വേഷിച്ച് കണ്ടുപിടിച്ച ASP അർജുൻ സിൻഹയെ ആഭ്യന്തരമന്ത്രി ഫോണിൽ വിളിച്ച് അനുമോദിച്ചു. വളരെ ബുദ്ധിമുട്ട് പിടിച്ച അന്വേഷണത്തിനും സംഘട്ടനത്തിനും ഒടുവിലാണ് ടീച്ചറെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്നൊക്കെ സിൻഹ മുറി മലയാളത്തിൽ വച്ച് താങ്ങുന്നത് കേട്ടപ്പോൾ വിവേക് പൊട്ടിച്ചിരിച്ചു. അതെ, AC മുറിയിലിരുന്ന് ഫോണിൽ വിളിച്ചതല്ലാതെ ഈ ഊള എന്തെങ്കിലും ചെയ്തോ? ദില്ലിവാലയല്ലേ, കിട്ടിയ അവസരം സ്വന്തം ഉയർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവരെ ആരും പഠിപ്പിക്കണ്ട. ഓടി നടക്കാൻ നമ്മളും കയ്യടി മുഴുവനും അവനും. ഗേറ്റിൽ ജീപ്പിന്റെ ഹോൺ കേട്ടപ്പോൾ തന്നെ അശ്വിൻ എഴുന്നേറ്റു. അവന്റെ തിരക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ രണ്ടുപേരോടും താങ്ക്സ് ഒരുപാട്. ഇതിന് കുരുക്കൊന്ന് അയച്ചെടുത്തിട്ട് നമുക്കൊരിക്കൽ ഇതുപോലെ കൂടണം, ടെൻഷനുകളൊന്നുമില്ലാതെ. എൻ്റെ എന്ത് സഹായം വേണമെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി വിവേക്. അവനെയും കയറ്റി ജോസ് വണ്ടി തിരിക്കുന്നത് ഞങ്ങൾ നോക്കി നിന്നു. വേണു ഒരു വലിയ കറുത്ത ബാഗ് വലിച്ചുകൊണ്ടാണ് വന്നത്. ഇതിനകത്ത് എന്താ സാറേ, ഇരുമ്പാണോ? വല്ലാത്ത ഭാരം. വിയർപ്പ് തുടച്ചുകൊണ്ട് വേണു ചോദിച്ചു. വിവേക് ബാഗ് വളരെ ബുദ്ധിമുട്ടി ഒരു ബെഡ്റൂമിലേക്ക് വെച്ചു. ബാഗിൽ നിന്ന് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അവൻ കട്ടിലിന്റെ സമീപത്തുള്ള ഡ്രസ്സിംഗ് ടേബിളിൽ നിരത്തി. സ്റ്റാൻഡ്, എന്തോ ഒരു യന്ത്രം, കുറേ ബെൽറ്റുകൾ, സൂചി, സിറിഞ്ച്, എന്തോ മരുന്നുകൾ. സത്യം മാത്രം പറയിക്കുന്ന ഒരു മരുന്നാണിത്. 2-3 കുപ്പികൾ ഉയർത്തിക്കാട്ടി അവൻ പറഞ്ഞു, ട്രൂത്ത് സിറം. നമ്മുടെ നുണപരിശോധന പോലെ? ഞാൻ അവനോട് ചോദിച്ചു. നാർക്കോ അനാലിസിസ് പോലെ ഒന്നാണ് ഇതെന്ന് അവൻ മറുപടി പറഞ്ഞു. നാർക്കോ അനാലിസിസ് സമയമെടുക്കുന്ന ഒന്നാണ്. ആദ്യം ചോദ്യം ചെയ്യേണ്ട ആളെ ശക്തിയേറിയ ഒരു മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കത്തിലാക്കും. അയാളുടെ ഉറക്കത്തിന്റെ ആഴമറിയാനുള്ള മെഷീനുകൾ വഴി അയാൾ ഉറക്കം ഉണരുന്നതിന് തൊട്ടു മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കും. അടിസ്ഥാനപരമായി ഇതാണ് നാർക്കോ അനാലിസിസ്. നമുക്ക് സമയം കുറവാണ്, ഉറക്കം നമ്മൾ തന്നെ ഉണർത്തും, മരുന്നുകൾ ഉപയോഗിച്ച്. അത്രയുള്ള വ്യത്യാസം. വിവേക് ഒരു ക്ലാസ് എടുക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാ പിന്നെ ഇത് തന്നെ നാർക്കോയിൽ ചെയ്താൽ പോരെ? ഈ മരുന്ന് കൊടുത്തുണർത്താൽ സമയം ലാഭിക്കാമല്ലോ. എൻ്റെ സംശയം വേണുവിനും ഉണ്ടായിരുന്നു. അത് അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്കും വ്യക്തമായി. വിവേക് എന്നെ നോക്കി. സുനിൽ, ഇതിനൊരു കുഴപ്പമുണ്ട്. നാർക്കോ കഴിഞ്ഞ പ്രതിയെ 2 ദിവസം ആശുപത്രിയിൽ കിടത്തി ആരോഗ്യം നേരെയാവുമ്പോൾ കൊണ്ടുപോയി കോടതിയിൽ നിർത്താം. നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ 3-4 തവണ ചോദ്യം ചെയ്താൽ ഒന്നുകിൽ ആൾ തട്ടിപ്പോകും, അല്ലെങ്കിൽ ഓർമ്മ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ടാണ് ഇത് വളരെ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്നത്. ഇതൊരു അവസാന മാർഗമാണ്. എൻ്റെ വകുപ്പിൽ നിന്നും ക്ലിയറൻസ് കിട്ടിയ ശേഷമാണ് ഈ ബാഗ് ഇവിടെ എത്തിയത് തന്നെ. പിന്നിലേക്ക് മാറി എല്ലാം ഒന്നുകൂടി നോക്കിയിട്ട് വിവേക് വേണുവിനോട് പറഞ്ഞു, ജോസ് കൂടി വന്നിട്ട് നിങ്ങൾ 2 പേരും അയാളെ ഇവിടെ എത്തിക്കണം. ഈ കട്ടിലിൽ ചാരിയിരുത്തണം. കൈകൾ ഇവിടെയും കാലുകൾ ഇവിടെയും ഈ ബെൽറ്റുകൾ ഉപയോഗിച്ച് കെട്ടിയിടണം. ടേബിൾ ലാമ്പ് മാത്രമേ ഓണായിട്ട് ഉണ്ടാവുകയുള്ളൂ. അയാൾക്ക് മനസ്സിലാവുമെങ്കിലും ബാക്കി സജ്ജീകരണങ്ങൾ അയാൾ കാണണ്ട. ഓരോന്നും ചൂണ്ടിക്കാട്ടി വിവേക് വേണുവിനോട് പറയുന്നത് കേട്ട് ഞാൻ വെറുതെ നിന്നു. ജോസ് വന്നയുടനെ വേണുവും ജോസും കൂടി നമ്പ്യാരെ ആ മുറിയിലേക്ക് കൊണ്ടുവന്ന് വിവേക് പറഞ്ഞ പോലെ ചാരിയിരുത്തി ശേഷം കൈകാലുകൾ അനക്കാൻ പറ്റാത്ത പോലെ കെട്ടിയിട്ടു. നമ്പ്യാർ കുറെ എതിർത്തെങ്കിലും 2 പേരുടെയും കായിക ബലത്തിന്റെ മുന്നിൽ അയാൾ തോറ്റുപോയി. റിലാക്സ് നമ്പ്യാർ, ജസ്റ്റ് റിലാക്സ്. നമ്പ്യാരുടെ ഇടതുകൈ മടക്കിലെ ഞരമ്പ് തേടവേ അവനൊരു സ്വാന്തനം പോലെ പറഞ്ഞു. അപ്പോൾ നമ്പ്യാരുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഞാൻ പറയാം, അയാൾ അപേക്ഷിച്ചു. സോറി നമ്പ്യാർ, നിങ്ങൾക്കതിന് ഒരു അവസരം ഞാൻ തന്നതാണ്. ഇനി നിങ്ങൾ പറയാൻ പോകുന്ന നുണകൾക്ക് പിന്നാലെ നടന്നു കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. വെരി സോറി. ഇത് നിങ്ങൾ വരുത്തിവെച്ച വിധിയാണ്. ഞരമ്പിലൂടെ IV സൂചി കുത്തിക്കയറ്റി ഉറപ്പിക്കുമ്പോൾ വിവേകിന്റെ വാക്കുകളിൽ തെല്ലും സഹാനുഭൂതി ഉണ്ടായിരുന്നില്ല. ആ സൂചി ഒരു ബോട്ടിൽ ഗ്ലൂക്കോസിലേക്കാണ് കണക്ട് ചെയ്തിരുന്നത്. അടുത്തിരുന്ന ഒരു ബോട്ടിലിൽ നിന്ന് സിറിഞ്ച് ഉപയോഗിച്ച് വിവേക് എന്തോ ഒരു മരുന്ന് കുത്തിയെടുത്തു. എന്നിട്ട് അത് അയാളുടെ കയ്യിലേക്ക് വരുന്ന IV ലൈനിൽ കുത്തിവെച്ചു. 10 എണ്ണത്തിന് മുമ്പ് നമ്പ്യാർ ഉറങ്ങി. വിവേക് സൂചിയുള്ള കൈയുടെ കെട്ട് മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ അഴിച്ചു മാറ്റി. ആ ബാഗിൽ നിന്നും ഒരു ചെറിയ വീഡിയോ ക്യാമറയും സ്റ്റാൻഡും എടുത്ത് അതിൽ നമ്പ്യാരുടെ മുഖം വ്യക്തമായി കാണത്തക്ക വിധം സെറ്റ് ചെയ്തു. എല്ലാം റെഡിയാണെന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ചിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ ആരും സംസാരിക്കരുത്, ഒച്ചയുണ്ടാക്കരുത്. ഈ ക്യാമറയിൽ നിന്നും ഒരു കണക്ഷൻ സ്ട്രീമിംഗ് വഴി ഞാൻ ഹാളിലെ TV-യിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം കാണാം, കേൾക്കാം. ഓക്കെ? ഞങ്ങൾ ഹാളിലെ TV ഓൺ ചെയ്തു. വിവേക് തന്നെ അത് സെറ്റ് ചെയ്തു. വളരെ വ്യക്തമായി ഞങ്ങൾ ആ മുറിയിൽ നടക്കുന്നതെല്ലാം കാണാം, കേൾക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇനി കാണില്ലാത്ത ഒന്നാണിത്. ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് അറിയാമല്ലോ അല്ലേ? നിന്റെ SP-യോട് പോലും. എന്നെ നോക്കിയാണ് അവനത് പറഞ്ഞത്. വിവേക് അകത്തേക്ക് നടന്നു. കതക് ലോക്ക് ചെയ്യുന്ന ശബ്ദം ആ നിശബ്ദതയിൽ ഒരു വെടിവെച്ച പോലെ തോന്നിച്ചു. TV-യിൽ വിവേകിനെയും ഞങ്ങൾക്ക് കാണാമായിരുന്നു. ചാരിയിരിക്കുന്ന നമ്പ്യാരുടെ അരികിൽ ഒരു കസാരയിൽ അവനിരിക്കുന്നു. ക്യാമറയിൽ നോക്കി ഞങ്ങളോടായി എന്ന പോലെ അവൻ പറഞ്ഞു, ആദ്യം ചോദിക്കുക വെറും സാധാരണ ചോദ്യങ്ങളാണ്. അയാൾക്കും നമുക്കും ഉത്തരം അറിയാവുന്നവ. അതിന് ബേസ് ലൈൻ ചോദ്യങ്ങളെന്നാണ് പറയുക. അതായത് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജനനത്തീയതി, പഠിച്ച സ്കൂൾ, അങ്ങനെ. ഇവയുടെ ഉത്തരം ശരിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ സാവധാനം ഓരോന്നായി ചോദിച്ചു തുടങ്ങാം. ഉത്തരങ്ങൾ തെറ്റാണെങ്കിൽ വീണ്ടും മുന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരും. സോ വി സ്റ്റാർട്ട് നൗ. 3, 2, 1. അവൻ റിമോട്ടിൽ റെക്കോർഡ് ബട്ടൺ അമർത്തി. മിസ്റ്റർ നമ്പ്യാർ, ഹൗ ആർ യു? ഐ ആം ഫൈൻ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അടിച്ചതുപോലെയുള്ള മറുപടി.
തുടർന്ന് ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. വിവേക് പറഞ്ഞതുപോലെ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ജനനത്തീയതി, എല്ലാറ്റിനും കൃത്യമായ ഉത്തരം. നമ്പ്യാരുടെ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ആരായിരുന്നു? മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ വിവേക് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മറുപടി ഇല്ലാതെ വന്നപ്പോൾ വീണ്ടും ചോദ്യം മാറ്റി. ആർമിയിലെ നിങ്ങളുടെ അവസാന കമാൻഡിംഗ് ഓഫീസറുടെ പേരെന്താണ്? ബ്രിഗേഡിയർ വി രാഘവ. സ്കൂളിൽ നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ പേരെന്തായിരുന്നു? വീണ്ടും മൗനം മാത്രം. റെക്കോർഡിൽ നിന്നത് ഞങ്ങൾ ടി വിയിൽ കണ്ടു. അല്പം മരുന്നുകൂടി കുത്തിവെച്ചിട്ട് വിവേക് കതക് തുറന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എവിടെയോ എന്തോ ഒരു പിശകുണ്ട്. ആ ഒരു ചോദ്യം മാത്രമാണ് അയാൾ പറയാതിരുന്നത്. എന്തുകൊണ്ട്? വിവേക് ഞങ്ങളോട് 3 പേരോടായി ചോദിച്ചു. ഒരുപക്ഷെ ഓർമ്മയില്ലായിരിക്കാം. വേണു സംശയം പറഞ്ഞു. അതൊന്നുമല്ല, സ്കൂളിൽ ഒട്ടേറെ സമ്മാനങ്ങൾ കിട്ടിയതല്ലേ. ആ പേര് ഇയാൾ മറക്കില്ല. ഇടങ്കയ്യൻ സ്പിൻ ബൗളറായിരുന്ന കരുണാകരൻ നമ്പ്യാർ എങ്ങനെ വലങ്കയ്യനായി എന്നതിന് എനിക്ക് ഉത്തരം തോന്നുന്നുണ്ട്. എൻ്റെ ചോദ്യങ്ങളുടെ രീതി മാറ്റണം. അവൻ എന്തോ ആലോചിച്ച് സെൽഫോൺ എടുത്ത് റൂമിൻ്റെ അകത്തേക്ക് കയറി കുത്തിയിട്ടു. നമ്പ്യാർ വീണ്ടും ഉണരാനുള്ള മരുന്ന് അല്പാൽപമായി കുത്തിവെച്ചു. നമ്പ്യാരുടെ ഉറക്കത്തിനും ഉണർവിനും ഇടയ്ക്കുള്ള നിമിഷങ്ങളിൽ അവൻ സെൽഫോൺ എടുത്ത് എന്തോ അമർത്തി. അപ്പോൾ അവിടെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം. നമ്പ്യാരുടെ മുഖം മാറുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ബാങ്ക് വിളിയുടെ വരികൾക്കൊപ്പിച്ച് അയാളുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടായിരുന്നു. ആപ്കാ നാം ക്യാ ഹൈ? അല്ലാഹ് കി കസം സച്ച് ബോലോ. ഹിന്ദിയും ഉറുദുവും ഒരുപാട് സാമ്യമുള്ള ഭാഷയാണ് എന്നെനിക്കറിയാമായിരുന്നു. അമീർ അലി മിർസ. അടുത്ത 2 മണിക്കൂറിൽ ഞങ്ങൾ കേട്ടത് അവിശ്വസനീയമായ ഒരു കഥയായിരുന്നു. പാകിസ്ഥാനിലെ പെഷാവറിൽ ജനിച്ച അമീർ അലി മിർസ കരുണാകരൻ നമ്പ്യാരായ കഥ. അതിൻ്റെ രത്നച്ചുരുക്കം ഇതായിരുന്നു. പഠനത്തിൽ അതിബുദ്ധിമാനായിരുന്ന അമീർ പാകിസ്ഥാൻ ചാരസംഘടനയിലെ ഒരു ജൂനിയർ ഓഫീസറായിരുന്ന കാലത്താണ് സിയാച്ചിൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. എല്ലാ ആർമി യൂണിറ്റിൻ്റെയും ഒപ്പം ഒരു ഇൻ്റലിജൻസ് ഓഫീസർ ഉണ്ടാവുക പതിവാണ്. സാധാരണ പട്ടാളക്കാരെക്കാളും സാങ്കേതികമായി അറിവുള്ള അവരാണ് കീഴടങ്ങുന്ന പട്ടാളക്കാരെ ചോദ്യം ചെയ്യുന്നതും മരിച്ച ഭടന്മാരുടെ ദേഹപരിശോധന നടത്തി കോഡുബുക്കുകളുമൊക്കെ കണ്ടെടുത്ത് അവ പ്രധാനമാണോ എന്ന് നിശ്ചയിച്ച് സേനാ നേതൃത്വത്തിന് കൈമാറുന്നതും. അത്തരമൊരു പാക് യൂണിറ്റിൻ്റെ ഒപ്പം സിയാച്ചിനിലെത്തിയ അമീറും കൂട്ടരും ഇന്ത്യൻ സൈന്യത്തെ അവിടെ പ്രതീക്ഷിച്ചില്ല. തുടർന്ന് നടന്ന കനത്ത പോരാട്ടത്തിൽ അംഗസംഖ്യയിൽ പിന്നിലായിരുന്നുവെങ്കിലും കഴിവിലും ധീരതയിൽ മുന്നിലായിരുന്ന ഇന്ത്യൻ സേനയുടെ മുന്നിൽ പാക് സേന ഛിന്ന ഭിന്നമാകുന്ന കാഴ്ചയാണ് അമീർ പിന്നെ കണ്ടത്. 4 മണിക്കൂർ കഴിഞ്ഞ് ചുറ്റുപാടും നിരീക്ഷിച്ച അമീർ 2 കാര്യങ്ങൾ മനസ്സിലാക്കി. തന്നോടൊപ്പം വന്നവരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകെ ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ മാത്രമാണ് ജീവനോടെ അവശേഷിക്കുന്നത്. മഞ്ഞുപാളികൾക്കിടയിൽ ഒളിച്ചിരുന്നുകൊണ്ട് അമീർ അയാളെ സൂക്ഷിച്ചു നോക്കി. വെളുത്ത യൂണിഫോമിൽ തന്നെ ഈ മഞ്ഞിൻ്റെ അടിയിൽ കണ്ടുപിടിക്കാൻ അയാൾക്ക് പറ്റില്ലെന്ന് അമീറിന് അറിയാമായിരുന്നു. തൻ്റെ ഒപ്പം ഉയരം, നിറം, ഏതാണ്ട് ഒരേ ശരീരപ്രകൃതി, മുഖത്തിൻ്റെ ഷേപ്പ് പോലും നല്ല സാമ്യം. ഗ്രാനേഡ് ആക്രമണത്തിൽ പരിക്കേറ്റ് മഞ്ഞിൻ്റെ ഇടയിൽ ഒളിച്ചിരുന്ന അമീർ അലി ഒരിക്കലും മിലിറ്ററി പരിശീലനം നേടിയ ഒരു വ്യക്തിയായിരുന്നില്ല. ഒരു പിസ്റ്റളിൽ കവിഞ്ഞൊന്നും അയാൾ അന്നേ വരെ ഉപയോഗിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി അയാൾ ഒരു റൈഫിൾ ഉപയോഗിച്ചത് ആ ഇന്ത്യൻ സൈനികന് നേരെയായിരുന്നു. അയാളുടെ കഴുത്തു തുളച്ച ആ വെടിയുണ്ട പിൻകഴുത്തിലൂടെ പാഞ്ഞുപോയി, ആ ഇന്ത്യൻ സൈനികൻ്റെ ജീവനും എടുത്തുകൊണ്ട്. ഇൻ്റലിജൻസ് ഓഫീസറുടെ സ്വഭാവം വെച്ച് ആ പട്ടാളക്കാരൻ്റെ പോക്കറ്റ് പരിശോധിച്ചപ്പോൾ കിട്ടിയ ഒരു കഷ്ണം കടലാസിൽ നിന്നാണ് കരുണാകരൻ നമ്പ്യാർ ഉയർത്തെഴുന്നേറ്റത്. മരിച്ച ആ ഇന്ത്യൻ ഓഫീസറുടെ ID കാർഡിനും പണത്തിനുമൊപ്പം പോക്കറ്റിലുണ്ടായിരുന്നത് രക്തദാനം ചെയ്ത ഒരു സ്ലിപ്പ് മാത്രമായിരുന്നു. അയാളുടെയും തൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് മനസ്സിലാക്കിയ അമീർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരി ആ ഇന്ത്യക്കാരൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചു. സോക്സും അണ്ടർവെയറും ഷൂസും വരെ. തൻ്റെ വസ്ത്രങ്ങൾ ആ ഇന്ത്യൻ സൈനികനെ ധരിപ്പിച്ചിട്ട് അയാളുടെ പോക്കറ്റിൽ തൻ്റെ ID കാർഡും ബാക്കി സാധനങ്ങളും തിരികെ വെച്ചിട്ട് അയാൾ ആ ശരീരം മരിച്ചു കിടക്കുന്ന പാക് സൈനികർക്കിടയിൽ ഉപേക്ഷിച്ചു. തൻ്റെ ID കാർഡിനോടൊപ്പം ആ ഇന്ത്യൻ ഓഫീസറുടെ ബ്ലഡ് ഗ്രൂപ്പ് എഴുതിയ കടലാസും തിരികെ വെച്ചു. അതിൽ തൻ്റെ ഒരു ഫിംഗർ പ്രിൻ്റ് വ്യക്തമായി രക്തത്തിൽ പതിപ്പിക്കാൻ അയാൾ മറന്നില്ല. മണിക്കൂറുകൾക്ക് ശേഷം കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങൾ പാക് അധികാരികൾ കൊണ്ടുപോയി. വിശദ പരിശോധനയിൽ അമീർ ചെയ്തത് എന്താണെന്ന് അവർ മനസ്സിലാക്കി. ഇന്ത്യൻ സേനയ്ക്കുള്ളിൽ ഒരു ഓഫീസറെ കിട്ടിയ നേട്ടത്തിൽ പൂർണ്ണ സേനാ ബഹുമതികളോടെ അവർ ആ ഇന്ത്യൻ സൈനികൻ്റെ ശരീരം അമീറിൻ്റെ ആണെന്ന് പറഞ്ഞ് സംസ്കരിച്ചു. ഹിന്ദിയും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ കഴിവുള്ള അമീറിന് നമ്പ്യാരാകാൻ ഒരു തടസ്സമുണ്ടായിരുന്നു: നമ്പ്യാരുടെ ഭാഷ. വെളുത്തു ചുവന്ന നമ്പ്യാർ ഒരു ഹിന്ദിക്കാരനാവുമെന്നാണ് അയാൾ കരുതിയത്. അയാൾ തെക്കേ ഇന്ത്യക്കാരനായിരിക്കുമെന്ന് അമീർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പരിക്കേറ്റ തന്നെ കാണാൻ ബന്ധുക്കൾ വന്നാലുണ്ടാകുന്ന പ്രത്യാഘാതം അയാൾക്കറിയാമായിരുന്നു. ആശുപത്രിയിൽ അയാളെ കാണാൻ സൈനിക വേഷത്തിലെത്തിയ ഒരു പാക്ചാരനോട് അയാൾ പ്രശ്നം പറഞ്ഞു. കരുണാകരൻ നമ്പ്യാരുടെ അമ്മയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു. അവർ നമ്പ്യാരെ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ, ആരും ശ്രദ്ധിക്കാതെ പോയൊരു കൊലപാതകം. ആ പാക്ചാരൻ തന്നെയാണ് ആ കത്ത് ആരെയോ കൊണ്ട് എഴുതിപ്പിച്ച് അമീറിൻ്റെ കയ്യിലെത്തിച്ചത്. അമീർ അത് പോസ്റ്റ് ചെയ്തു. സ്വത്തുക്കളെല്ലാം വിറ്റ് പണവും കയ്യിൽ വന്നതോടെ അമീറിന് മലയാളം സംസാരിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെയായി. എങ്കിലും അയാൾ കുറച്ചൊക്കെ മലയാളം പഠിച്ചിരുന്നു. ബാക്കി കഥ ഞങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. മനോമോഹനെ പരിചയപ്പെടുന്നത് ഡൽഹിയിൽ വച്ചായിരുന്നു.
അക്കാലത്ത് എന്തും ചെയ്തും പണമുണ്ടാക്കാനുള്ള അയാളുടെ ആർത്തി കണ്ടാണ് അയാളെ നമ്പ്യാർ ഒപ്പം ചേർത്തത്. അമീർ അലി അവിഹിതമായി നേടുന്ന പണം സമർത്ഥമായി ഒളിപ്പിക്കുക എന്ന ജോലി മാത്രമായിരുന്നു മനോമോഹന് ഉണ്ടായിരുന്നത്. അതിന് കനത്ത തുകയാണ് പ്രതിഫലമായി നമ്പ്യാർ എന്ന അമീർ മനോമോഹന് കൊടുത്തുകൊണ്ടിരുന്നത്. രേണുകയെ മനോമോഹൻ ആദ്യമായി പരിചയപ്പെടുത്തിയതും അമീറായിരുന്നു. മനോമോഹൻ തനിക്കെതിരെ തിരിഞ്ഞാൽ അപ്പോൾ വിവരങ്ങൾ അറിയിക്കണമെന്ന് മാത്രമായിരുന്നു രേണുകയ്ക്ക് കൊടുത്ത നിർദ്ദേശം. അമീർ അലിയാണ് അയാളെന്ന വിവരം രേണുകയ്ക്ക് അറിയില്ലായിരുന്നു. ഇന്ത്യ പാക് അതിർത്തിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഇന്ത്യ തന്നെയാണ് ചെയ്യുന്നതെന്ന് വരുത്താൻ വേണ്ടിയാണ് അയാൾ അംബാസിഡർ ഒപ്പിട്ട് വെച്ചിരുന്ന ലെറ്റർ പാഡുകൾ മോഷ്ടിച്ച് പാക് തീവ്രവാദ സംഘടനകൾക്ക് കൊടുത്തിരുന്നത്. ഒപ്പം പണം എന്ന ലക്ഷ്യവും. ആയുധങ്ങൾക്കെല്ലാം സീരിയൽ നമ്പറുള്ള ഇക്കാലത്ത് ഒരു ഭീകരാക്രമണത്തിൽ ഉപയോഗിച്ച തോക്ക് ആർക്ക് വിറ്റു എന്നറിയാൻ 15 മിനിറ്റ് പോലും താമസമുണ്ടാകില്ല. അങ്ങനെ വന്നാൽ തീവ്രവാദ രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പേരുമുണ്ടാവും. ഇതിനു മുമ്പ് ശ്രീലങ്കൻ പുലികൾക്കും ഇയാൾ ഇതേപോലെ ആയുധങ്ങൾ വാങ്ങാൻ കത്തുകൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ കുറേ പേരുദോഷം നമ്മുടെ രാജ്യത്തിന് വരികയും ചെയ്തു. അന്ന് ഇന്ത്യൻ സമാധാന സേനയുടെ പക്കൽ നിന്നും പുലികൾ പിടിച്ചെടുത്ത ആയുധങ്ങളാവും അവയെന്ന ചിന്തയിൽ കൂടുതൽ അന്വേഷണം ഉണ്ടായില്ല. ബാക്കി വന്ന 2 ലെറ്റർ ഹെഡുകൾ മനോമോഹന്റെ സുരക്ഷിതത്വം ഉറപ്പിക്കാനുള്ള പദ്ധതികളായിരുന്നു. ഞങ്ങൾ വാ പൊളിച്ചുപോയി. കഴിഞ്ഞ 2 മണിക്കൂറായി ഒരു അക്ഷരം പോലും ഞങ്ങൾ ആരും സംസാരിച്ചിരുന്നില്ല. വിവേക് പുറത്തു വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്നു. എന്താ ആരൊന്നും മിണ്ടാത്ത? വിവേക് ഞങ്ങളെ നോക്കി. എന്നാലും ഇങ്ങനെയൊക്കെ നടക്കുമോ സാർ? ജോസിന് അതായിരുന്നു സംശയം. സംശയം എന്ത് ജോസേ? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബംഗാളികളുടെ ഒരു കുത്തൊഴുക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ ഇതുപോലെ എത്ര പേരുണ്ടാവുമെന്നറിയാൻ ഒരു വഴിയുമില്ല. നമ്പ്യാരിനി സംശയം എൻ്റേതായിരുന്നു. മരിക്കില്ല, അതുറപ്പ്. IV 2 തീർന്നപ്പോൾ ഊരിമാറ്റി കൈകൾ വീണ്ടും കെട്ടിയിട്ടുണ്ട്. അയാൾ ഒരു 12 മണിക്കൂറെങ്കിലും ഉറങ്ങും. ഉറങ്ങട്ടെ. വിവേക് എന്നെ നോക്കി. നിനക്ക് പ്രശ്നമാകില്ല സുനിൽ, ഞാനല്ലേ പറയുന്നത്. വിവേക് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അധികാരപരിധിയിൽ ഒരു സീനിയർ നയതന്ത്രജ്ഞൻ്റെ ഡെഡ് ബോഡി കണ്ടെടുത്താൽ ചില്ലറ കുഴപ്പങ്ങളല്ല ഉണ്ടാവുക. എൻ്റെ ചിന്തകൾ വായിച്ചിട്ടെന്ന പോലെ അവൻ പറഞ്ഞു, നീയും ഉണ്ടാവും എന്നോടൊപ്പം ഇതിൻ്റെ അവസാനം വരെ, ഐ പ്രോമിസ്. ജോസേ, കഴിക്കാൻ വല്ലതും വേണം. പിന്നെ കുപ്പി ഐസ് സോഡ. ഇന്ന് 2 അടിക്കണം. വിവേക് ജോസിനെ എഴുന്നേൽപ്പിച്ചു വിട്ടു. ഞങ്ങൾക്കാർക്കും ആഹാരം കഴിക്കാനുള്ള മൂഡില്ലായിരുന്നു എന്നതാണ് സത്യം. സുഭാഷിനെന്തോ ക്രീം തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടാണ് ഞാൻ അതെന്താണെന്ന് തിരക്കിയത്. ചതഞ്ഞു കിടന്ന ചോരയ്ക്ക് ഒരു 6 മണിക്കൂർ കൊണ്ട് ശരിയാവും സാറേ. പിന്നെ ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ ഇവനെ നമ്മൾ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്ന് ഏത് ഡോക്ടറും സർട്ടിഫിക്കറ്റ് തരും. 3 നേരം ആഹാരം കഴിച്ച് കുറേ മരുന്നുകളും ഉള്ളിൽ ചെന്നപ്പോൾ സുഭാഷിൻ്റെ ശരീരത്തിലെ പാടുകളൊക്കെ പൂർണ്ണമായി മാറി. ഇനി ഞങ്ങൾക്ക് അവനെ കൊണ്ട് ആവശ്യമില്ല. ജോസ് ഒരു കുപ്പി റമ്മുമായി അവൻ്റെ മുന്നിലെത്തി. ഒഴിച്ചു കൊടുത്ത മദ്യം മുഴുവനും അവൻ കുടിച്ചു. ഏതാണ്ട് ഒരു കുപ്പിയുടെ 1/4 ഭാഗം. വേണു, ഇവനെ കസ്റ്റഡിയിലെടുത്തതായി രേഖയുണ്ടാക്കണം. താൻ പോകുന്ന വഴി വെള്ളമടിച്ച് ബഹളമുണ്ടാക്കി ഇവനെ വഴിയിൽ കണ്ട് താൻ അറസ്റ്റ് ചെയ്തു എന്നേ വരാവൂ. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അശ്വിനും ടീമും എത്തും ഇവനെ കൊണ്ടുപോകാൻ. സുഭാഷിൻ്റെ പേരിൽ പുതിയ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കാര്യം അവൻ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ജോസും വേണുവും എൻ്റെ ജീപ്പിൽ സുഭാഷിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. അവൻ എത്ര നാൾ ജീവനോടെ കാണുമെന്നാണ് തൻ്റെ തോന്നൽ? വിവേക് എന്നോട് ചോദിച്ചു. അതെന്താ നമ്പ്യാരെ അവൻ ഇവിടെ വെച്ച് കണ്ടതുകൊണ്ടാണോ? ഞാൻ തിരിച്ചു ചോദിച്ചു. അതൊരു വിഷയം. അവൻ നമ്പ്യാരെ കണ്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അതല്ല. ഈ അശ്വിൻ അന്വേഷിക്കുന്ന കേസ് ഗ്രൂപ്പ് വഴക്ക് രാഷ്ട്രീയം മൂത്ത് കൊലപാതകത്തിലെത്തിയതാണ്. റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അവനെത്തിയാൽ 48 മണിക്കൂറിൽ കൂടുതൽ അവൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിവേക് 2 ഗ്ലാസ്സിലേക്ക് വിസ്കി ഒഴിച്ചു. അവനെ വിടുവിക്കാൻ ഇത്രയും റിസ്ക് എടുത്ത ആഭ്യന്തരൻ അവനെ ഇല്ലാതാക്കാൻ എന്തൊക്കെ റിസ്ക് എടുക്കുമെന്ന് ആലോചിച്ചോ നീ? നാഗേഷ് ഒരു പ്രൊഫഷണൽ കൊലയാളിയാണ്. പണം കിട്ടുന്ന കാലത്തോളം അവർ ഒന്നും വെളിയിൽ മിണ്ടില്ല. ഇവൻ്റെ സാക്ഷിമൊഴി ഇല്ലാതെ അവരെ ഒന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ ഫോണിലേക്ക് നോക്കുന്നത് കണ്ടാവണം അവൻ തുടർന്നു. നീ വെറുതെ അശ്വിനെ വിളിച്ച് സുഭാഷിനെ രക്ഷിക്കാനൊന്നും നോക്കണ്ട. ചത്തു തൊലയട്ടെ അവനേക്ക്. 34 കേസിലെ പ്രതി. അതിൽ 7 കൊച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസ്, 6 കൊലക്കേസ്. അവനെയാ നീ രക്ഷിക്കാൻ നോക്കുന്നത്? ഒരു സിപ്പ് എടുത്തിട്ട് അവൻ തുടർന്നു. നിയമം നീതിപൂർവമാകണമെന്ന് മാത്രമേ ഉള്ളൂ. അനുകമ്പയും സഹാനുഭൂതിയും ഒന്നും അതിൽ ബാധകമല്ല. നമ്മൾ നിയമപാലകരാണ്, ചാരിറ്റി സംഘടന നടത്തുന്നവരല്ല. ദേശത്തിൻ്റെ നന്മയ്ക്ക് ചിലപ്പോൾ ഇത്തരം ചില കാര്യങ്ങളിൽ കണ്ണടയ്ക്കേണ്ടി വരും. യു ഗെറ്റ് മീ? ഞാൻ എൻ്റെ ഗ്ലാസ് ഒറ്റ വീർപ്പിന് കാലിയാക്കി. നമ്പ്യാരുടെ മുറിയിൽ നിന്നും ചില അനക്കമൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ 2 പേരും അവിടേക്ക് ചെന്നു. അയാൾ ഉണർന്നിരുന്നു. വിവേക് അയാളുടെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു. അയാൾ നന്ദിയോടെ ചിരിച്ചു. എങ്ങനെയുണ്ട്? വിവേക് ഇന്ത്യയിൽ അയാളോട് ചോദിച്ചു. നിഷ്കളങ്കമായ ഒരു ചിരിയോടെ അയാൾ പറഞ്ഞു, ഹാപ്പി ഹാപ്പി. കൊച്ചുകുട്ടികളെ കയ്യിൽ പിടിച്ച് നടത്തുന്ന പോലെ വിവേക് അയാളെ കൊണ്ടുവന്ന് ഞങ്ങളിരുന്ന് സോഫയിലേക്ക് ഇരുത്തി. എന്നിട്ടൊരു ഗ്ലാസ്സിൽ മദ്യം പകർന്ന് അയാൾക്ക് കൊടുത്തു. കഴിച്ചോളൂ. വിവേക് ആംഗ്യം കാണിച്ചു. എന്നിട്ട് ചീഴ്സ് എന്ന് ഗ്ലാസുകൾ മുട്ടിച്ചു. അയാൾ അത് കഴിച്ചു. മുഖത്ത് അപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു. കുറച്ച് മദ്യം കഴിച്ചിട്ട് നമ്പ്യാർ ഭക്ഷണത്തിന് നേരെ കൈ ചൂണ്ടി. ഞാൻ ആ പ്ലേറ്റ് അടുത്തേക്ക് നീക്കി വെച്ചു. താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അയാൾ മെല്ലെ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ ചോദ്യഭാവത്തിൽ വിവേകിനെ നോക്കി. സുനിലേ?
ആ ഒന്നാം ടാങ്ക് IFS തലയിൽ ഇപ്പോൾ ഒന്നുമില്ല, ശുദ്ധശൂന്യം. അതിലിപ്പോഴുള്ളത് 5-6 വയസ്സുള്ള ഒരു പെഷാവർക്കാരൻ അമീറാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ മരുന്നുകളുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച്. ഇതാണ് അതിൻ്റെ ഏറ്റവും ദോഷം കുറഞ്ഞ സൈഡ് എഫക്റ്റ്. ഞാൻ നിശബ്ദനായിരുന്നു. എന്തുകൊണ്ടോ എനിക്കപ്പോൾ അയാളോട് സഹതാപം തോന്നി. ഇനി അടുത്ത സ്റ്റെപ്പ് മനോമോഹനെ കൂടി കിട്ടണം. ഞാനൊരു ട്രാപ്പ് വെച്ചിട്ടുണ്ട്, അവൻ കുരുങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ തോന്നൽ. ഒരുപക്ഷെ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം, അതിൽ കൂടുതൽ വേണ്ടിവരില്ല. ഹീ വിൽ ബി ഫൗണ്ട്. വിവേക് ഗ്ലാസ്സിലേക്ക് നോക്കിയിരുന്നു. വിവേകിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. സുഭാഷിനെ സ്റ്റേഷനിലേക്ക് എത്തിച്ച് അശ്വിനെ ഹാൻഡ് ഓവർ ചെയ്ത് വേണുവും ജോസും മടങ്ങിയെത്തുന്നതിന് മുമ്പായി വിവേക് നമ്പ്യാരെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. മദ്യലഹരിയിൽ അയാൾ അപ്പോൾ തന്നെ ഉറങ്ങി. വിവേക് മുറി പുറത്തുനിന്നും പൂട്ടി. പിന്നീട് കുറേ നേരം അവൻ ഫോണിലായിരുന്നു. ഇനി അടുത്ത പരിപാടി. ജോസ് വന്ന ഉടനെ എന്നോട് ചോദിച്ചു. ഒരു പിടിയുമില്ല എന്ന് ഞാൻ ആംഗ്യം കാണിച്ചു. ബോളിപ്പോൾ വിവേകിൻ്റെ കോർട്ടിലാണല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ വിവേകിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അത് വായിച്ചിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങി ആരെയോ വീണ്ടും ഫോണിൽ വിളിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി വന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു, ഇന്നുകൊണ്ട് നമ്മൾ ഇവിടം വിടും. വേണുവും ജോസും ലോക്കൽ സ്റ്റേഷനിലേക്ക് പോകണം. ഇന്ന് നൈറ്റ് SI വേണുവാണ്. ജോസും യൂണിഫോമിൽ തന്നെ ഡ്യൂട്ടിയിൽ വേണം. ഒരുപക്ഷെ നമുക്ക് ആവശ്യം വരും, ഉറപ്പില്ല. നാളെ ജോസ് ഇവിടെ ഒന്നുകൂടി വരണം. വീട് ക്ലീൻ ചെയ്യാൻ ഞാൻ ആ മാത്തച്ഛനോട് പറയാം. ജോസ് ഒന്ന് വന്ന് നോക്കണം. നമ്പ്യാരോ സുഭാഷോ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവും കാണാൻ പാടില്ല. വിവേക് എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ ജീപ്പ് എടുത്ത് അവർ മടങ്ങി. 1.5 മണിക്കൂർ കൊണ്ട് യൂണിഫോം ധരിച്ച് ലോക്കൽ സ്റ്റേഷനിലെ ജീപ്പുമായി അവർ മടങ്ങിയെത്തി. എൻ്റെ വാഹനം തിരിച്ചു നിന്നിട്ട് അവർ പോയി. വിവേക് അവൻ്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്തു വെച്ചു. നമ്പ്യാരുടെ വസ്ത്രങ്ങളെല്ലാം അയാളെ തന്നെ ധരിപ്പിച്ചു. 7 മണി കഴിയുമ്പോൾ നമ്മൾ ഇവിടം വിടുന്നു സുനിൽ. അപ്പോൾ സമയം 6 കഴിഞ്ഞിരുന്നു. നമ്പ്യാർ, അയാളെ ഡൽഹിയിലെത്തിക്കണം. ആ കാര്യം എനിക്ക് വിട്ടേക്ക്. നീയും എനിക്കൊപ്പം വരുന്നു ഡൽഹിക്ക്. സുനിൽ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചെയ്തതോ ചെയ്യുന്നതോ ഒരു ക്രൂരതയായി നിനക്ക് തോന്നാം. അത് സ്വാഭാവികവും. പക്ഷേ ഇവിടെ വ്യക്തിയല്ല പ്രധാനം, രാഷ്ട്രമാണ്. ഇയാളെ കരുണാകരൻ നമ്പ്യാർ എന്ന മനുഷ്യനായി കാണുമ്പോഴാണ് പ്രശ്നം. അമീർ അലി എന്ന പാകിസ്ഥാൻകാരനായി ശത്രുവായി മാത്രം കാണും. കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്റെ പൂർണ്ണ സഹകരണം എനിക്ക് വേണം. നീയോ ഞാനോ എഴുതിയ നാടകത്തിലെ വേഷങ്ങളല്ല നമ്മൾ അഭിനയിക്കുന്നത്. കഥ മറ്റാരുടേതാണ്. ഏൽപ്പിച്ച വേഷം ഭംഗിയായി ചെയ്യുക എന്നത് വാങ്ങിയ പണത്തോടും സംവിധായകനോട് നീതി പുലർത്തുക എന്ന ധർമ്മം മാത്രം. എനിക്കൊന്നും മനസ്സിലായില്ല. എനിക്കിഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത എന്തോ ഒന്ന് നടക്കാൻ പോകുന്നു എന്ന് മാത്രം പിടികിട്ടി. അങ്ങനെ 15 മിനിറ്റിൽ നമ്പ്യാരെ കൊണ്ട് വിവേക് 3 ബോട്ടിൽ വെള്ളം കുടിപ്പിച്ചു. 7 മണി ആവാറായപ്പോഴേക്കും നമ്പ്യാർ 5 തവണ മൂത്രമൊഴിച്ചിരുന്നു. അയാളുടെ ഉള്ളിലെത്തിയ മയക്കുമരുന്നുകൾ പുറത്തു കളയാനുള്ള വിവേകിൻ്റെ ബുദ്ധിയായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലായി. ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് വിവേകിൻ്റെ ജീപ്പിൽ വെച്ചു. നമ്പ്യാരെയും ജീപ്പിലിരുത്തി. റോളിംഗ് ഷട്ടർ തുറക്കുന്ന ശബ്ദം കേട്ട് മാത്തച്ഛൻ ഓടി വന്നു. സാറന്മാർ പോവാണോ? അതേ മാത്തച്ഛൻ, നമുക്ക് പിന്നീട് കാണാം. ഞങ്ങൾ ആരും ഇവിടെ വന്നിട്ടേയില്ല. മാത്തച്ഛൻ ആ വീടിൻ്റെ ഉൾവശം മുഴുവനും കഴുകി തുടയ്ക്കണം. 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കി വയ്ക്കരുത്. വിവേക് കുറച്ച് പണം അയാൾക്ക് നീട്ടി. വേണ്ട സാറേ, മാത്തച്ഛൻ ചെയ്ത ജോലിക്കുള്ള കൂലിയാണ്. സർക്കാർ തരുന്ന അലവൻസ്. ഈ പ്രായത്തിലും സർക്കാർ അലവൻസ് വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമല്ല. വാങ്ങിക്കോ. വിവേക് ആ പണം അയാളുടെ കയ്യിലേക്ക് ബലമായി വെച്ചു കൊടുത്തു. ജോസ് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോഴേക്കും എല്ലാ മുറികളും ഡെറ്റോളോ ബീച്ചോ ഇട്ട് കഴുകി തുടയ്ക്കണം. മറക്കരുത്. എന്നോട് പോകാമെന്ന് ആംഗ്യം കാണിച്ചിട്ട് അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു. മെയിൻ റോഡിലെത്തിയപ്പോൾ എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചതിന് കോട്ടയം റൗണ്ട് എന്നായിരുന്നു അവൻ്റെ മറുപടി. റൗണ്ടിൽ നിർത്തിയിരുന്ന ഒരു ടെമ്പോ ട്രാവലർ വാനിൻ്റെ പിന്നിൽ നിർത്താൻ അവൻ പറഞ്ഞു. ജീപ്പ് നിർത്തി അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വാനിൻ്റെ ഉള്ളിൽ നിന്നൊരാൾ ഇറങ്ങി. മുഖത്ത് വെളിച്ചം വീഴാത്ത രീതിയിലാണ് അയാൾ നിന്നിരുന്നത്. കയ്യിലുണ്ടായിരുന്ന ബാഗ് അയാളെ ഏൽപ്പിച്ച് നമ്പ്യാരെ വാനിൽ കയറ്റി അവൻ ഡോറടച്ചു. വാൻ അപ്പോൾ തന്നെ അതിവേഗത്തിൽ മുന്നോട്ട് പോയി. തിരികെ വണ്ടിയിൽ വന്നിരുന്ന് അവൻ പറഞ്ഞു, നിന്റെ വീട്. നീ യൂണിഫോം മാറ്റി വേറെ വേഷമിടണം. നമുക്കൊരു ദൂരയാത്ര പോകണം. നമ്പ്യാരോടൊപ്പം ഡൽഹിക്ക്. സമയമില്ല, വേഗം വേണം. വീട്ടിൽ വന്ന ശേഷം മാറാൻ 5 മിനിറ്റ് പോലും എടുത്തില്ല. ഒരു ലീവ് ലെറ്റർ എഴുതി മേശപ്പുറത്ത് വെച്ചു. പോകാം. അവൻ പുറത്തിറങ്ങി ജീപ്പിൽ കയറി. നേരെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. അവിടെ ആരെന്നൊന്നും ചോദിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഈ കളിയിൽ വിവേകാണ് ക്യാപ്റ്റൻ. ലൈറ്റും സൈറനും ഇട്ട് ലേക്ക് ഷോറിലെത്താൻ ഞങ്ങൾക്ക് 40 മിനിറ്റ് എടുത്തു. റിസപ്ഷൻ്റെ മുന്നിൽ ജീപ്പ് നിർത്തി. ഇറങ്ങിയ ഉടൻ അവൻ റിസപ്ഷനിലേക്ക് എത്തി ഒരു ICU കാർഡ് കാണിച്ചു. ഞാൻ മേജർ രഞ്ജൻ. ഇത് കോട്ടയം ASP സുനിൽ എബ്രഹാം. ഞാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസ് ഇവിടെ വന്നിരുന്നു. ഓ സാർ, അയാളെ അർജൻറ്റായി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറ്റണം. സാർ, അത് അയാൾ എമർജൻസിയിലാണ്. ഡോക്ടർ പറയാതെ. എങ്കിൽ ഡോക്ടറെ വിളിക്കേ. ഫോണിൽ. വേഗം വേണം. ഒരു ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. ഡോക്ടർ വന്നയുടനെ ഞങ്ങൾ അയാളെ കൊണ്ടുപോകുന്നെന്ന് വിവേക് അയാളെ അറിയിച്ചു. അയാൾ ചൂടായി. വിവേകും, സി ഡോക്ടർ, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇയാളെ എയർലിഫ്റ്റ് ചെയ്യുന്നു ഡൽഹി മിലിറ്ററി ആശുപത്രിയിലേക്ക്. ഇയാളൊരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. ഇത് സർക്കാർ തീരുമാനം. നിങ്ങളുടെ ഹെലിപ്പാഡിൽ കോപ്റ്റർ കാത്തു നിൽക്കുന്നു. ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കി ഡോക്ടർ സ്വന്തം ജീവിതം നശിപ്പിക്കരുത്.
അയാൾക്ക് ജീവിച്ചിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത അയാളെ ഇപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. രോഗി കരുണാകരൻ നമ്പ്യാരാവുമെന്ന് ഊഹിക്കാൻ എനിക്ക് IPSന്റെ ആവശ്യം വന്നില്ല. വിവേക് പറഞ്ഞത് പ്രകാരം താൻ ബൊലേറോയുടെ താക്കോൽ റിസപ്ഷനിലെ സ്ത്രീയെ ഏൽപ്പിച്ചു. വാഹനം വന്ന് കൊണ്ടുപോകാൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഡോക്ടറും അവിടെ ഉണ്ടായിരുന്നു. ഒരു സ്ട്രെച്ചറിൽ നമ്പ്യാരെ കിടത്തി ഹെലികോപ്റ്ററിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ആർമി എന്ന് എഴുതിയ ഹെലികോപ്റ്റർ കണ്ടപ്പോൾ ഡോക്ടർ അല്പം തണുത്തു. അടുത്ത 6 മണിക്കൂർ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു ഫയൽ നീട്ടി. വിവേക് അത് വാങ്ങി. താങ്ക് യു ഡോക്ടർ. ഞങ്ങൾ കയറിയ ഹെലികോപ്റ്റർ വടക്ക് ലക്ഷ്യമാക്കി അതിവേഗത്തിൽ കുതിച്ചു. നല്ല വേഗതയിലായിരുന്നു യാത്ര. കടുത്ത ശബ്ദത്തിൻ്റെ ഇടയിലും ഹെഡ്ഫോണുകളിലൂടെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. വിവേകാണ് സംസാരിച്ചു തുടങ്ങിയത്. നിന്റെ മനോമോഹൻ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഇൻ ഡൽഹി. രാജു മല്ലിക്കിൻ്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് അവൻ രാജ്യം വിടാൻ ശ്രമിച്ചു. പാസ്പോർട്ട് കൺട്രോൾ കഴിഞ്ഞ് അകത്ത് കയറി അവനെ ഞങ്ങൾ നൈസായി ഇങ്ങ് പൊക്കി. നമ്മൾ അവിടെ എത്തുമ്പോൾ അവൻ നമ്മളെയും കാത്ത് അവിടെ ഉണ്ടാകും, സായുധ കാവലിൽ. ഇനി എൻ്റെ അടുത്ത നീക്കം ആലോചിക്കുകയായിരുന്നു ഞാൻ. മനോമോഹൻ എങ്ങനെ കേരളത്തിലെത്തിക്കും? ഒരു കോർട്ട് ഓർഡർ പോലും കിട്ടിയിട്ടില്ല. അത് വാങ്ങാൻ ഇനി 2 ദിവസമെങ്കിലും സമയമെടുക്കും. അതുവരെ അവനെ എങ്ങനെ ഹോൾഡ് ചെയ്യും? ജോസിനെ വിളിച്ചൊരു കോർട്ട് ഓർഡർ വാങ്ങി ഡൽഹിക്ക് പുറപ്പെടാൻ പറയണോ? അതോ ഇവിടെ നിന്നും ഓർഡർ വാങ്ങി അവനെ കൊണ്ടുപോകണോ? ഞാനൊക്കെ ആശയക്കുഴപ്പത്തിലായിരുന്നു. വിവേകൻ്റെ കാലിൽ തട്ടി. റിലാക്സ്, എല്ലാം ശരിയാവും. തൽക്കാലം അത് വിശ്വസിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. ഡൽഹി എത്താൻ 4 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഡൽഹി വിമാനത്താവളത്തിൽ മുമ്പ് വന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് വേറെ ഏതോ വിമാനത്താവളമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും 2 ജിപ്സി ജീപ്പുകളും ഒരു ആംബുലൻസും ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നു. നമ്പ്യാരെ ആംബുലൻസിൽ കയറ്റി. ഒരു ജിപ്സി അവിടെ വിട്ടിട്ട് അത് ഓടിച്ചിരുന്ന ആൾ മറ്റേ ജീപ്പിൽ കയറി ആംബുലൻസിൻ്റെ പിന്നാലെ പോയി. വിവേക് ഒരു സിഗരറ്റ് കത്തിച്ചു. പാക്കറ്റ് എൻ്റെ നേർക്ക് നീട്ടി. ഞാനും ഒരെണ്ണം എടുത്തു. രാവിലെ നല്ല തണുപ്പ്. ഇരുട്ടിലെവിടെയോ മിന്നുന്ന വിളക്കുകൾ. ഇത് കഥയുടെ അവസാനം. കരുണാകരൻ നമ്പ്യാർ ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. മദ്യലഹരിയിൽ റോഡ് ക്രോസ് ചെയ്തപ്പോൾ അവൻ എന്നെ നോക്കി. എൻ്റെ മുഖത്ത് മാറ്റമൊന്നും കാണാഞ്ഞപ്പോൾ അവൻ ചിരിച്ചു. നീ ഊഹിച്ചു അല്ലേ? അയാൾ ഇനി ജീവിച്ചിരുന്നാലും ആപത്താണ്. അയാളെക്കുറിച്ച് നമ്മൾക്കറിയാവുന്ന സത്യങ്ങൾ പുറത്തറിഞ്ഞാൽ അതും രാജ്യത്തിന് അപമാനം. നമ്മുടെ ഈ ദേശം മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ അപമാനത്തോടെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. നമ്മുടെ സേനയ്ക്ക് ആയുധങ്ങൾ വാങ്ങാൻ ഒരുപാട് കടമകൾ കടക്കേണ്ടി വരും. അപ്പോൾ അമീർ അലി യാത്രയാവട്ടെ എന്ന് ഭാരതം തീരുമാനിച്ചു. തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാതെ ഗാസിയാബാദിലെ ഏതോ റോഡിൽ വാഹനമിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ ബോഡി പോലീസ് ദഹിപ്പിച്ചു. ഫയലിലെ ഫിംഗർ പ്രിന്റ് വഴി മരിച്ചത് നമ്പ്യാരാണെന്ന് തിരിച്ചറിയും. അതിനൊരു പക്ഷേ 1-2 ആഴ്ച എടുത്തേക്കും. സർക്കാർ തന്നെ മരണവിവരം പ്രഖ്യാപിക്കും. ചിട്ടയായി കാര്യങ്ങൾ ചെയ്യാഞ്ഞ ലോക്കൽ SIക്ക് കൂടിപ്പോയാൽ ഒരു 15 ദിവസത്തെ സസ്പെൻഷൻ. ഇത്രയും നാളത്തെ ദേശസേവനത്തിന് വല്ല മെഡലോ ചക്രമോ കൊടുത്ത് പൂർണ്ണ ബഹുമതികളോടെ നമ്പ്യാരുടെ ചിതാഭസ്മം നാട്ടിലെത്തിക്കും. അവൻ സിഗരറ്റ് തറയിലിട്ട് ചവിട്ടി. ഇനി നമ്മുടെ അടുത്ത ഗസ്റ്റ് മനോമോഹൻ. അത് അവനാണ് വരുന്നത്. ദൂരെ നിന്നും ഞങ്ങളുടെ നേരെ അടുത്തു വരുന്ന ഹെഡ്ലൈറ്റുകൾ ചൂണ്ടി അവൻ പറഞ്ഞു. ആർമി നമ്പർ പ്ലേറ്റുള്ള ആ വാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നിർത്തി. അതിൽ നിന്നൊരാൾ ഇറങ്ങി ഞങ്ങളെ സല്യൂട്ട് ചെയ്തു. പിന്നിൽ നിന്നും കറുത്ത യൂണിഫോം ധരിച്ച് 4 പേർ ഇറങ്ങി. അവരുടെ കയ്യിൽ യന്ത്രത്തോക്കുകളുണ്ടായിരുന്നു. അവർ വാഹനത്തിൻ്റെ 10 മീറ്റർ മാറി ഓരോ കോണിലായി നിന്നു. ചെല്ലു, നിന്റെ ചോദ്യങ്ങളാവട്ടെ ആദ്യം. വിവേക് അടുത്ത സിഗരറ്റ് കൊളുത്തി. ഞാൻ വാനിൻ്റെ പിന്നിലെ ഡോർ തുറന്ന് അകത്ത് കയറി. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി അതിലുണ്ടായിരുന്നു. രേണുക. എന്നെ കണ്ടപ്പോൾ രേണുകയുടെ മുഖത്ത് ഒരു പരിചയഭാവം മിന്നിമറയുന്നത് ഞാൻ കണ്ടു. മനോമോഹൻ അല്പം ക്ഷീണിച്ചിരുന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫയലിൽ കണ്ട അതേ മുഖം. ഹലോ മിസ്റ്റർ മനോമോഹൻ. ഞാൻ കൈനീട്ടി. അയാളൊന്നും മിണ്ടിയില്ല. ഞാൻ സുനിൽ അബ്രഹാം, നിങ്ങളുടെ കൊലപാതകം അന്വേഷിക്കുന്ന ഓഫീസർ. രേണുക നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. സോറി ഫോർ ദ ട്രബിൾ. അയാൾ വളരെ ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത്. ലോകേഷിനെ കൊന്ന് നിങ്ങളുടെ പകരക്കാരനാക്കാനുള്ള ഐഡിയ ആരാണ് പറഞ്ഞത്? കരുണാകരൻ നമ്പ്യാർ. അയാൾ ശരിക്കും ഒരു പാകിസ്ഥാൻ ചാരനായിരുന്നു എന്ന് മനോമോഹൻ അറിയാമായിരുന്നു അല്ലേ? യെസ്. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. എങ്ങനെ അറിയാം? അയാൾ പറഞ്ഞു. ഒരിക്കൽ നമ്പ്യാർ വഴി നൈജീരിയയിൽ നിന്നും എൻ്റെ കമ്പനിയിലേക്ക് വന്ന ഒരു മണി ട്രാൻസ്ഫർ സംബന്ധിച്ച് CBI കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. തീവ്രവാദ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ് പണം ട്രാൻസ്ഫർ ചെയ്തത്. അത് ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നതാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് CBI അത് വിശ്വസിച്ചോ? അസിസ്റ്റന്റ് ഡയറക്ടർ മുഖർജി എൻ്റെ സുഹൃത്തായിരുന്നു. അയാൾ അത് നിശബ്ദമാക്കി. എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി നമ്പ്യാരോട് ചോദിച്ചു. അപ്പോഴേക്കും അയാൾക്ക് വേണ്ടി കോടിക്കണക്കിന് പണം ഞാൻ വെളുപ്പിച്ചിരുന്നു. ഇനി എന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് അയാൾ വിചാരിക്കുന്നു എന്ന് തന്നെ അയാൾ പറഞ്ഞു. ഇത്രയും പണം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു? ഒരു ബാഗ് പോലും അറിയാതെ. എൻ്റെ ശബ്ദത്തിൽ അല്പം പ്രശംസ കലർത്താൻ ഞാൻ മറന്നില്ല. സ്വന്തം തൊഴിലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ അഭിമാനിക്കുന്ന ഏതൊരാളും വാചാലനാകുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെയും അത് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇപ്പോൾ പല കമ്പനികളും അവരുടെ അക്കൗണ്ടുകൾ സെൻട്രലൈസ് ചെയ്യും. ഉദാഹരണത്തിന് സോന ജുവല്ലേഴ്സ്. ഇന്ത്യയിലും വിദേശത്തുമായി 66 ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ദിവസവും അവരുടെ എല്ലാ ബ്രാഞ്ചിലെയും കണക്കുകൾ വന്നെത്തുന്നത് എൻ്റെ മുന്നിലാണ്.
ഉടമസ്ഥന് കാര്യങ്ങളറിയാൻ എനിക്കൊരു കോൾ മാത്രം മതി. ചിലതൊക്കെ അത് ഉപയോഗിച്ച് വെളുപ്പിക്കും. ദുബായ് ബ്രാഞ്ചിലെ പണം നാട്ടിലേക്ക് നീക്കാൻ ഉടമ ആവശ്യപ്പെട്ടാൽ ഇവിടെ ആ പണം ഞാൻ ക്യാഷായി ഡിപ്പോസിറ്റ് ചെയ്യും. ദുബായ് അക്കൗണ്ടിലെ പണം ഒരു സ്വിസ് ബാങ്കിലേക്ക് പോകും. അവിടെ നിന്നും അത് ബെയർ ബോണ്ടുകളായി മാറി ഞങ്ങൾക്ക് തിരിച്ച് കൊറിയറായി വരും. എന്താണ് ഈ ബെയർ ബോണ്ടുകൾ? ഞാൻ ആദ്യമായിരുന്നു ആ വാക്ക് കേൾക്കുന്നത് തന്നെ. ഞാൻ പറഞ്ഞു തരാം സുനിൽ. ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറിയ വിവേകായിരുന്നു മറുപടി പറഞ്ഞത്. മനോമോഹന്റെ ബാഗിൽ നിന്നും ഒരു കവർ എടുത്ത് അതിലെ കടലാസുകൾ വിവേക് എന്നെ കാണിച്ചു. കണ്ടാൽ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് പോലെയോ ഒരു ചെക്ക് പോലെയോ തോന്നിക്കുന്ന കുറേ കടലാസുകൾ. അതീവ സുരക്ഷിതയിൽ പ്രിന്റ് ചെയ്ത അവയോരോന്നിലെയും തുകകൾ വ്യത്യസ്തമായിരുന്നു. ഇതാണ് സാധനം, ഇതിൽ പേരില്ല, കൈവശം വെക്കുന്നവനാണ് അവകാശി, പണം പോലെ തന്നെ. ഇതുമായി ഇത് ഇഷ്യൂ ചെയ്ത് ബാങ്കിലെത്തിയാൽ അതിൽ പറയുന്ന തുക പറയുന്ന അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യും. ഭാരതത്തിൽ ഇല്ലെങ്കിലും യൂറോപ്പിൽ ഒരുവിധം എല്ലാ ബാങ്കുകളും കസ്റ്റമർ ആവശ്യപ്പെട്ടാൽ ഇത്തരം ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഞങ്ങളിരുന്ന വാൻ പതുക്കെ നീങ്ങി തുടങ്ങിയത് ഞാൻ അറിഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് നല്ല വേഗതയിലായി യാത്ര. വിവേക് തുടർന്നു. അതിസമർത്ഥനായ മനോമോഹൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. സുഭാഷ് അറിയാതെ ഒരു സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ. രാജു മല്ലിക്കിന് പാസ്പോർട്ട് ഉണ്ടെന്ന കാര്യം. ഓഫീസിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ലെറ്റർ ഹെഡുകളിൽ 2 ഉപയോഗിച്ച് നമ്പ്യാർ ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു അപേക്ഷ അയച്ചു. രാജു മല്ലിക്, രേണുക ബിശ്വാസ് എന്ന 2 ഇന്ത്യൻ പാസ്പോർട്ടുകൾക്ക് ഒരു ആജീവനാന്ത വിസ നൽകണമെന്നതായിരുന്നു അഭ്യർത്ഥന. ആ രാജ്യത്തിൻ്റെ സ്ഥാനാവധി ആവശ്യപ്പെട്ടാൽ തീവ്രവാദികളല്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ രാജ്യങ്ങൾക്കും സൗഹൃദം മുൻനിർത്തി അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ റോയുടെ ആർമി ഇൻ്റലിജൻസിൻ്റെ ഒക്കെ മുൻ തലവന്മാർ പലരും ഇന്ന് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സേഫാണ്. ഇന്ത്യയിലായിരുന്നു അവരെങ്കിൽ അവരെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടക്കും. വിവേക് പറഞ്ഞു നിർത്തി. രാജു മല്ലിക്കിനൊരു പാസ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ സ്ത്രീയെ കാണാൻ ഒരു കള്ളപ്പേര് എന്നത് മാത്രമാണ് ഞാൻ ആദ്യം കരുതിയത്. സുഭാഷ് പറഞ്ഞപ്പോഴാണ് അങ്ങനെയെന്ന് ഞാൻ അറിയുന്നത്. രേണുകയുടെ മുഖം കുനിഞ്ഞു തന്നെയിരുന്നു. എല്ലാം കൂടി $3.5 കോടി അടുത്ത്, 38 ബോണ്ടുകളിലായി. ദേശത്തെ ഒറ്റുകൊടുത്ത് നേടിയ പണം. ഇതിന് ദേശത്തിന് തന്നെ പോകട്ടെ, അല്ലേ മനോമോഹൻ? നിങ്ങൾക്കിതിനെ ആവശ്യം വരില്ല. വിവേക് ആ ബോണ്ടുകൾ കവറിലേക്കിട്ട് തൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഭദ്രമായി വച്ചു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിൽ മനോമോഹൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അറിയാമല്ലോ. ഇത്ര വലിയ ദേശദ്രോഹം ചെയ്ത താങ്കളെ ജയിലിലേക്കിടാനും ബിരിയാണിയും പാലും തന്ന് വളർത്താനും രോഗം വന്നാൽ ചികിത്സിക്കാനും ഭാരതം തയ്യാറല്ല. സോറി മനോമോഹൻ, താങ്കൾ മരിച്ചേ തീരൂ, ഈ നാടിനു വേണ്ടി. താങ്കൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. വിവേക് അയാളുടെ മുഖത്തേക്ക് നോക്കി. മനോമോഹൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വേഗം അത് തുടച്ചിട്ട് അയാൾ തല കുലുക്കി. യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. രേണുക ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കിയിരിക്കുകയാണ്. വാൻ ഏതോ ഇടറോഡിലേക്ക് തിരിഞ്ഞു. ഞങ്ങളൊരു 100 കിലോമീറ്റർ എങ്കിലും പിന്നിട്ടിരിക്കണം. വാനിന് ജനാലകളില്ലാത്തതിനാൽ പുറത്തേക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ടാർ റോഡ് വിട്ട് ചാരൽ നിറഞ്ഞ വഴിയിലേക്ക് വാൻ ഇറങ്ങിയത് ഞാൻ മനസ്സിലാക്കി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വണ്ടി നിന്നു. പുറത്തു നിന്നാരോ വാനിൻ്റെ കതക് തുറന്നു. തോക്കുമായി കറുത്ത യൂണിഫോം ധരിച്ച ഒരാളായിരുന്നു അത്. ഞാനും വിവേകും പുറത്തിറങ്ങി. രേണുക അവരെന്ത് ചെയ്യാൻ പോകുന്നു? എൻ്റെ ആദ്യ ചോദ്യം അതായിരുന്നു. അവർക്ക് തീരുമാനിക്കാം. ഇത്രയും കഥകൾ അറിയുന്ന അവരെ സ്വതന്ത്രയാക്കാൻ പറ്റില്ല എന്ന് നിനക്കും അറിയാം. ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിൽ അവർക്ക് ശിഷ്ടകാലം ജീവിക്കാം. വിവേക് ഒരു ക്രൂരനാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എൻ്റെ സ്ഥാനത്ത് നീയായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഓർഡർ പാലിക്കും. ശബ്ദം പതിവിലും സോഫ്റ്റായിരുന്നു. വളരെ അടുത്തായി എവിടെയോ വെള്ളം ഒഴുകുന്ന ശബ്ദം. ഞാൻ ആ ദിശയിലേക്ക് നോക്കി. ഏതോ നദിയാണ്. ഈ സ്ഥലം ഗർമുക്തേശ്വർ? ആ ഒഴുകുന്നത് ഗംഗയാണ്. വിവേക് കൈ ചൂണ്ടി. ആ ഇരുട്ടിലും വെള്ളത്തിൻ്റെ തിളക്കം ഞാൻ കണ്ടു. മനോമോഹനെയും രേണുകയെയും സൈനികർ പുറത്തിറക്കി. വിവേക് രേണുകയെ നോക്കി. മിസ് രേണുകയ്ക്ക് തീരുമാനിക്കാം. എന്ത്? പറയാൻ സമ്മതിക്കാതെ അവർ കൈ ഉയർത്തി അവനെ തടഞ്ഞു. നിങ്ങൾ തമ്മിൽ പറഞ്ഞത് ഞാൻ കേട്ടു. രാജുവില്ലാതെ എനിക്കും ജീവിതം വേണ്ട. അയാളില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചവരോ എന്നെ സ്നേഹിക്കുന്നവരോ ഇല്ല. രാജുവിനൊപ്പം ഞാനും പോകാൻ തീരുമാനിച്ചു. അവരുടെ ശബ്ദത്തിൽ ഉറപ്പ് എന്നെ അത്ഭുതപ്പെടുത്തി. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ മനോമോഹന്? അവസാന ആഗ്രഹം വല്ലതും? വിവേക് മുഖത്ത് നോക്കാതെയാണ് അയാളോട് ചോദിച്ചത്. യെസ്, ഒരാഗ്രഹം. പറയൂ. ഇപ്പോൾ സാധിക്കാവുന്ന ആഗ്രഹങ്ങൾ മാത്രം. വാനിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അയാൾ സ്വന്തം കഴുത്തിലെ മാലയൂരി. താലി ചാർത്തുന്ന പോലെ അയാൾ അത് രേണുകയുടെ കഴുത്തിൽ അണിയിച്ചു. സോറി രേണു, ഐ ലവ് യു. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. താങ്ക് രാജു, ഐ ലവ് യു ടു. മനോമോഹൻ വിവേകിനെ കെട്ടിപ്പിടിച്ചു. വളരെ പതിയെ അയാൾ പറഞ്ഞു, സോറി സാർ, എല്ലാത്തിനും സോറി. താങ്കൾ ചെയ്യുന്നത് താങ്കളുടെ ജോലി മാത്രമാണെന്ന് എനിക്കറിയാം. എനിക്ക് താങ്കളോടൊരു ദേഷ്യവുമില്ല. അയാൾ കണ്ണുകൾ തുടച്ചു. വിവേകിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് എനിക്ക് കാണാമായിരുന്നു. അടുത്തതായി മനോമോഹൻ എന്നെ ആശ്ലേഷിച്ചു. താങ്കളോടും സോറി. ഞാൻ മൂലം ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും ഒന്നും വേണമെന്ന് വെച്ചല്ല, സംഭവിച്ചു പോയി. സോറി. പിന്നീട് അയാൾ ശബ്ദം താഴ്ത്തി എൻ്റെ ചെവിയിൽ പറഞ്ഞു, കിടപ്പുമുറിയിലെ അലമാരയുടെ ഒരു വശം പൊള്ളയാണ്. അതിൽ കുറച്ച് കടലാസുകൾ. പ്രീതിയോട് പറയണം, എൻ്റെ മോൾക്ക് വേണ്ടി പ്ലീസ്.
അയാൾ കെട്ടിപ്പിടുത്തം വിട്ട് രണ്ടടി മാറി നിന്നു. രേണുകയുടെ കൈ സ്വന്തം ഇടത് കൈയിൽ ചേർത്ത് നെഞ്ചോട് അമർത്തി പിടിച്ചു. ഗുഡ് ബൈ, രേണുകയും ഞങ്ങളോട് പറഞ്ഞു. അല്പം മാറി നിന്ന പട്ടാളക്കാരനെ ആംഗ്യം കാണിച്ചിട്ട് ഞാനും വിവേകും അവിടെ നിന്നും നടന്നകന്നു. 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ യന്ത്രത്തോക്കിൽ നിന്നും വെടിയുതിരുന്ന ശബ്ദം കേട്ടു. എവിടെ നിന്നും ഒരു തണുത്ത കാറ്റ് ഞങ്ങളെ തഴുകി കടന്നുപോയി. വെടിമരുന്നിൻ്റെ ഗന്ധത്തിനോടൊപ്പം എവിടെയോ റോസ് ചെടികൾ പൂത്തു നിൽക്കുന്ന നല്ല സുഗന്ധവും. രേണുവും മനോമോഹനും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിരുന്നു, തടസ്സങ്ങളില്ലാതെ. മരണത്തിലും അവർ കൈകൾ വിട്ടിരുന്നില്ല. രേണുകയുടെ മുഖത്ത് ഒരു തരം സന്തോഷഭാവമായിരുന്നു. അതിനുശേഷം എല്ലാം പെട്ടെന്നായിരുന്നു. പിന്നാലെ വന്ന വാനിൽ നിന്ന് വിറകെടുത്ത് മനോമോഹനെയും രേണുകയെയും ഒരേ ചിതയിൽ കടത്തി തീ കൊളുത്തി. മുഴുവൻ കത്തിത്തീരുന്നതുവരെ ഞങ്ങൾ അവിടെ നിന്നു. പൂർണ്ണമായും എരിഞ്ഞു തീർന്നപ്പോൾ ആ ഭസ്മം പട്ടാളക്കാർ ഗംഗയിലേക്ക് ഒഴുക്കി. അവർ വെടിയേറ്റു വീണ സ്ഥലത്തെ മണൽ പോലും കോരിയെടുത്ത് നദിയിലേക്കിട്ടു. കരുണാകരൻ നമ്പ്യാർ? എൻ്റെ ശബ്ദത്തിൽ നനവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കരുണാകരൻ നമ്പ്യാരല്ല, അമീർ അലി മിർസ. അതാ അവിടെ. 100 മീറ്റർ മാറി എരിയുന്ന വേറൊരു ചിതയിലേക്ക് വിവേക് കൈ ചൂണ്ടി. എല്ലാം കഴിഞ്ഞ് പട്ടാളക്കാരിൽ ഒരാൾ വന്ന് വിവേകിനെ സല്യൂട്ട് ചെയ്തു. അവർ 2 വാനുകളിലായി മടങ്ങിപ്പോയി. വാനുകൾക്ക് പിന്നിൽ നിർത്തിയിരുന്ന ജിപ്സിയിലേക്ക് വിവേക് നടന്നു. പിന്നാലെ ഞാനും. കിഴക്ക് ആകാശം ചെറുതായി ചുവന്നു തുടങ്ങിയിരുന്നു. രേണുകയുടെയും മനോമോഹൻ്റെയും രക്തമാവാം. തിരിച്ചു മെയിൻ റോഡിൽ വന്നപ്പോൾ അവൻ വേഗത കുറച്ച് ഒരു സിഗരറ്റ് കത്തിച്ചു. ഞാനും ഒരെണ്ണമെടുത്തു. കുറച്ചു സമയം ഞങ്ങളൊന്നും സംസാരിച്ചില്ല. അവനാണ് തുടങ്ങിയത്. രാജ്യത്തിന് വേണ്ടി എത്രയോ പേർ ജീവത്യാഗം ചെയ്യുന്നു. ലോകേഷ് മിസ്സിംഗ് ആണ്. അത് നിന്റെ കേസല്ല. അതങ്ങനെ തന്നെ തുടരും. മനോമോഹൻ മരിച്ചു. കൊലയാളി സുഭാഷ്. കൊലയ്ക്ക് കാരണം ആരോ കൊട്ടേഷൻ കൊടുത്തതാണ്. അവൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. അശ്വിൻ്റെ കേസിലും നാഗേഷിനെതിരെ അവൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ മനോമോഹൻ കൊലക്കേസ് ഇവിടെ അവസാനിച്ചു. സുഭാഷിനെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. അശ്വിൻ വിളിച്ചിരുന്നു. അവൻ്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമായതുകൊണ്ട് അവനെ ചോദ്യം ചെയ്യുന്നത് 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു. സുഭാഷിനെന്തോ നെഞ്ചുവേദന പോലെ വന്നു. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വരെയുള്ള വാർത്തകൾ ഇതാണ്. അവൻ എന്നെ നോക്കി. നീ എന്താ മിണ്ടാത്തേ? എനിക്കൊന്നും പറയാനില്ലായിരുന്നു. എന്നോട് തന്നെ പുച്ഛം തോന്നി തുടങ്ങിയിരുന്നു എനിക്ക് മനസ്സിലാവും നിന്റെ രോഷം. നീ എന്നും ആദർശ ധീരനായിരുന്നല്ലോ. ഒരാൾക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അയാളെ കൂടെ കണ്ടിട്ട് നിനക്ക് മടങ്ങാം. നമ്മളിപ്പോൾ അയാളെ കാണാനാണ് പോകുന്നത്. അവൻ്റെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു. ജീപ്പ് കുതിച്ചു പാഞ്ഞു. സുനിൽ ഡാ, ആളിപ്പോൾ എത്തും. അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. സിഗരറ്റ് കളഞ്ഞ് ഒരു ചൂയിങ്കം വായിലിട്ടു. എനിക്കും ഒരെണ്ണം തന്നു. ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ആ നിരത്തിൽ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. ദൂരെ നിന്നും അടുത്തു വരുന്ന ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഞാൻ കണ്ടു. പാർക്കിൻ്റെ മുന്നിൽ ആ BMW കാർ നിർത്തി. മുന്നിൽ വലതുവശത്തായി ദേശീയ പതാക. പിന്നിലെ ഡോർ തുറന്ന് ഒരു രൂപം പുറത്തിറങ്ങി ഞങ്ങൾക്ക് നേരെ നടന്നെടുത്തു. അടുത്തു വന്നപ്പോഴാണ് എനിക്ക് ആളിനെ മനസ്സിലായത്. കുർത്തയും ഹാഫ് ജാക്കറ്റും ധരിച്ച നരച്ച താടിയും സ്വതസിദ്ധമായ ചിരിയുള്ള ആ മനുഷ്യൻ്റെ മുഖം ഇന്ത്യയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും തിരിച്ചറിയാവുന്ന ഒന്നായിരുന്നു. ഞാൻ അറ്റൻഷനിൽ നിന്ന് സല്യൂട്ട് അടിച്ചു. ഒപ്പം വിവേകും. അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം വിവേകിനോടായിരുന്നു. എല്ലാം മംഗളമായി കഴിഞ്ഞു എന്നവൻ മറുപടി കൊടുത്തു. പിന്നീട് രേണുകയുടെ കാര്യവും ചോദിച്ചു. അതിനും അവനാണ് മറുപടി പറഞ്ഞത്. അവൻ്റെ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം എൻ്റെ കൈകളിൽ പിടിച്ചു. തിരഞ്ഞെടുപ്പ് വേദികളിൽ ആൾക്കൂട്ടത്തെ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന ശബ്ദം പക്ഷേ ഇപ്പോൾ അല്പം ദുഃഖം നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ദേക്കോ സുനിൽ ബേട്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാർക്കിലൂടെ പതിയെ നടന്നു. ഒരടി പിന്നിലായി ഞാനും. അദ്ദേഹം പുറത്തേക്ക് കൈ ചൂണ്ടി. ആ നേർത്ത മഞ്ഞിനിടയിൽ കൂടി തെളിഞ്ഞു കത്തുന്ന അമർ ജവാൻ ജ്യോതി. ഇത് നീ കണ്ടോ? 140 കോടി ജനങ്ങളുടെ രാജ്യമാണ്. അതിലൊരാൾ മാത്രമാണ് ഞാനും നീയുമൊക്കെ. എല്ലാം നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ചാണ് നടക്കുകയെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്ന് നീ ചെയ്തത് ഈ നാടിന് വലിയൊരു സേവനമാണ്. വിവേക് നിന്റെ ആശങ്കകൾ എന്നോട് പങ്കുവച്ചിരുന്നു. നിന്നെപ്പോലെ സമർത്ഥനായ ഒരു ഓഫീസറെ നേരിട്ട് കാണണമെന്ന് എനിക്ക് തോന്നി. ആ എരിയുന്ന കെടാവിളക്ക് അത് ദേശത്തിനായി മരിച്ച ജവാന്മാരുടെ ആത്മാവല്ല, ഈ നാടിൻ്റെ ആത്മാവാണ്. നീ ഇന്ന് ഭാരതത്തിന് വേണ്ടി ചെയ്ത സേവനത്തിന് നിന്റെ രാജ്യവും വ്യക്തിപരമായി ഞാനും നന്ദി പറയുന്നു. നിങ്ങളെപ്പോലെയുള്ള ഓഫീസർമാരാണ് ഈ ദേശത്തിൻ്റെ കാവൽക്കാർ. അദ്ദേഹം തിരിച്ചു നടന്നു. എപ്പോഴെങ്കിലും ഡൽഹിയിൽ ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ വിവേകിനെ അറിയിക്കൂ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്, ജീത്തേ റഹോ. ഒരിക്കൽ കൂടി എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് അദ്ദേഹം കാറിലേക്ക് നടന്നു. അദ്ദേഹം പോയി കഴിഞ്ഞ് ഞാൻ വിവേകിനൊപ്പം ജീപ്പിലേക്ക് കയറി. എയർപോർട്ടിൽ ഞാൻ ഫ്ലൈറ്റും കാത്തിരിക്കുമ്പോൾ വിവേക് അധികമൊന്നും സംസാരിച്ചില്ല. ഫോണിൽ എന്തോ മെസ്സേജ് നോക്കിയിട്ട് അവൻ സ്വയം ചിരിച്ചു. സുനിലേ, ഈ സിനിമയിലേക്ക് കാണുമ്പോൾ പോലീസ് ഓഫീസർ IPS എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഗ്ലാമർ ജീവിതമാണല്ലേ? യാഥാർത്ഥ്യം ആരറിയാൻ? മൈക്കിലൂടെ ഫ്ലൈറ്റ് പോകാനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ആളുകൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരുന്നു. അവർക്കിടയിലൂടെ ഒരു പോലീസുകാരൻ ഞങ്ങളെ ലക്ഷ്യമാക്കി വരുന്നത് ഞാൻ കണ്ടു. നോ ഹാർഡ് ഫീലിംഗ്. സുനിൽ വിവേകൻ്റെ കൈ പിടിച്ചു കുലുക്കി. ആ പോലീസുകാരൻ വിവേകിനൊരു വലിയ കവർ നീട്ടി. അവൻ അതെനിക്ക് തന്നു. വിമാനത്തിലിരുന്ന് വായിക്കാൻ ഒരു പത്രമാണിത്. കവർ എനിക്ക് തന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് കൈവീശി. ബൈ, സീ യു സം ടൈം.
ഞാൻ വിമാനത്തിലേക്ക് കയറി. ടേക്ക് ഓഫ് കഴിഞ്ഞ് ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞാണ് 7-ാം പേജിലെ ആ ചെറിയ വാർത്ത ഞാൻ കണ്ടത്. റിമാൻഡ് പ്രതി ആശുപത്രിയിൽ മരിച്ചു. നെഞ്ചുവേദനയെ തുടർന്ന് പോലീസ് ആശുപത്രിയിലാക്കിയ സുഭാഷ് എന്ന റിമാൻഡ് പ്രതി ചികിത്സയിലായിരിക്കെ ഹൃദയസ്തംഭനം മൂലം മരണമടഞ്ഞു. കഥ അവസാനിച്ചിരിക്കുന്നു. നല്ല കഥയായിരുന്നല്ലേ. എത്രയോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്തു. മൈൻഡ് പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ യാത്ര ചെയ്തല്ലേ. എന്തായാലും നല്ല നല്ല കഥകൾക്കായി നമ്മുടെ ചാനലിൽ എന്നും ഉണ്ടാകണം, എൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ബൈ.